കുറിച്ചും അല്ലെങ്കിൽ സംഭവങ്ങളെ കുറിച്ചും കംസ് ഓഫ് ഏജിൽ പറയുന്ന കാര്യങ്ങൾ ഞാനൊന്ന് ഇച്ചിരി കൂടി എക്സ്പാൻഡ് ചെയ്ത് അല്ലെങ്കിൽ വികസിപ്പിച്ച് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. കാരണം 360 പേജുള്ള ആ പുസ്തകത്തിൻ്റെ എല്ലാ കാര്യങ്ങളും അതിനകത്ത് ഉൾപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ടാകാൻ സാധ്യതയില്ല. കാരണം അവരുടെ ജീവചരിത്രം, എങ്ങനെയാണ് അവർ എയിലെത്തിയത്, പിന്നീട് എങ്ങനെയാണ് അവർ ജയിലിൽ ജീവിതം തുടർന്നത്, ചില സംഭവങ്ങളൊക്കെ അവർ മാക്സിമം വിശദീകരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ കഴിവിനും പ്രാപ്തിക്കും അനുസരിച്ച് മാത്രമേ എനിക്ക് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ ഇംഗ്ലീഷിലുള്ള കാര്യങ്ങൾ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടാണ് ഞാൻ ഇത്രയും നാളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുറ്റങ്ങളും കുറവുകളൊക്കെ നോ വൺ പെർഫെക്റ്റ് എന്ന് പറയുന്ന പോലെ കുറ്റങ്ങളും കുറവുകളൊക്കെ കാണാം. ഇപ്പം എന്തെങ്കിലും നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ ഏതെങ്കിലും വാക്കിൻ്റെ അർത്ഥം അതല്ല എന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായും എന്നോട് പറഞ്ഞു തരുന്നതിൽ സന്തോഷമുള്ളൂ. ഞാൻ ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുടെ പേര് ഫാദർ റാൽഫ് പോ എന്നാണ്. അദ്ദേഹത്തിൻ്റെ തൂലികാ നാമം ജോൺ ഡോ എന്നാണ്. അപ്പോൾ ഫെബ്രുവരി 20 അദ്ദേഹത്തിൻ്റെ ഡെത്ത് ആനിവേഴ്സറി. അദ്ദേഹം ഒരു റോമൻ കാത്തലിക് പ്രീസ്റ്റാണ്. അദ്ദേഹം ആൽക്കഹോളിക്സ് അനോണിമസിൽ എത്തുകയും ചെയ്തു. അപ്പോൾ നവംബർ 10, 1904 അദ്ദേഹത്തിൻ്റെ ജന്മദിനം. ആദ്യം പറഞ്ഞാൽ ഫെബ്രുവരി 19, 1967 അദ്ദേഹം മരിച്ചത്. അപ്പോൾ അദ്ദേഹം ഇൻഡ്യാനാപോളിസ് അല്ലെങ്കിൽ അവിടുത്തെ ഒരു സെമിനാരി ഉണ്ട്, സെന്റ് മിയനാർഡ് സെമിനാരി എന്നാണ് ആ സെമിനാരിയുടെ പേര്. അവിടുത്തെ പ്രീസ്റ്റ് ആയിരുന്നു അദ്ദേഹം. വിദ്യാഭ്യാസത്തിൽ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ എന്ന സബ്ജക്റ്റിൽ MA മാസ്റ്റർ ഓഫ് ആർട്സ് എന്ന് പറയുന്ന MA സ്വീകരിച്ചത് ഫോർദം യൂണിവേഴ്സിറ്റി എന്നാണ്. അദ്ദേഹത്തിൻ്റെ ആത്മകഥ പ്രൊഡിഗൽ ഷെപ്പേർഡ് എന്നാണ്. അദ്ദേഹം പറഞ്ഞു, എൻ്റെ ജീവിതം, ഞാൻ കാത്തലിക് പ്രീസ്റ്റ് ആയിരുന്നു, ഞാനൊരു ആൽക്കഹോളിക്കാണ്, ഞാനൊരു ന്യൂറോട്ടിക്കാണ്. ഇങ്ങനെ 3 തലങ്ങളിലാണ് എൻ്റെ ജീവിതത്തെക്കുറിച്ച് ഞാൻ വിശദീകരിക്കുന്നതെന്ന് ആദ്യത്തെ വാക്കുകളിൽ ആത്മകഥയെ പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് അദ്ദേഹം ഈ 3 കാര്യങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അദ്ദേഹം റിവേഴ്സ് ഓർഡറിലാണ് അത് പറയാം. ആദ്യത്തേത്, ഹി വാസ് എ ന്യൂറോട്ടിക്. ഹി അഡ്മിറ്റ്സ് ടു ഹാവിങ് നെർവസ് ബ്രേക്ക് ഡൗൺസ് ആൻഡ് സ്പെൻഡിങ് ടൈം ഇൻ സാനിറ്റോറിയംസ്. അതായത് അദ്ദേഹത്തിന് മദ്യാസക്തി മൂലമുണ്ടായ ഒരുപാട് ഞരമ്പ് പ്രശ്നങ്ങൾ എന്ന് വെച്ചാൽ നമുക്കറിയാം ന്യൂറോൺസിനെ ബാധിക്കുന്നതാണ് മദ്യാസക്തി. അദ്ദേഹം ഒരുപാട് സമയങ്ങൾ സാനിറ്റോറിയമുകളിൽ, അതായത് ചികിത്സാ കേന്ദ്രങ്ങളിൽ അദ്ദേഹം സമയം ചെലവഴിച്ചിട്ടുണ്ട്. ഹി വാസ് ടോയ്സ് റിലീവ്ഡ് ഓഫ് ഹിസ് പാരിഷ്. അതായത് അദ്ദേഹത്തിൻ്റെ ഇടവകയിൽ നിന്ന് അദ്ദേഹം മാറ്റി നിർത്തപ്പെട്ടു 2 പ്രാവശ്യം. ഈവൻ ആഫ്റ്റർ അച്ചീവിങ് സോബറിറ്റി ഹി കണ്ടിന്യൂഡ് ടു ബി പ്ലഗ്ഡ് ബൈ ഡിപ്രഷൻ വിച്ച് വേർ സംടൈംസ് സെവറൽ ആൻഡ് ലോങ് ലാസ്റ്റിംഗ്. അതായത് അദ്ദേഹം ആൽക്കഹോളിക്സ് അനോണിമസിലെത്തി, സുബോധാവസ്ഥയിൽ എത്തിയിട്ടും പലപ്പോഴും ഡിപ്രഷൻ എന്ന് പറയുന്ന പ്ലേഗ് അദ്ദേഹത്തിന് പിടിച്ചിരുന്നു. നമുക്കറിയാം, അത് പറയുന്നത് വെച്ചാൽ അദ്ദേഹത്തെ ഡിപ്രഷൻ അറ്റാക്ക് ചെയ്തു. ചിലപ്പോൾ ചെറിയ തോതിൽ, ചിലപ്പോൾ വലിയ തോതിൽ, വലിയ ലോങ് ലാസ്റ്റിംഗ്, ഒരുപാട് സമയം നീണ്ടു നിൽക്കുന്ന ഡിപ്രഷൻ, നിരാശയും അദ്ദേഹത്തിന് പിടിച്ചു നിൽക്കുന്നു. ഹി വാസ് ആൻ ആൽക്കഹോളിക്. ഹി നെവർ ഹാഡ് എ ഡ്രിങ്ക് അൻറ്റിൽ അബൌട്ട് എ ഇയർ ആഫ്റ്റർ ഹിസ് ഓർഡിനേഷൻ. അദ്ദേഹത്തിന്റെ പൗരോഹിത്യ സ്വീകരണത്തിന് 1 വർഷത്തിന് ശേഷമാണ് അദ്ദേഹം കുടിച്ചു തുടങ്ങിയത്. ബട്ട് ബൈ 1943 he was sufficiently worried about his drinking to investigate AI. 1943 ആയപ്പോഴത്തേക്കും അദ്ദേഹത്തിന്റെ കുടി അദ്ദേഹത്തിന് ദുഃഖമുളവാക്കുന്നതും ആൽക്കഹോളിക്സ് അനോണിമസിനെ കുറിച്ച് അന്വേഷിക്കുന്നതിലേക്കും എത്തിച്ചേർന്നു. വൈൽ റെസ്പോണ്ടിങ് ടു എ കോൾ ഫ്രം എ വുമൺ ഹൂ സെഡ് ഹർ ഹസ്ബൻഡ് വാസ് ഡൈയിങ്. അതായത് അദ്ദേഹത്തിന് ലഭിച്ച ഒരു ഫോൺ കോളിൽ ഒരു സ്ത്രീ പറഞ്ഞു, എൻ്റെ ഭർത്താവ് മരിക്കാൻ തുടങ്ങുകയാണ്. ഹി ലേൺഡ് ഫ്രം ദ ഡോക്ടർ ദ മാൻ വാസ് നോട്ട് ഡൈയിങ് ബൈ മിയർലി പാസ്ഡ് ഔട്ട് ഫ്രം എ കോമ്പിനേഷൻ ഓഫ് ആൽക്കഹോൾ ആൻഡ് ബാർബിറ്റൽ. അപ്പൊ അദ്ദേഹം ഒരു കാര്യം മനസ്സിലാക്കി. അദ്ദേഹം ഒരു ഡോക്ടർ, ഈ സ്ത്രീ പറഞ്ഞ കോളിൽ അദ്ദേഹത്തിന് ഒരു കാര്യം മനസ്സിലായി. അദ്ദേഹം ഡോക്ടറിൽ നിന്ന് കിട്ടിയ ഒരു ജ്ഞാനമാണ്. അദ്ദേഹം ആ സ്ത്രീയുടെ ഹസ്ബൻഡ് മരിച്ചിട്ടില്ല, പക്ഷെ ആൽക്കഹോളിന്റെയും ബാർബിറ്റൽ എന്ന് പറയുന്ന ചികിത്സാ രീതിയുടെയും
ഭാഗമായിട്ട് പാസ്ഡ് ഔട്ട് ആയതാണ്, ബോധം ക്ഷയം സംഭവിച്ചതാണ്. ഫാദർ ഫ്യൂ അല്ലെങ്കിൽ ജോൺ ഡോ വാസ് ലീവിംഗ് ദ ഹൗസ്. ഹി നോട്ടീസ്ഡ് എ ബുക്ക് ഓൺ എ ഷെൽഫ് ആൻഡ് ആസ്ക്ഡ് ഇഫ് ഹി കുഡ് ബോറോ ഇറ്റ്. ഇറ്റ് വാസ് ആൽക്കഹോളിക്സ് അനോണിമസ്. അപ്പോൾ ആ സ്ത്രീയുടെ വീട്ടില് ഷെൽഫില് അദ്ദേഹം ഒരു ബുക്ക് കണ്ടു, നമ്മുടെ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ബുക്ക്. അപ്പൊ അയാൾ ചോദിച്ചു, ഈ ബുക്ക് എനിക്ക് കടം തരാമോ വായിക്കാനായിട്ട് എന്ന് ചോദിച്ചു. അപ്പൊ അവര് അത് കൊടുത്തിട്ടുണ്ടാവണം. വെൻ ഹി അറൈവ്ഡ് ഹോം ഇറ്റ് വാസ് പാസ്റ്റ് 3 AM. അതായത് ആ വീട്ടിൽ നിന്ന് അദ്ദേഹം തിരിച്ചു വന്നപ്പോ ഇത് ഏകദേശം 3 മണിയായിരുന്നു. ആൻഡ് ഹി വാസ് ലോഞ്ചിങ് ഫോർ എ ഡ്രിങ്ക്. അവന് ഒരു മദ്യപാനത്തിലേക്ക് കടക്കണമായിരുന്നു. ബട്ട് ഹി കുഡ് നോട്ട് ടേക്ക് എ ഡ്രിങ്ക്. പക്ഷെ അയാള് ഒരു മദ്യം പോലും എടുത്തില്ല. ഹി ഹാഡ് ടു സേ മാസ് അറ്റ് 6 AM, സോ കുഡ് നെയ്തർ ഈറ്റ് നോർ ഡ്രിങ്ക്. അദ്ദേഹത്തിന് രാവിലെ 3 മണിക്ക് തുടങ്ങിയ വായന രാവിലെ 6 മണി വരെ അദ്ദേഹത്തിന് ഭക്ഷണം കഴിക്കുകയോ വെള്ളം കുടിക്കുകയോ ചെയ്തില്ല. ബട്ട് ഹി ന്യൂ ഹി കുഡിന്റ് സ്ലീപ്. പക്ഷെ അവന് അറിയാൻ പറ്റുമായിരുന്നു അവന് ഉറങ്ങാൻ കഴിയുകയില്ല. സോ ഹി സാറ്റ് ഡൗൺ ഇൻ എ ചെയർ ആൻഡ് സ്റ്റാർട്ടഡ് റീഡിങ് ദ ബുക്ക്. അതുകൊണ്ട് അവൻ ഒരു ചെയറിൽ ചാരി ഇരുന്നു കൊണ്ട് ഈ പുസ്തകം വായിച്ചു. ആൻഡ് ഹി കുഡിന്റ് ടേക്ക് ദ ഹാൻഡ്സ് ഓഫ് ദാറ്റ് ബുക്ക്. പിന്നീട് അയാൾക്ക് ആ വായന തുറന്നപ്പോൾ അദ്ദേഹത്തിന് വായന നിർത്താൻ കഴിഞ്ഞില്ല എന്നർത്ഥത്തിലാണ് അദ്ദേഹത്തിന് ബുക്കിൽ നിന്ന് കൈയെടുക്കാൻ കഴിഞ്ഞില്ല എന്ന് അവിടെ പറയുന്നത്. അപ്പോൾ ഡേ ആഫ്റ്റർ ഡേ ഫോർ 3 or 4 weeks, ഓരോ ദിവസം കഴിയുന്നതോറും അല്ലെങ്കിൽ ഒരു 3 ആഴ്ച 4 ആഴ്ചകൾക്ക് whenever he had a spare hour or two, he would sit in his room reading, studying and thinking. അപ്പൊ തുടർച്ചയായിട്ട് 2 ആഴ്ചകളോ 3 ആഴ്ചകളോ 4 ആഴ്ചകളായി അദ്ദേഹത്തിന് എപ്പോഴാണോ ഒരു സ്പെയർ ടൈം കിട്ടുന്നത്, അല്ലെങ്കിൽ മണിക്കൂറുകൾ കിട്ടുന്നത്, അല്ലെങ്കിൽ 1 മണിക്കൂറോ 2 മണിക്കൂറോ വീതം കിട്ടുന്നത്, അപ്പൊ അയാൾ ആ റൂമിൽ നിന്നുകൊണ്ട് അദ്ദേഹം ഈ പുസ്തകം വായിക്കുകയും പഠിക്കുകയും ചിന്തിക്കുകയും ചെയ്തു. ഹി ഡിഡിന്റ് മിസ് എ ഡേ റീഡിങ് ദ ബുക്ക് ത്രൂ അറ്റ്ലീസ്റ്റ് വൺസ്. അതായത് ഒരു ദിവസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ആ ബുക്ക് വായിക്കാതെ ഒരു ദിവസവും കടന്നു പോയില്ല. ഇറ്റ് ബിക്കംസ് സിയേർഡ് ഇൻ ഹിസ് ബ്രെയിൻ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ബ്രെയിനിൽ അത് അലിഞ്ഞു തീർന്നു. വേർഡ് ഫോർ വേർഡ്, വാക്കുകളിൽ നിന്ന് വാക്കുകളിലേക്ക്, കോമ ഫോർ കോമ, നിന്ന് കോമയിലേക്ക്, ക്വസ്റ്റ്യൻ മാർക്ക് ഫോർ ക്വസ്റ്റ്യൻ മാർക്ക്, ക്വസ്റ്റ്യൻ മാർക്കിൽ നിന്ന് ക്വസ്റ്റ്യൻ മാർക്കിലേക്ക്. ഹി ന്യൂ ഇറ്റ് ഫ്രം കവർ ടു കവർ. അത് അദ്ദേഹത്തിന് അറിയാമായിരുന്നു ഇത് ഒരു കവർ മുതൽ അടുത്ത കവർ വരെ, അതായത് ബുക്കിന്റെ ആദ്യ അവസാനം വരെ. ആൻഡ് ഹി ടു ഹിസ് അമേസ്മെന്റ് ഡ്യൂറിങ് ദാറ്റ് എൻറ്റയർ പീരീഡ് ഹി ഡിഡ് നോട്ട് ടേക്ക് എ ഡ്രിങ്ക്. അദ്ദേഹം അത്ഭുതപ്പെട്ടു. ആ പുസ്തകത്തിന്റെ വായനയുടെ ഒരു സമയത്ത് പോലും അദ്ദേഹത്തിന് കുടിക്കേണ്ടി വന്നില്ല. വൺ ഈവനിങ് ഹി നോട്ടീസ് സം AA pamphlets on a side table in the vestibule of the rectory. അപ്പോൾ അദ്ദേഹത്തിന്റെ പാരീഷിന്റെ അടുത്ത് തന്നെയുള്ള ടേബിളില് പാംലെറ്റുകൾ, എയുടെ കുറെ പാംലെറ്റുകൾ അയാളുടെ ശ്രദ്ധയിൽപ്പെട്ടു. അറ്റ് സപ്പർ ഹി ആസ്ക്ഡ് ഹു ഹാഡ് ലെഫ്റ്റ് ദ പാംലെറ്റ്സ് ആൻഡ് ലേൺഡ് ദാറ്റ് ദേ വെർ ലെഫ്റ്റ് ബൈ Dohart Sherin, described by the pastor as the president or something of AA here in Indianapolis. അപ്പോൾ അദ്ദേഹം അങ്ങനെ അന്വേഷിച്ചു ആരാണ് ആ പാംലെറ്റ് അവിടെ ഉണ്ടാകുന്നത്. അപ്പൊ അദ്ദേഹത്തിന് മനസ്സിലായി, ഡൊഹർട്ടി അല്ലെങ്കിൽ ഡൊഹർ എന്ന് വിളിക്കുന്ന ഷെറിൻ, ഡിസ്ക്രൈബ്ഡ് ബൈ ദ പാസ്റ്റർ ആസ് ദ പ്രസിഡന്റ് ഓഫ് സംതിങ് AA ഹിയർ ഇൻ ഇൻഡിയാനാപോളിസ്. അപ്പൊ അദ്ദേഹത്തിന്റെ പ്രസിഡന്റ് ഓഫ് സംതിങ് ഓഫ് എയുടെ ഇൻഡിയാനാപോളിസിലെ അന്നത്തെ പ്രസിഡന്റ് ആയിരുന്നു, അങ്ങനെയാണ് അത് വായിക്കണമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ ഏതെങ്കിലും ആ സർവീസിലുള്ള ആളുടെ പേരായിരിക്കാം. ഓക്കെ. ഫാദർ ഫോ സ്റ്റഡീഡ് ദ പാംലെറ്റ്സ് ആസ് തറോലി ആസ് ഹി ഹാഡ് സ്റ്റഡീഡ് ദ ബിഗ് ബുക്ക്. അപ്പൊ ബിഗ് ബുക്ക് എങ്ങനെ വായിച്ചുവോ അതുപോലെ തന്നെ തറവായിട്ട് അദ്ദേഹം ഈ പാംലെറ്റും പഠിക്കാൻ തുടങ്ങി. ബട്ട് ഹി കുഡിന്റ് ബിലീവ് ദേ അപ്ലൈഡ് ടു ഹിം. പക്ഷെ അത് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ പാലിക്കാനായിട്ട് വിശ്വസിച്ചില്ല. ഹി വാസ് നോട്ട് ആൻ ആൽക്കഹോളിക് ഓർ സോ ഹി തോട്ട്. അദ്ദേഹം ഒരു ആൽക്കഹോളിക് അല്ല എന്നായിരുന്നു അദ്ദേഹം വിശ്വസിച്ചിരുന്നത്. ഡ്യൂറിങ് ദിസ് പീരീഡ് ഓഫ് നോട്ട് ഡ്രിങ്കിങ് ഹി സ്റ്റെപ്ഡ് അപ്പ് ദ മെഡിക്കേഷൻ ദ ഡോക്ടർ ഹാസ് പ്രിസ്ക്രൈബ്ഡ് എ കോമ്പിനേഷൻ ഓഫ് ബാർബിറ്റൽ ആൻഡ് ഡെക്സോഡറൈൻ. അപ്പം ഈ കാലഘട്ടത്തിൽ, അതായത് കുടിക്കാതിരിക്കുന്ന കാലഘട്ടത്തിൽ, ഹി സ്റ്റെപ്ഡ് അപ്പ് ദ മെഡിക്കേഷൻ. അപ്പൊ അദ്ദേഹം ഒരു വൈദ്യശാസ്ത്ര ചികിത്സയ്ക്ക്, അതായത് അദ്ദേഹത്തിന് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തത് പറഞ്ഞിരിക്കുന്നത് പോലെ എ കോമ്പിനേഷൻ ഓഫ് ബാർബിറ്റൽ ആൻഡ് ഡെക്സഡറൈൻ. നമുക്കറിയാം ഈ ബാർബിറ്റൽ ചികിത്സയെ പറ്റി,
ബില്ലിന്റെ കഥയിൽ ബില്ല് പറയുന്നുണ്ട്. അപ്പോൾ ചാൾസ് ടൗൺസ് ഹോസ്പിറ്റലിലും ആ ചികിത്സയാണ് ഉണ്ടായിരുന്നത്. അപ്പൊ ഇതിന്റെ രണ്ട് മിശ്രിതം കുടിക്കാനായിട്ട്, മെഡിസിനായി കുടിക്കാനായിട്ട് അദ്ദേഹം തുടങ്ങി. ഹി വാസ് ഫ്രൈറ്റൻഡ് ആൻഡ് ഹി നീഡഡ് ഹെൽപ്പ്. അദ്ദേഹം ഭയപ്പെട്ടു, അദ്ദേഹത്തിന് സഹായം ആവശ്യമുണ്ട്. സോ വൺ നൈറ്റ് ഹി ടെലഫോൺഡ് Shireen and asked, I was just wondering, could I possibly see you sometime? I like to talk to you about something. There is no hurry. അപ്പം ഈ ഷെറീൻ എന്ന് പറയുന്ന അദ്ദേഹം വിചാരിച്ചിരുന്ന, ഈ ആൽക്കോളിക്സ് അനോണിമസിന്റെ പ്രസിഡന്റ് എന്നൊക്കെ വിചാരിച്ചിരുന്ന അയാളെ വിളിക്കുകയും അയാളോട് പറയുകയും ചെയ്തു, കുഡ് ഐ പോസിബിളി സീ യു സം ടൈം, എനിക്ക് നിന്നെ എപ്പോഴെങ്കിലും കാണാൻ കഴിയുമോ? ആൻഡ് ഐ ഹാർഡ്ലി ലൈക്ക് ടു ടോക്ക് ടു യു അബൌട്ട് സംതിങ്. എന്ത് കാര്യത്തെക്കുറിച്ചാണെന്ന് അദ്ദേഹം പറഞ്ഞില്ല, പക്ഷെ എനിക്ക് നിന്നോട് സംസാരിക്കണം എന്ന് പറഞ്ഞു. പക്ഷെ അതിനോടൊപ്പം ദർ ഇസ് നോ ഹറി, അർജന്റ് ഇല്ല, തിരക്കില്ല എന്ന് പറയുകയും ചെയ്തു. ഐ വിൽ ബി റൈറ്റ് ഓവർ വാസ് ദ റിപ്ലൈ ആൻഡ് ദ ഡോർ ഷെറീൻ ഹാങ് അപ്പ് ദ ഫോൺ ബിഫോർ ഫാദർ ഹു കുഡ് റിപ്ലൈ. അപ്പം ഞാൻ ഐ വിൽ ബി റൈറ്റ് ഓവർ എന്ന് ഇദ്ദേഹം പറയുന്ന ആ വാക്ക് കേൾക്കുന്നതിന് മുമ്പ് തന്നെ ഷെറിൻ ഡോഹർ ഫോൺ കട്ട് ചെയ്തു. ഷെറിൻ ഇൻവൈറ്റഡ് ഹിം ടു അറ്റൻഡ് ദ മീറ്റിംഗ് ദ ഫോളോയിങ് തേഴ്സ്ഡേ. അതിനുശേഷം വരുന്ന വ്യാഴാഴ്ച ഷെറിൻ ഫാദർ ജോൺ ഡോയെ തേഴ്സ്ഡേയിലെ മീറ്റിങ്ങിന്, വ്യാഴാഴ്ചത്തെ മീറ്റിങ്ങിന് വരണമെന്ന് ആവശ്യപ്പെട്ടു. ഹി അഗ്രീഡ് ടു അറ്റൻഡ് ജസ്റ്റ് ആസ് എ സ്പെക്ടാറ്റർ, അതായത് ഒരു നിരീക്ഷകൻ എന്ന രീതിയിൽ ഞാൻ വരാമെന്ന് അദ്ദേഹം പറഞ്ഞു. ദേ ടോക്ക്ഡ് ഫോർ എ ഫ്യൂ മിനിറ്റ്സ് മോർ ആൻഡ് ഡോർ ലെഫ്റ്റ്. ദാറ്റ് വാസ് November 10, 1941, ഫാദർ ഫോസ് 39th ബർത്ത്ഡേ. അപ്പോൾ ജോൺ ഡോയുടെ, അല്ലെങ്കിൽ ഞാൻ ഈ ജോൺ ഡോ ഈ ഫോഴ്സ് എന്ന് പറയാൻ ഭയങ്കര ഒരു പാടുവരുന്നു. അപ്പൊ ജോൺ ഡോ എന്ന അദ്ദേഹത്തിന്റെ തൂലിക നാമമാണ്. അപ്പൊ ജോൺ ഡോയുടെ 39ാമത്തെ ബർത്ത്ഡേയുടെ ദിവസം അദ്ദേഹം ഇത് ഈ മീറ്റിംഗിൽ പങ്കെടുക്കുകയും ചെയ്തു. ഫോർ ദ നെക്സ്റ്റ് 25 years, അടുത്ത 25 വർഷം, ഡിസ്പൈറ്റ് സിവിയർ പ്രോബ്ലം വിത്ത് ഡിപ്രഷൻസ്, അതായത് ഈ ഡിപ്രഷൻ എന്ന് പറയുന്ന ഒരു പ്രോബ്ലം ഉണ്ടാകുകയും ഹി നെവർ ടുക്ക് അനദർ ഡ്രിങ്ക്. ഡിപ്രഷൻ ഉണ്ടായി, പക്ഷെ അദ്ദേഹം ഒരിക്കലും കുടിച്ചില്ല. ഫോർ എ ഷോർട്ട് ടൈം ഹി കണ്ടിന്യൂഡ് ടു ടേക്ക് മെഡിക്കേഷൻസ് പ്രിസ്ക്രൈബ്ഡ് ബൈ ഹിസ് ഡോക്ടർ ആൻഡ് ബൈ മയോ ക്ലിനിക്. അതായത് മയോ ക്ലിനിക്, എനിക്ക് തോന്നുന്നത് മയോ ക്ലിനിക് എന്ന് പറയുന്നത് ഒരു ഇവിടെയൊക്കെ അമേരിക്കയിലും ഒക്കെ ഉള്ള ഒരു ചികിത്സാ കേന്ദ്രമാണ്. അവിടെ നിന്നുള്ള ഡോക്ടറോടെ മെഡിക്കേഷൻ പ്രിസ്ക്രൈബ് ചെയ്തു. ബട്ട് ആഫ്റ്റർ സീയിങ് എ friend who had overdosed on Seconal, he hurried to a doctor in charge of the local drying out facility and told him that he was frightened. അതിനുശേഷം അദ്ദേഹത്തിന്റെ ഒരു കൂട്ടുകാരൻ ഓവർഡോസ് ആവുകയും അപ്പൊ അദ്ദേഹത്തിന് ഒരു ഡോക്ടറെ കാണിക്കാൻ കൊണ്ടുപോവുകയും അപ്പൊ അദ്ദേഹത്തിന് ഡ്രൈയിങ് ഔട്ട് എന്ന് പറയുന്ന ഈ ഒരു സ്റ്റേജ്, അതായത് മദ്യാസക്തൻ പെട്ടെന്ന് മദ്യം നിർത്തുമ്പോൾ ഉണ്ടാകുന്ന സ്റ്റേജ് ഭയമാണ് എന്ന് പറയും. ഐ ജസ്റ്റ് ഗോട്ട് ബാക്ക് ഫ്രം മയോ, ഞാൻ തിരിച്ച് മയോ ക്ലിനിക്കിൽ നിന്ന് അല്ലെങ്കിൽ ആ ആശുപത്രിയിൽ നിന്ന് തിരിച്ചു വന്നു. വേർ ദേ ഗേവ് മീ എ couple 100 pills ടു ടേക്ക് ഫോർ മൈ നെർവസ്നെസ്. അപ്പോൾ എൻ്റെ നെർവസ്നെസ്സിന് കുറച്ച് മരുന്ന് അവർ തന്നു, അത് ഞാൻ സ്വീകരിച്ചു. ബട്ട് നൗ ഐ ഡോണ്ട് നോ വാട്ട് ടു ഡു വിത്ത് ദം. പക്ഷേ എനിക്കിപ്പോൾ അറിയില്ല ഞാൻ ആ മരുന്നുമായിട്ട് എന്താണ് ചെയ്യേണ്ടത്. വെൽ സെഡ് ദ ഡോക്ടർ. ഡോക്ടർ പറഞ്ഞു, those people know what they are doing up there. Did you tell them you are an alcoholic? അപ്പൊ ഡോക്ടർ അദ്ദേഹത്തിനോട് ചോദിക്കുകയാണ്, നീ അവിടെ പോയി അവർ പറയുന്നതെല്ലാം കേട്ടു, ഓക്കെ, പക്ഷെ നീ എപ്പോഴെങ്കിലും അവരോട് ഒരു ആൽക്കഹോളിക് ആണ് എന്ന് പറഞ്ഞു? He then explained that if the doctor at Mayo Clinic had known he was an alcoholic, they would never have given him the pills. So he went home and threw away the pills. അപ്പോൾ അദ്ദേഹം ഡോക്ടറോട് പറഞ്ഞു, മയോ ക്ലിനിക്കില് ഞാനൊരു ആൽക്കഹോളിക് ആണ് എന്ന് മനസ്സിലായി കഴിഞ്ഞാല് എനിക്കൊരിക്കലും ആ പിൽസ് തരികയില്ലായിരുന്നു. സോ ഹി വെന്റ് ഹോം ആൻഡ് ദേ ത്രൂ അവേ ദ പിൽസ്. അതായത് അദ്ദേഹം ഒരു ആൽക്കഹോളിക് ആണെന്ന് അദ്ദേഹത്തിന് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ ആ മരുന്നുകളെല്ലാം വലിച്ചെറിഞ്ഞു കളഞ്ഞു. വിത്ത് ദ അപ്രൂവൽ ഓഫ് ഹിസ് ആർച്ച് ബിഷപ്പ്, അദ്ദേഹത്തിന്റെ ആർച്ച് ബിഷപ്പിന്റെ അനുമതിയോടുകൂടി ഹി ഡിവോട്ടഡ് ഹിംസെൽഫ് ടു ഹെൽപ്പിംഗ് അതർ ആൽക്കഹോളിക്സ്. അദ്ദേഹം ദൈവികമായ ഒരു പ്രവൃത്തിയിലേക്ക്, ഡിവോട്ടഡ് ഹിംസെൽഫ്, അദ്ദേഹം മറ്റൊരു ദൈവിക പ്രവൃത്തിയിലേക്ക് ഏർപ്പെട്ടു. അതർ ആൽക്കഹോളിക്സിനെ സഹായിക്കുക, പർട്ടിക്കുലർലി ആൽക്കഹോളിക് പ്രീസ്റ്റ്, പ്രത്യേകിച്ച് പുരോഹിതരായ ആൽക്കഹോളിക്കിനെ സഹായിക്കുക. ഹി ട്രാവൽഡ് മോർ ദാൻ 50,000 miles a year ടു അഡ്രസ് മീറ്റിംഗ്സ്, കണ്ടക്ട് റിട്രീറ്റ്സ് ആൻഡ് ഹെൽപ്പ് ഇൻഡിവിജ്വൽസ്. വർഷത്തില് 50,000 കിലോമീറ്റർ അദ്ദേഹം സഞ്ചരിച്ചുകൊണ്ട് പല മീറ്റിങ്ങുകളിലും അദ്ദേഹം സംസാരിച്ചു. അദ്ദേഹം ധ്യാനങ്ങൾ സംഘടിപ്പിച്ചു, മറ്റ് ആളുകളെ സഹായിച്ചു. ഹിസ് റിട്രീറ്റ്സ് വെയർ അറ്റൻഡഡ് ബൈ thousands of Catholics. അദ്ദേഹത്തിന്റെ ഈ ധ്യാനങ്ങൾ
ആയിരങ്ങൾ പങ്കെടുത്തു. ആൻഡ് ബൈ മെനി മോർ തൗസൻഡ്സ് ഹു വെയർ നോട്ട് കാത്തലിക്സ്. അതിനകത്ത് പലരും അല്ലെങ്കിൽ ആയിരങ്ങൾ പലരും കാത്തലിക്കുകളല്ലായിരുന്നു. ഹിസ് റിട്രീറ്റ് ടോക്സ് വെയർ ഇവൻച്വലി പബ്ലിഷ്ഡ് ഇൻ എ സീരീസ് ഓഫ് ഗോൾഡൻ ബുക്സ്. നമുക്കറിയാം ജോൺ ഡോ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ അനോണിമിറ്റി കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഉപയോഗിക്കുന്ന പേരാണ്. ജോൺ ഡോയുടെ പുസ്തകത്തിന്റെ പേരാണ് ഗോൾഡൻ ബുക്സ്. അപ്പൊ ഇവിടെ നടത്തിയ ഈ റിട്രീറ്റിന് നടത്തിയ ടോക്കുകളാണ് ഗോൾഡൻ ബുക്സ് എന്ന പേരിൽ പിന്നീട് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. ദേ വെയർ സോ നെയിംഡ് ബിക്കോസ് വെൻ ഹി ഹെൽഡ് ദ സെക്കൻഡ് ആനുവൽ റിട്രീറ്റ് ഇൻ ജൂൺ ഓഫ് 1947, 1947 അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ റിട്രീറ്റിന് at the request of some of the people who had attended the first retreat, his talks were printed in a 56-page booklet with a gold cover and distributed as a souvenir. അപ്പോൾ രണ്ടാമത്തെ ഈ ധ്യാനത്തിന് വന്ന ആളുകൾ പറഞ്ഞു, നിന്റെ ഫസ്റ്റ് ടോക്കുകൾ ഞങ്ങൾ ഗോൾഡൻ കവറുള്ള, അതായത് സ്വർണ്ണ നിറത്തിലുള്ള കവറുള്ള 56 പേജുകളായിട്ട് 56 പേജുകളായിട്ട് ഞങ്ങൾ പ്രസിദ്ധീകരിച്ചു. അതൊരു സുവനീർ ആയിട്ട്, സുവനീർ എന്ന് പറഞ്ഞാൽ സമ്മാനം എന്നാണ്, ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. അവിടെ വരുന്നവർക്ക് സുവനീർ കൊടുത്തു, ഡിസ്ട്രിബ്യൂഷൻ ത്രൂ ദ ജനറോസിറ്റി ഓഫ് ദ ഓണർ ഓഫ് ദ ആർച്ച് ഡയോസിസ് ന്യൂസ് പേപ്പർ ഇൻ ഇൻഡ്യാനാപോളിസ്. അപ്പൊ ആർച്ച് ഡയോസിസിന്റെ ഒരു അവിടുത്തെ ആർച്ച് ഡയോസിസിന്റെ അതിരൂപതയുടെ ഒരു ന്യൂസ് പേപ്പർ ഉണ്ട് ഇൻഡ്യാനാപോളിസിന്റെ. അവരുടെ സഹായത്താൽ, ആ ഓണറുടെ സഹായത്താൽ, ജനറോസിറ്റി ഓഫ് ദ ഓണർ, അപ്പൊ ആ പത്രത്തിന്റെ ഓണറുടെ സഹായത്താൽ അത് വിതരണം ചെയ്തു. പീപ്പിൾ ബിഗാൻ റിക്വസ്റ്റിംഗ് കോപ്പീസ് ഓഫ് ദ ഗോൾഡൻ ബുക്ക് ഓഫ് യുവർ റിട്രീറ്റ്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ രണ്ടാമത്തെ റിട്രീറ്റിന് ദ ഗോൾഡൻ ബുക്കിന്റെ കോപ്പി വേണമെന്ന് ആളുകൾ ആവശ്യപ്പെടാൻ തുടങ്ങി. ഹിസ് ബുക്സ് സോബ്രിറ്റി വിത്തൗട്ട് എൻഡ് ആൻഡ് സോബ്രിറ്റി ആൻഡ് ബിയോണ്ട് ഹാവ് ബീൻ റീഡ് ബൈ തൗസൻഡ്സ്. അപ്പൊ അദ്ദേഹത്തിന്റെ രണ്ട് പുസ്തകങ്ങളാണ്, ഗോൾഡൻ ബുക്സ് എന്നറിയപ്പെടുന്ന രണ്ട് പുസ്തകങ്ങളുടെ പേരാണ് സോബ്രിറ്റി വിത്തൗട്ട് എൻഡ്, സോബ്രിറ്റി ആൻഡ് ബിയോണ്ട്. ഈ രണ്ട് പുസ്തകങ്ങളും ഇന്നും ആൽക്കഹോളിക് അനോണിമസിന്റെ ഉള്ളിൽ ആളുകൾ വായിക്കുന്ന വളരെ വിലപ്പെട്ട രണ്ട് പുസ്തകങ്ങളാണ്. അത് ആയിരങ്ങൾ വായിച്ചു. ഇൻ 1948 he founded the National Clergy Conference on Alcoholism. 1948 അദ്ദേഹം നാഷണൽ ക്ലർജി കോൺഫറൻസ് ഓൺ ആൽക്കഹോളിസം, ക്ലർജി എന്ന് പറയുന്നത് നമുക്കറിയാം, അത് പുരോഹിതരുടെ ഒരു കോൺഫറൻസ് ആൽക്കഹോളിസം ആയിട്ട് അദ്ദേഹം രൂപീകരിച്ചു. ആൻ ഓർഗനൈസേഷൻ ഡിവോട്ടഡ് ടു ദ പ്രോബ്ലം ഓഫ് പ്രിയസ്റ്റ്, അതായത് ആ ഓർഗനൈസേഷൻ പുരോഹിതരുടെ പ്രശ്നം പരിഹരിക്കുന്നതാണ്. ആൻഡ് ഡയറക്ടഡ് ഫോർ മെനി ഇയേഴ്സ്. അങ്ങനെ അത് അദ്ദേഹം നയിച്ചു, ധാരാളം വർഷങ്ങൾ നയിച്ചു. ഇറ്റ്സ് പബ്ലിക്കേഷൻസ് എസ്പെഷ്യലി ആൽക്കഹോളിസം സോഴ്സ് ബുക്ക് ഫോർ പ്രിയസ്റ്റ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു പബ്ലിക്കേഷന്റെ പേര് മദ്യാസക്തി, അതായത് പുരോഹിതരുടെ ആൽക്കഹോളിസം സോഴ്സ് ബുക്ക് ഫോർ പ്രിയസ്റ്റ്, പുരോഹിതർക്കുള്ള ഒരു ബുക്കാണ് ആൽക്കഹോളിസം സോഴ്സ് എന്ന് പറയുന്നത്. ബുക്ക് ആൻഡ് ദ ആനുവൽ ബ്ലൂ ബുക്ക് മേഡ് എ ഡീപ്പ് ഇമ്പാക്ട് ഓഫ് ദ അമേരിക്കൻ കാത്തലിക് ഹൈറാർക്കി. അങ്ങനെ അദ്ദേഹം ഒരു ബ്ലൂ ബുക്ക് എല്ലാ വർഷവും ഒരു ബ്ലൂ ബുക്ക് എന്നുള്ള പേരിൽ എഴുതി പ്രസിദ്ധീകരിച്ചിരുന്നു. അത് വലിയൊരു ഇമ്പാക്ട് അമേരിക്കൻ കാത്തലിക്കുകളുടെ ഇടയിൽ, ഹൈറാർക്കികളുടെ ഇടയിൽ, അല്ലെങ്കിൽ പുരോഹിതരുടെ ഇടയിൽ വലിയ ശ്രദ്ധ ലഭിച്ചു. ഫാദർ ജോൺ സി ഫോർഡ് എസ് ഇൻ ആൻ എപ്പിലോഗ് ടു എ ന്യൂ എഡിഷൻ ഓഫ് John Doe's autobiography published after his death but planned by him says that the whole career of Father Foe can only be understood in the light of the fact that he was a pioneer. അപ്പം ജോൺ സി ഫോർഡ് എസ് ജെ എന്ന് പറയുന്ന അച്ഛൻ ഈ ഇദ്ദേഹത്തിന്റെ ഓട്ടോബയോഗ്രഫി, ആത്മകഥ പബ്ലിഷ് ചെയ്തു ആഫ്റ്റർ ഹിസ് ഡെത്ത്, അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം. അദ്ദേഹം അതിനകത്ത് പറയുന്നത് ദ ഹോൾ കരിയർ, അദ്ദേഹത്തിന്റെ മുഴുവൻ കരിയറും ഫാദർ ഫോ ക്യാൻ ഓൺലി ബി അണ്ടർസ്റ്റുഡ് ഇൻ ദ ലൈറ്റ് ഓഫ് ദ ഫാക്ട് ദാറ്റ് ഹി വാസ് എ പയനിയർ. അദ്ദേഹത്തിന്റെ ഒരു തുടക്കക്കാരനായിരുന്നു. ഹി ബ്രോക്ക് ന്യൂ ഗ്രൗണ്ട്, അദ്ദേഹം പുതിയ ഗ്രൗണ്ട് തകർത്തു. ലൈക്ക് എനി പയനിയർ ഹി മെറ്റ് ഒപ്പോസിഷൻ ആൻഡ് ഹാഡ് ടു ഹാവ് ഫോർട്ടിറ്റ്യൂഡ്. ലൈക്ക് എനി ക്രിസ്ത്യൻ ഇന്നോവേറ്റർ ഹി ഹാഡ് ടു ഹാവ് ഡീപ് ഫെയ്ത്ത്. അദ്ദേഹത്തിന്റെ പുതിയ ആശയം പുതിയ തലത്തിൽ എത്തിച്ചേർന്നു. പ്രത്യേകിച്ച് ക്രിസ്ത്യൻ ഇന്നോവേറ്റർക്ക്, അതായത് ക്രിസ്തീയമായി ചിന്തിക്കുന്നവർക്ക് അത് ആഴത്തിലുള്ള വിശ്വാസം കൊടുത്തു. ഇറ്റ് വാസ് ഫെയ്ത്ത് ആൻഡ് ഫോർട്ടിറ്റ്യൂഡ് ദാറ്റ് സസ്റ്റൈൻഡ് ഹിസ് സീൽ ഫോർ ദ സാൽവേഷൻ ഓഫ് ദ കൗണ്ട്ലെസ് സോൾസ് ഹി ഹെൽപ്ഡ്. അപ്പൊ അദ്ദേഹത്തിന്റെ വിശ്വാസം മറ്റുള്ളവർക്ക് ഒരു ആത്മീയ പ്രചോദനമായി, സുവിശേഷീകരണമായി, സാൽവേഷൻ ഓഫ് ദ കൗണ്ട്ലെസ് സോൾസ് ഓഫ് ഹെൽപ്ഡ്, അനേക ആത്മാക്കൾക്ക് അത് സഹായമായി. ബിൽ വിൽസൺ ഹാഡ് വാണ്ട് ഫാദർ ഫോർ ദാറ്റ് ഹി വുഡ് റിസീവ് ഓപ്പോസിഷൻ. അപ്പൊ ബിൽ വിൽസൺ ഈ ജോൺ ഡോഡ് പറഞ്ഞു, നീ ഒരു പക്ഷേ ഓപ്പോസിഷൻ, അതിന്റെ എതിർപ്പ് കിട്ടാം.
എതിർപ്പ് കിട്ടും. ബിൽ എ ഫൈൻ ജെന്റിൽമാൻ തോട്ട് മീ സംതിങ് ഐ ഹാവ് നെവർ ഫോർഗോട്ടൻ. അപ്പൊ ബിൽ എന്ന് പറയുന്ന വ്യക്തി, നല്ലൊരു മനുഷ്യൻ, എനിക്ക് ചില കാര്യങ്ങൾ പറഞ്ഞു തന്നു. ഫാദർ ഹി സെഡ്, ഫാദർ അദ്ദേഹം പറഞ്ഞു, അച്ഛാ യു വിൽ ഡു എ ഗ്രേറ്റ് ഡീൽ ഓഫ് ഗുഡ് ഇൻ എ ഗ്രേറ്റ് മെനി പ്ലേസ്. അപ്പൊ നീ അച്ഛാ അങ്ങ് പല നല്ല കാര്യങ്ങളും പല സ്ഥലങ്ങളിലും ചെയ്യുന്നുണ്ട്. ആസ് എ കാത്തലിക് പ്രീസ്റ്റ് ആൻഡ് ആൻ ആൽക്കഹോളിക്, ഒരു കത്തോലിക്ക പുരോഹിതനും ഒരു ആൽക്കഹോളിക്കും എന്ന നിലയിൽ യു ക്യാൻ ബി ഇൻസ്ട്രുമെന്റൽ ഇൻ ഹെൽപ്പിംഗ് ആൽക്കഹോളിക്സ് വേർ യു ഗോ. അപ്പം അത് മറ്റുള്ള ആൽക്കഹോളിക്കിന് നിങ്ങളൊരു ഇൻസ്ട്രുമെന്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ഉപകരണമായിട്ട് പ്രവർത്തിക്കണം. ബട്ട് റിമെമ്പർ ദിസ്, നിങ്ങൾ ശ്രദ്ധിക്കണം, നോ മാറ്റർ ഹൗ വെൽ യു ഡു, എത്രമാത്രം നല്ലതാണോ നീ ചെയ്യുന്നത്, നോ മാറ്റർ ഹൗ മച്ച് യു ഹെൽപ്പ് അതേഴ്സ്, എത്രമാത്രം മറ്റുള്ളവരെ നീ സഹായിക്കുന്നോ, ഓർ ഹൗ മെനി യു ഹെൽപ്പ്, എത്ര പേരെ നീ സഹായിച്ചാലും, നോ മാറ്റർ വാട്ട് യു സേ ഓർ ഹൗ യു സേ ഇറ്റ്, നീ എങ്ങനെ പറയുന്നു, എന്ത് പറയുന്നു എന്നതിനേക്കാളും, നോ മാറ്റർ വാട്ട് ഹാപ്പൻസ്, എന്ത് സംഭവിക്കുന്നതിനേക്കാളും, യു കാണ്ട് ആൻഡ് വോണ്ട് പ്ലീസ് എവരി വൺ, നിനക്ക് എല്ലാവരെയും ഒരിക്കലും സന്തോഷിപ്പിച്ച് നിർത്താൻ കഴിയില്ല. വേർ യു ഗോ ആൻഡ് വട്ട് എവർ യു ഡു, നീ എവിടെയൊക്കെ പോയി എന്തൊക്കെ ചെയ്താലും, someone will find a way to criticize you, ആരെങ്കിലും നിന്നെ എതിർത്ത് സംസാരിക്കും. someone will find a way to criticize you, അവരെല്ലാം നിന്നെ എതിർത്ത് സംസാരിക്കുന്ന ഒരു വഴി കണ്ടെത്തും. യു മസ്റ്റ് ടേക്ക് ദ ക്രിറ്റിസിസം, അതുകൊണ്ട് തന്നെ നീ ഇത്തരം വിമർശനങ്ങൾ സ്വീകരിക്കണം. നോ മാറ്റർ ഹൗ അൺജസ്റ്റിഫൈഡ്, നിനക്ക് ഒരു പക്ഷെ തോന്നിയേക്കാം ഇത് നീതീകരിക്കാവുന്നതല്ല, ക്രിറ്റിസിസം അല്ലെങ്കിൽ വിമർശനങ്ങൾ നീതീകരിക്കാവുന്നതല്ല, വിത്ത് ടോളറൻസ് ആൻഡ് ഫോർബറൻസ്. അപ്പൊ സഹനത്തിന്റെയും മറക്കലിന്റെയും ഇത് ആവശ്യമുള്ളതാണ്. റിമെമ്പർ ദാറ്റ് റിസെന്റ്മെന്റ്സ് ക്യാൻ ലീഡ് ടു ട്രബിൾ, അത് നീ ഒരു കാര്യം ശ്രദ്ധിക്കണം, നീരസം നിന്നെ പ്രശ്നത്തിലാക്കും. സോ യു മസ്റ്റ് വർക്ക് ഡബിളി ഹാർഡ് നോട്ട് ടു ഹാർബർ ദം, അതായത് കൊണ്ട് തന്നെ നീ നീ അതികഠിനമായി പരിശ്രമിക്കണം, അതിനെ ഹാർബർ ദം, അതിനെ പൊതിഞ്ഞു സൂക്ഷിക്കരുത്. ഡോണ്ട് ഈവർ ലെറ്റ് എനിത്തിങ് ബോദർ യു, അതുകൊണ്ട് തന്നെ ഇത്തരം റെസെന്റ്മെന്റ് ഒരിക്കലും, ഇത്തരം നീരസങ്ങൾ ഒരിക്കലും നിന്നെ ബോദർ ചെയ്യിപ്പിക്കരുത്. ഐ ഹാവ് ടേക്കൺ ക്രിറ്റിസിസം ഫ്രം അൺഎക്സ്പെക്ടഡ് സോഴ്സസ്. അപ്പോൾ പലപ്പോഴും അത് ജോണ്ടോ അവൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സ്ഥലങ്ങളിൽ പോലും വിമർശനങ്ങൾ നേരിടേണ്ടി വന്നു. മെനി ടൈംസ്, പലപ്പോഴും, സിൻസ് വി ബിഗാൻ ദിസ് പ്രോഗ്രാം, അതായത് അദ്ദേഹം തുടങ്ങിയപ്പോൾ, ആൻഡ് സോ വിൽ യു, അതായത് ബിൽ ഡബ്ല്യു പറയുന്നതാണ്, ഐ ഹാവ് ടേക്കൺ ക്രിറ്റിസിസം, എനിക്ക് ധാരാളം വിമർശനങ്ങൾ നേരിടേണ്ടി വന്നു. അൺഎക്സ്പെക്ടഡ് സോഴ്സസ്, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തലങ്ങളിൽ പോലും. മെനി ടൈംസ്, ധാരാളം സമയം. സിൻസ് വി ബിഗാൻ ദിസ് പ്രോഗ്രാം, അതായത് ഞാൻ ഈ പ്രോഗ്രാം തുടങ്ങുമ്പോൾ, ആൻഡ് സോ വിൽ യു, അതുകൊണ്ട് തന്നെ നിനക്കും അത് കിട്ടും. ജസ്റ്റ് ലെറ്റ് ഇറ്റ് റോൾ ഓഫ് യുവർ ബാക്ക്, അതുകൊണ്ട് തന്നെ അത് ഉരുട്ടി നിന്റെ പുറകിലേക്ക് ഇടണം. ലൈക്ക് വാട്ടർ ഓഫ് എ ഡക്സ്, അതായത് ഒരു താറാവ് തുഴഞ്ഞു പോകുമ്പോൾ അതിന്റെ പുറകിലേക്ക് വെള്ളം പോകുന്നത് പോലെ അങ്ങനെ പറഞ്ഞു. ആൻഡ് യു വിൽ ബി ഓൾ റൈറ്റ്, അങ്ങനെ നീ ചെയ്യുവാണെങ്കിൽ നീ സുരക്ഷിതനായിരിക്കും. വൈൽ ഫാദർ ജോൺ ഡോ ഒബ്വിയസ്ലി ഹാഡ് ഗ്രേറ്റ് അഫെക്ഷൻ ഫോർ ബിൽ വിൽസൺ, അതുകൊണ്ട് തന്നെ ബിൽ വിൽസണും ഫാദർ ജോൺ ഡോയും വലിയ ഒരു ബന്ധമുണ്ടായിരുന്നു. ഹി അപ്പാരന്റ്ലി ഡിഡ് നോട്ട് ഓൾവേസ് എഗ്രി വിത്ത് ഹിം, അദ്ദേഹം പലപ്പോഴും ബിൽ ഡബ്ല്യുവിനെ കൂടുതൽ എല്ലാ കാര്യങ്ങളിലും എഗ്രി ചെയ്യുമായിരുന്നില്ല. 4 o'clock ഓൺ സൺഡേ ആഫ്റ്റർനൂൺ, അതായത് ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ് 4 മണിക്ക്, ജൂലൈ 3, 1955 അറ്റ് ദ ഇന്റർനാഷണൽ എ കൺവെൻഷൻ, അതായത് നമ്മളിപ്പോൾ സംസാരിക്കുന്ന കംസ് ഓഫ് ഏജിന്റെ കൺവെൻഷൻ നടന്ന സമയത്ത്, അതായത് കംസ് ഓഫ് ഏജിൽ അത് പറയുന്നുണ്ട്. അപ്പോൾ റിക്കവറിയെ പറ്റി പറയുമ്പോൾ, അപ്പോൾ കൺവെൻഷൻ ഇൻ സെന്റ് ലൂയിസിലെ കൺവെൻഷനിൽ വെച്ച് വാസ് എ വാട്ടർ ഷെഡ് മൂവ്മെന്റ് ഓഫ് ദ ഹിസ്റ്ററി ഓഫ് ആൽക്കഹോളിസം. അത് ഒരു കുത്തൊഴുക്കായിരുന്നു, അതായത് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ചരിത്രത്തിലെ തന്നെ വലിയ ഒരു കുത്തൊഴുക്കായിരുന്നു. ദ 5th ജനറൽ സർവീസ് കോൺഫറൻസ് മെറ്റ് ഡ്യൂറിംഗ് ദ കൺവെൻഷൻ, അവിടെ വെച്ചാണ് 5ാമത്തെ ജനറൽ സർവീസ് കോൺഫറൻസ് നടക്കുന്നത്, ആ കൺവെൻഷൻ. ദിസ് മാർക്ക്ഡ് ദ എൻഡ് ഓഫ് ദ 5-year ട്രയൽ പീരീഡ് ഓഫ് ദ കോൺഫറൻസ്. ഈ കൺവെൻഷനിൽ വെച്ചാണ് 5 വർഷത്തെ ട്രയൽ പീരീഡ്, അതായത് നമ്മൾ ഇന്ന് കാണുന്ന GSO കോൺഫറൻസിന്റെ ട്രയൽ പീരീഡ് അവസാനിക്കുന്ന ട്രയൽ പീരീഡ്, അതായത് പിന്നീടാണ് അത് ഇംപ്ലിമെന്റ് ചെയ്തത്. അപ്പൊ അതുവരെ 5 വർഷം ട്രയൽ ആയിരുന്നു. ആ ട്രയൽ പീരീഡ് അവസാനിക്കുന്ന കൺവെൻഷൻ കൂടിയായിരുന്നു അത്. ബിൽ വിൽസൺ ഹാഡ് കമ്പൈൻഡ് ഫോർ ദ കോൺഫറൻസ് വിഗറസ്ലി. അപ്പോ ഇദ്ദേഹം ബിൽ വിൽസണും അത് ആ കോൺഫറൻസിൽ പങ്കുചേർന്നു. ബട്ട് ഫാദർ ജോൺ ഡോ ഹു വാസ്
ഇൻഫ്ലുവൻഷ്യൽ. അത് ജോൺ ഡോയും അദ്ദേഹത്തിന് അതിന്റെ ഇൻഫ്ലുവൻസർ ആയിരുന്നു. ത്രൂ കോൺട്രവേഴ്സ്യൽ ഹാർഡ് അനൗൺസ്ഡ് ഹി വാസ് ഗോയിങ് ടു റൈസ് ആൻഡ് സ്പീക്ക് അഗൈൻസ്റ്റ് ഇറ്റ്. അപ്പൊ അദ്ദേഹത്തിന് ജോൺ ഫാദർ പറഞ്ഞു, ഞാൻ അതിനെ എതിർത്ത് സംസാരിക്കാൻ പോകുന്നു. വെൻ ബിൽ പ്രസന്റഡ് ഹിസ് റെസൊല്യൂഷൻ ആൻഡ് എ വോട്ട് ഓഫ് അപ്രൂവൽ വാസ് റിക്വസ്റ്റഡ്. അപ്പൊ ബില്ല് ഈ പറയുന്ന കോൺഫറൻസിന്റെ ആ കാര്യങ്ങൾ പ്രസന്റ് ചെയ്യുകയും വോട്ടിന് വേണ്ടി അപ്രൂവലിന് വേണ്ടി വോട്ടിന് വേണ്ടി റിക്വസ്റ്റ് ചെയ്തപ്പോൾ റിപ്പോർട്ടഡ് നെൽവിങ്ങിന്റെ അഭിപ്രായപ്രകാരം, നമുക്കറിയാം നമ്മുടെ സെക്രട്ടറി ആയ നെൽവിങ്ങിന്റെ അഭിപ്രായപ്രകാരം വി ഫ്രം ദ ഓഫീസ് സാറ്റ് വിത്ത് ബെയ്റ്റഡ് ബ്രീത്ത്, അതായത് അടക്കി പിടിച്ച ശ്വാസത്തോടുകൂടി ഞങ്ങൾ ഇരിക്കുകയായിരുന്നു. ബട്ട് ഫാദർ ഫോർ ഡിഡ് നോട്ട് ഒബ്ജക്ട് വിത്ത് ദ റെസൊല്യൂഷൻ പാസ്ഡ്. അദ്ദേഹം ഒന്നും ഒബ്ജക്റ്റ് ചെയ്തില്ല, എതിർത്ത് സംസാരിച്ചില്ല. അപ്പോൾ ആ റെസൊല്യൂഷൻ അങ്ങനെ പാസ്സായി. ടെക്സ് ബ്രൗൺ, who died October 5, 2000, told me this story at the International Convention in Minneapolis a few months before his death. I asked him to write it for the AA history buffs. ഇവിടെ ഈ ചരിത്രകാരൻ പറയാണ്, ടെക്സ് ബ്രൗൺ എന്ന് പറയുന്ന AA മെമ്പർ October 5, 2000 അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹം ഈ കഥ എന്നോട് പറയുകയും അതായത് ഇന്റർനാഷണൽ കൺവെൻഷൻ ഇൻ മെനോപോളിസിൽ വെച്ച് മരിക്കുന്നതിന് തൊട്ട് മുമ്പ് അദ്ദേഹം പറയുകയും അങ്ങനെ ഈ കഥ നിങ്ങൾ AA ഹിസ്റ്ററിയുടെ ചരിത്രത്തിലേക്ക് അല്ലെങ്കിൽ AAയുടെ ചരിത്രത്തിലേക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഓഫീസിലേക്ക് എഴുതണമെന്ന് ആവശ്യപ്പെടുകയാണ്. ടെക്സ് അറ്റൻഡ് ദ ഫസ്റ്റ് ഇന്റർനാഷണൽ AA കൺവെൻഷൻ ഇൻ ക്ലേവ്ലാൻഡ് 1950. അദ്ദേഹം 1950 ക്ലേവ്ലാൻഡിലെ ആദ്യത്തെ കൺവെൻഷനിൽ പങ്കെടുത്ത ആളാണ്. ഹി ടോൾഡ് മീ അറ്റ് ദ സ്പിരിച്വൽ മീറ്റിംഗ് ഓൺ സൺഡേ മോർണിംഗ് ദ മെയിൻ സ്പീക്കേഴ്സ് ടോപ്പിക്. അദ്ദേഹം അദ്ദേഹത്തിന്റെ ആത്മീയ മീറ്റിങ്ങിനെ കുറിച്ച്, അവിടുത്തെ ആത്മീയ മീറ്റിങ്ങിനെ കുറിച്ച്, അതായത് ഞായറാഴ്ച രാവിലെയുള്ള ആത്മീയ മീറ്റിങ്ങിനെ കുറിച്ച് സംസാരിച്ചു. Topic dealt with the idea that the alcoholic was to be the instrument that the God would use to regenerate and save the world. അപ്പം അവിടുത്തെ മോർണിംഗ് സബ്ജക്റ്റ് ഇതായിരുന്നു, അതായത് ദൈവം ആൽക്കഹോളിക്കിലെ ഒരു ഉപകരണമായിട്ട് പ്രവർത്തിപ്പിക്കുന്നു, അവൻ റീജനറേറ്റ്, വീണ്ടും പുനർജനിക്കാനും, സേവ് ദ വേൾഡ്, അതായത് ഈ ലോകത്തെ മുഴുവൻ രക്ഷിക്കാൻ. ഹി എക്സ്പോണ്ടഡ് ദ ഐഡിയ ദാറ്റ് ആൽക്കഹോളിക്സ് വെർ ഗോഡ്സ് ചൂസൺ പീപ്പിൾ. അപ്പം അദ്ദേഹം അവിടെ വെച്ചിട്ട് ആൽക്കഹോളിക്കുകൾ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട ആളുകളാണെന്നും, ആൻഡ് ഹി വാസ് സ്റ്റാർട്ടിംഗ് ടു ടോക്ക് അബൌട്ട് AA ബീങ് ദ തേർഡ് കോവനന്റ് വെൻ ഹി വാസ് ഇന്ററപ്റ്റഡ് ബൈ ഷൗട്ടഡ് ഒബ്ജക്ഷൻസ് ഫ്രം ദ ബാക്ക് ഓഫ് ദ റൂം. അപ്പം AAയെ കുറിച്ച് കൂടുതൽ വളരെ ഭംഗിയായി അദ്ദേഹം വിശദീകരിച്ചു. അപ്പോൾ പക്ഷെ അത് പലപ്പോഴും പല ആളുകളും ആ റൂമിന്റെ ബാക്കിൽ നിന്ന് ഷൗട്ട് ചെയ്തു. ദ ഒബ്ജക്ടർ ഹു ടേൺഡ് ഇൻ ഔട്ട് ടു ബി എ സ്മോൾ കാത്തലിക് പ്രീസ്റ്റ് വുഡ് നോട്ട് ബി എ ഹാർഷ്ഡ് അപ്പ്. അതൊരു കാത്തലിക് പ്രീസ്റ്റ് ആയിരുന്നു. ദർ വാസ് ചാവോസ് ആൻഡ് എംബാരസ്മെന്റ് വാസ് ദ മീറ്റിംഗ് വാസ് ക്വിക്ലി അഡ്ജോർൺഡ്. അപ്പൊ അവിടെ ചില ശബ്ദകോലാഹലങ്ങൾ ഉണ്ടായതുകൊണ്ട് മീറ്റിംഗ് പെട്ടെന്ന് പിരിച്ചുവിട്ടു. ഐ വാസ് അപ്സെറ്റ് ആൻഡ് ഇൻ ഫുള്ളി സിമ്പതി വിത്ത് ദ പുവർ സ്പീക്കർ. അപ്പൊ എനിക്ക് ആ സ്പീക്കറോട് സിമ്പതി തോന്നി. ഐ ഡിഡ് നോട്ട് റിയലൈസ് ഇറ്റ് അറ്റ് ദാറ്റ് ടൈം. എനിക്ക് ആ സമയത്ത് മനസ്സിലായി. ബട്ട് ഐ ഹാഡ് സീൻ ഫാദർ ഫോ ഇൻ ആക്ഷൻ ആൻഡ് ഫാദർ ഫോ വാസ് റൈറ്റ്. അപ്പൊ അദ്ദേഹം ആക്ഷൻ ചെയ്തു, അദ്ദേഹം റൈറ്റ് ആയിരുന്നു. ഐ ഹാഡ് ഹിയർഡ് ദ ഗ്രൂപ്പ് കോൺഷ്യസ് ആൻഡ് ഐ റിജക്റ്റഡ് ഇറ്റ്. അപ്പൊ അദ്ദേഹം ഗ്രൂപ്പിന്റെ മനസാക്ഷി കേട്ടു, ഞാൻ അത് തീർച്ചയായിട്ടും. ബിൽ ടോൾഡ് ദ സ്റ്റോറി ലൈക്ക് ദിസ്. അപ്പൊ ബില്ല് ഈ കാര്യം പറയുന്നത് ഇങ്ങനെയാണ്. ഓൺ സൺഡേ മോർണിംഗ് വി ലിസൺ ടു എ പാനൽ ഓഫ് 4 AAs. അതായത് ഞായറാഴ്ച രാവിലെ ഞങ്ങൾ ഒരു 4 അംഗങ്ങളടങ്ങിയ ഒരു പാനലിനെ കേട്ടു. ഹു പോർട്രേഡ് ദ സ്പിരിച്വൽ സൈഡ് ഓഫ് ആൽക്കഹോളിസം അനോണിമസ്. അതുപോലെ ആൽക്കഹോളിസം അനോണിമസിന്റെ ആത്മീയ വശം വരച്ചു ചേർത്തു. ആസ് ദേ അണ്ടർസ്റ്റുഡ് ഇറ്റ്, അവർക്ക് മനസ്സിലാകുന്നത് പോലെ. എ ഹാഷ് ഫെൽഡ് അപ്പോൺ ദ ക്രൗഡ് ആസ് വി പോസ്ഡ് ഫോർ എ മൊമെന്റ് ഓഫ് സൈലൻസ്. അപ്പോ പുറകിൽ നിന്നൊരു ശബ്ദം കേട്ടു. ഞങ്ങൾ ഒരു മിനിറ്റ് അവിടെ സൈലന്റ് ആയി. ദെൻ കെയിം ദ സ്പീക്കർ ഏണസ്റ്റ് ആൻഡ് കെയർഫുള്ളി പ്രിപ്പയർഡ് ഓൾ ഓഫ് ദം. അപ്പോൾ ഈ പറയുന്ന സ്പീക്കർ അവർക്ക് വളരെ ശ്രദ്ധാപൂർവം ഇത് പ്രിപ്പയർഡ് ഓൾ ഓഫ് ദം, അതിനെ ഈ കാര്യങ്ങളെ പറ്റി വിശദീകരിച്ചുകൊണ്ട് അവരെ പ്രിപ്പയർ ചെയ്തു. ഐ കനോട്ട് റീകോൾ ഓൺ ആൻ AA ഗാദറിംഗ് വേർ ദ അറ്റൻഷൻ വാസ് മോർ കംപ്ലീറ്റ് ഓർ ദ ഡിവോഷൻ ഡീപ്പർ. അപ്പൊ ഞാനത് ഓർക്കുന്നില്ല, അത് പൂർണ്ണമായി ശ്രദ്ധിച്ചിരുന്നോ എന്നൊന്നും ഞാൻ ഓർക്കുന്നില്ല. യെറ്റ് സം തോട്ട് ദാറ്റ് ദോസ് ട്രൂലി എക്സലന്റ് സ്പീക്കർ ഹാഡ് ഇൻ ദർ enthusiasm യൂണിയൻലി ക്രിയേറ്റഡ് എ ബിറ്റ് ഓഫ് പ്രോബ്ലം. പക്ഷെ ഈ സ്പീക്കറിന്റെ ഈ ഇത്തരം വലിയ enthusiasm, വളരെ ഉത്സാഹപൂർണമായ കാര്യങ്ങൾ പറയുമ്പോൾ അവിടെ ഒരു പ്രശ്നം വന്നു. ഇറ്റ് വാസ് എ ഫെൽറ്റ് ദ മീറ്റിംഗ് ഹാഡ് ഗോൺ ഓവർ ഫാർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് റിലീജിയസ് കമ്പാരിസൺ
ഫിലോസഫി ആൻഡ് ഇന്റർപ്രിട്ടേഷൻ. കാരണം ഈ സ്പിരിച്വാലിറ്റിയെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ അവർ പലപ്പോഴും മതപരമായ കാര്യങ്ങളോട് കമ്പാരിസൺ ചെയ്യാൻ തുടങ്ങി. ചില തത്വശാസ്ത്രങ്ങൾ ഇടപെട്ടു. അത് ചില വ്യാഖ്യാനങ്ങളുണ്ട്. വെൻ ബൈ ഫെയിം ലോങ് സ്റ്റാൻഡിംഗ് ട്രഡീഷൻ വി AIS ഹാഡ് ഓൾവേസ് ലെഫ്റ്റ് സച്ച് ക്വസ്റ്റ്യൻസ് സ്ട്രിക്ട്ലി ടു ദ ചൂസൺ ഫെയ്ത്ത് ഓഫ് ഈച്ച് ഇൻഡിവിജ്വൽ. കാരണം നമ്മൾ ദൈവവിശ്വാസം അല്ലെങ്കിൽ പറയുന്ന ഈ ബിലീഫിനെ ഓരോ അംഗങ്ങളുടെയും ചൂസൺ ഫേസ് ആണ്. അവർ വിശ്വസിക്കുന്ന, അവർ തെരഞ്ഞെടുക്കുന്ന വിശ്വാസമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ അതുകൊണ്ട് തന്നെയാണ് സ്റ്റാൻഡിങ് ട്രഡീഷൻ, അതായത് നമ്മുടെ പാരമ്പര്യത്തിൽ എഴുന്നേറ്റ് നിൽക്കുന്നത്. വി AIS ഹാഡ് ഓൾവേസ് ലെഫ്റ്റ് സച്ച് ക്വസ്റ്റ്യൻസ്. അതുകൊണ്ട് തന്നെ ഈ തരത്തിലുള്ള കാര്യങ്ങൾ ഒരു ഗ്രൂപ്പിൽ വളരെയധികം നമ്മൾ ചർച്ച ചെയ്യാറില്ല. അതൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പല സ്പീക്കർമാരും പറയുന്നത് കേട്ടിട്ടുള്ളതാണ്. അപ്പോൾ വൺ മെമ്പർ റോസ് വിത്ത് എ വേർഡ് ഓഫ് കോഷൻ. ഇപ്പോൾ ഒരു അംഗം ഒരു ശ്രദ്ധയോടുകൂടി എണീറ്റ് ചെയ്യുന്നു. ആസ് ഐ ഹിയർഡ് ഹിം ഐ തോട്ട് വാസ് വാട്ട് എ ഫോർച്ചുനേറ്റ് ഒക്കുറൻസ്. എന്തൊരു വിധിയാണിത്, എന്താണ് ഈ സംഭവിക്കുന്നത്? How well we shall always remember that AI is never to be thought of as a religion. നമ്മൾ എന്തുകൊണ്ടാണ് ഓർക്കാത്തത്? നമ്മളൊരു മതപരമായിട്ട് വിശദീകരിക്കേണ്ട, പഠിപ്പിച്ചു കൊടുക്കേണ്ട ഒരു സ്ഥലമല്ല. How firmly we shall insist that AI membership cannot depend upon any particular belief whatever. എന്തൊക്കെ തന്നെയായാലും ഏതൊക്കെ തന്നെയായാലും ഒരു പ്രത്യേക വിശ്വാസത്തിൽ മാത്രം ഊന്നി നിൽക്കേണ്ടതല്ല നമ്മുടെ മെമ്പർഷിപ്പ്. അങ്ങനെ നമ്മൾ ഇൻസിസ്റ്റ് ചെയ്യരുത്. നമ്മളങ്ങനെ വേർതിരിച്ചു വെക്കരുത്. That our 12 steps contain no article of religious faith except faith in God. അതുകൊണ്ട് തന്നെ നമ്മുടെ 12 പടികളിൽ എപ്പോഴും ഒരു റിലീജിയസ് ആയിട്ടുള്ള, മതപരമായിട്ടുള്ള ഒരു ആർട്ടിക്കിളും ഇല്ല. നമ്മളെപ്പോഴും ഫെയ്ത്തിനെ പറ്റിയാണ്. ഫെയ്ത്ത് എക്സെപ്റ്റ് ഫെയ്ത്ത് ഇൻ ഗോഡ്. ഫെയ്ത്ത്, റിലീജിയസ് ഫെയ്ത്തിനേക്കാളും നമ്മൾ കൊടുക്കുന്നത് ഫെയ്ത്ത് ഇൻ ഗോഡ് എന്നാണ്. അപ്പൊ അത് എന്തുവാകാം, ആസ് ഈച്ച് ഓഫ് us അണ്ടർസ്റ്റാൻഡ് ഹിം. അതായത് നമ്മൾ ഓരോരുത്തരും അവനെ വിശ്വസിക്കുന്നത് പോലെ. ഹൗ കെയർഫുള്ളി വി ഷാൽ henceforth avoid any situation. അതുകൊണ്ട് ഇത്തരത്തിലുള്ള വളരെ ശ്രദ്ധാപൂർവമായി കൈകാര്യം ചെയ്യേണ്ട സാഹചര്യങ്ങളെ which could possibly lead us to debate matters of personal religious belief. അതായത് ഇത്തരം സാഹചര്യങ്ങൾ നമ്മൾ സൃഷ്ടിച്ചെടുക്കും. അതായത് നമ്മൾ റിലീജിയസ് മാറ്റർ സംസാരിക്കുമ്പോൾ, ഏതെങ്കിലും ഒരു ഫിലോസഫിയിൽ നിന്ന് സംസാരിക്കുമ്പോൾ, ഒരു സുവിശേഷ പ്രഘോഷകനെ പോലെ സംസാരിക്കുമ്പോൾ നമ്മളൊരു ഡിബേറ്റിലേക്ക് നമ്മളെ തന്നെ തള്ളിവിടാൻ സാധ്യതയുണ്ട്. മാറ്റർ ഓഫ് പേഴ്സണൽ റിലീജിയസ് ബിലീഫ്. അത് ചിലപ്പോൾ അവരുടെ മതപരമായ വിശ്വാസത്തെ പോലും നമ്മൾ ചോദ്യം ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത്തരം സംഭാഷണങ്ങൾ നമ്മളെ അങ്ങനെ തള്ളിവിടരുത് എന്ന് അയാൾ പറയാണ്. ഹി വാസ് എ റോമൻ കാത്തലിക് പ്രീസ്റ്റ്. അങ്ങനെ ആർഗ്യൂ ചെയ്തത് നമുക്കറിയാം. ജോൺ ഡോയാണ് അത് ആർഗ്യൂ ചെയ്യുന്നത്. ജോൺ ഡോയാണ് അതിന് ഫോർ മെനി ഇയേഴ്സ് ഹി ഡൗട്ടഡ് ദ വാലിഡിറ്റി ഓഫ് ഹിസ് പ്രീസ്റ്റ്ഹുഡ്. അതായത് ധാരാളം വർഷം ജോൺ ഡോ സംശയിച്ച്, എൻ്റെ ഒരു പൗരോഹിത്യത്തിന് എന്താണ് വില? ഹി ഹാഡ് നോട്ട് ചൂസൺ ഇറ്റ്. അവൻ ഒരിക്കലും തെരഞ്ഞെടുത്തതല്ല. ഹിസ് മദർ വാണ്ടഡ് ഹിം ടു ബി എ പ്രീസ്റ്റ് ഫ്രം ദ ഡേ ഹി വാസ് ബോൺ ആൻഡ് വുഡ് ഫ്രീക്വന്റ്ലി ഇൻട്രൊഡ്യൂസ് ഹർ ലിറ്റിൽ ബോയ് ബൈ സെയിങ് ദിസ് ഈസ് റാൽഫ്, ഹി ഈസ് ഗോയിങ് ടു ബി എ പ്രീസ്റ്റ്. അതായത് ഈ പൗരോഹിത്യം ജോൺ ഡോ ഒരിക്കലും തെരഞ്ഞെടുത്തതല്ല, അവന്റെ അമ്മയുടെ ആഗ്രഹമാണ്. ജനിച്ച നാൾ മുതൽ അവൾ ഫ്രീക്വന്റ്ലി ആയിട്ട്, എപ്പോഴും തുടർച്ചയായി മറ്റുള്ളവരെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നത്, ഈ കുഞ്ഞു കുട്ടിയെ നോക്കി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, ദിസ് ഈസ് റാൽഫ്, ഇത് റാൽഫാണ്. ഹി ഈസ് ഗോയിങ് ടു ബി എ പ്രീസ്റ്റ്, ഇവൻ ഒരു പുരോഹിതനാകാൻ പോവുകയാണ്. ഹി വാസ് അൺഷുവർ ഹി വാണ്ടഡ് ടു ബി എ പ്രീസ്റ്റ്. അവന് ഒരിക്കലും ഉറപ്പുണ്ടായിരുന്നില്ല അവനൊരു പുരോഹിതനാകണമെന്ന്. ആൻഡ് ഫോർ മെനി ഇയേഴ്സ്, തുടർച്ചയായിട്ടുള്ള ധാരാളം വർഷങ്ങളിൽ, എസ്പെഷ്യലി ഡ്യൂറിങ് ഹിസ് പീരിയഡ്സ് ഇൻ സാനിറ്റോറിയം, പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ സാനിറ്റോറിയം പീരീഡ്. നമുക്കറിയാം, സാനിറ്റോറിയം എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ചികിത്സാ കേന്ദ്രത്തിന് അല്ലെങ്കിൽ മദ്യാസക്തരുടെ ചികിത്സാ കേന്ദ്രങ്ങളെ ആദ്യമേ വിളിച്ചിരുന്നത് സാനിറ്റോറിയം. മദ്യാസക്തി എന്നല്ല, ഏത് അഡിക്ഷനെയും കെട്ടിപ്പൂട്ടപ്പെട്ട അവസ്ഥയിൽ അല്ലെങ്കിൽ മുറിയിലാക്കപ്പെട്ട അവസ്ഥയിൽ ഇടുന്ന ഒരു സ്ഥലത്തെയാണ് സാനിറ്റോറിയം. ആൻഡ് ഡ്യൂറിങ് ദ വേഴ്സ്റ്റ് പീരീഡ് ഓഫ് ഹിസ് ആൽക്കഹോളിസം, അതായത് അദ്ദേഹത്തിന്റെ ധാരാളം സാനിറ്റോറിയം സഭകളിലും അദ്ദേഹത്തിന്റെ ആൽക്കഹോളിസത്തിന്റെ ഏറ്റവും മോശമായ സമയത്തും ഹി കണ്ടിന്യൂഡ് ടു ഡൗട്ട് ദ വാലിഡിറ്റി ഓഫ് ഹിസ് ഓർഡിനേഷൻ. അദ്ദേഹം എപ്പോഴും ഈ പൗരോഹിത്യ സ്വീകരണത്തെ വളരെ സംശയാസ്പദമായി വീക്ഷിച്ചിരുന്നു. ബട്ട് ദ ഇമീഡിയറ്റ്ലി കെയിം ടു ബിലീവ് ദാറ്റ്, പിന്നീട് അദ്ദേഹം ആ വിശ്വാസത്തിലേക്ക് കടന്നു വന്നു. ദാറ്റ് ത്രൂ ഹി ഹാഡ് നോട്ട് ചൂസൺ ദ പ്രീസ്റ്റ്ഹുഡ്, ഹി വാസ് ചൂസൺ ഫോർ ഇറ്റ്.
അതായത് അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടതെല്ലാം അദ്ദേഹത്തിനെ തെരഞ്ഞെടുത്തതാണ്. ഫാദർ ഫോർഡ് റോട്ട് ഓഫ് അറ്റ് ദി സെൻഡ് ഓഫ് ഹിസ് എപ്പിലോഗ്. അതായത് അദ്ദേഹത്തിന്റെ ജീവചരിത്രമായ ഫോർഡ് എഴുതിയ ഫാദർ ഫോർഡ് എഴുതുന്നത് ಮಾಡ್ತಾ ഞാൻ മ്യൂട്ട് ചെയ്യാവോ? ദോസ് ഹു ന്യൂ ഫാദർ റാൽഫ് വെസ്റ്റ്. അദ്ദേഹം പറഞ്ഞു ഫാദർ റാൽഫ് ബെസ്റ്റ് ആണ്. ദോസ് ഹു ന്യൂ ഹിം വെൻ ഹി വാസ് സിക്ക്. അദ്ദേഹം രോഗിയായിരുന്നപ്പോൾ എനിക്കറിയാം. ആൻഡ് വെൻ ഹി വാസ് വെൽ, അദ്ദേഹത്തിന് സുഖപ്പെട്ടപ്പോഴും എനിക്കറിയാം. ദോസ് ഹു സോ അറ്റ് ഫസ്റ്റ് ഹാൻഡ് ദ എവിഡൻസ് ഓഫ് ഹിസ് ഡിവോഷൻ ടു ദ കോസ് ഓഫ് ക്രൈസ്റ്റ്. അപ്പം ക്രിസ്തുവിന്റെ സഹായത്താൽ അല്ലെങ്കിൽ ആ ദൈവ സഹായത്താൽ അദ്ദേഹത്തിന് ലഭിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഹി ഓൾവേസ് സോ ക്രൈസ്റ്റ്. അപ്പൊ മറ്റ് മധ്യാസക്തിയിൽ അദ്ദേഹം ക്രിസ്തുവിനെ കാണാൻ തുടങ്ങി. ആൻഡ് ഡിസ്പൈറ്റ് ദ സെവറസ്റ്റ് ട്രയൽസ് ദാറ്റ് ഡിപ്രഷൻ ക്യാൻ ഇൻഫ്ലിസിറ്റ്. അദ്ദേഹത്തിന്റെ വലിയ ഡിപ്രഷന്റെ സമയത്ത് പോലും ഈ വർക്ക് അദ്ദേഹത്തിന് സഹായിച്ചു. ആർ ദ ഓൺലി വൺസ് ഹു ഹാവ് എ റൈറ്റ് ടു എസ്റ്റിമേറ്റ് ദ അക്കംപ്ലിഷ്മെന്റ് ഓഫ് ഹിസ് ലൈഫ്സ് വർക്ക്. അപ്പൊ അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ പൂർണ്ണത കൈവന്നത് അപ്പോഴാണ്. ഫോർച്ചുനേറ്റ്ലി ദിസ് അക്കംപ്ലിഷ്മെന്റ് ലൈവ് ഓൺ ദ ഓർഗനൈസേഷൻ ഹി ഫൗണ്ടഡ് ആൻഡ് in the countless lives of those who found sobriety and peace under God through Ralph. അതായത് ജോൺ റോഡ് സഹായത്താൽ ധാരാളം ആളുകൾ സുബോധാവസ്ഥയിലേക്ക് എത്തുകയും എണ്ണിയാൽ ഒടുങ്ങാത്ത ആളുകൾ സുബോധാവസ്ഥയിലും സമാധാനത്തിലും ജീവിക്കുകയും ചെയ്തു. അങ്ങനെ ദൈവം റാൽഫിനെ തെരഞ്ഞെടുക്കപ്പെടും. മേ ഹിസ് കറേജസ് സോൾ റെസ്റ്റ് ഇൻ പീസ്. അപ്പൊ അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ ജീവിതം റെസ്റ്റ് ഇൻ പീസ് നടക്കട്ടെ എന്നാണ്. അപ്പൊ നമുക്കറിയാം ഈ ഫാദർ ജോൺ ഡോയ്ക്ക് ഒരുപാട് പുസ്തകങ്ങളുണ്ട്. നമ്മൾ ആദ്യം വായിച്ചു ദ ഗോൾഡൻ ബുക്ക് സീരീസ്. ദ ഗോൾഡൻ ബുക്ക് സീരീസ് കമ്പോസ്ഡ് ഓഫ് 14 ബുക്ക്ലെറ്റ് റിട്ടൺ ബൈ ദ ലേറ്റ് ഫാദർ റാഫ്. അപ്പൊ ഈ ഫാദർ റാഫിന്റെ ഗോൾഡൻ ബുക്ക് സീരീസിൽ പെട്ട 14 പുസ്തകങ്ങളുണ്ട്. ജോൺ ഡോ ഹു വാസ് ആൻ ഇമ്മൻസ് പോപ്പുലർ ലെക്ചറർ ആൻഡ് ഓതർ. അദ്ദേഹം ഒരു പഠിപ്പിക്കുന്ന ആളും അദ്ദേഹം ഒരു എഴുത്തുകാരൻ കൂടിയായിരുന്നു. ദിസ് treasured booklet offer thoughtful positive advice on almost every human experience. ഇപ്പൊ ഈ പുസ്തകം വായിക്കുന്ന ഒരാൾക്ക് ധാരാളം ചിന്തകൾ നൽകുകയും പോസിറ്റീവ് അഡ്വൈസ് നല്ലൊരു ഉപദേശം കിട്ടുകയും ഓൾമോസ്റ്റ് എവറി ഹ്യൂമൻ എക്സ്പീരിയൻസ് എല്ലാ മനുഷ്യ അനുഭവങ്ങളിലും അത് നമുക്ക് സഹായമായി. ഹെൽപ്ഫുൾ ഇൻ എക്സാമിനിങ് ക്യാരക്ടർ ഡിഫക്ട്സ് ഓർ ഇൻ എക്സ്പ്ലോറിംഗ് ദ റിലം ഓഫ് സ്പിരിച്വാലിറ്റി. അതായത് നമ്മളുടെ സ്വഭാവ ദൂഷ്യങ്ങളെ പറ്റി പഠിക്കാനും നമ്മുടെ ആത്മീയ സുസ്ഥിതി പാലിക്കാനും ഇത് നമ്മളെ സഹായിക്കും. ദിസ് ബുക്ക്ലെറ്റ് ആർ ഫേബലി ഗ്രൗണ്ടഡ് ഇൻ ദ പ്രിൻസിപ്പിൾ ഓഫ് ആൽക്കഹോളിക്സ് അനോണിമസ്. ഈ ബുക്കുകളെല്ലാം ആൽക്കഹോളിക്സ് അനോണിമസിന്റെ തത്വങ്ങൾ ഊന്നി നിൽക്കുന്നതാണ്. ഫാദർ റാഫോ വാസ് ദ തേർഡ് മോസ്റ്റ് പബ്ലിഷ്ഡ് ഏർലി AA ഓതർ. അതായത് ഫാദർ റാൽഫോ ആണ് മൂന്നാമത്തെ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഓതർ. കാരണം അതിനു മുമ്പ് ഓൺലി ബിൽ വിൽസൺ ദ ഫൗണ്ടർ ആൻഡ് റിച്ച്മോണ്ട് വാക്കർ ഹാഡ് മോർ ബുക്ക് ഔട്ട് ഇൻ പ്രിന്റ്. അതായത് ബിൽ വിൽസണും റിച്ച്മണ്ട് വാക്കർ എന്ന് പറയുന്ന മറ്റൊരു AA മെമ്പറുമാണ് ഇദ്ദേഹത്തിന് മുമ്പ് ധാരാളം പുസ്തകങ്ങൾ എഴുതിയിരുന്നത്. അപ്പൊ നമ്മളുടെ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ബുക്ക് എഴുതുന്ന ആളുകളിൽ ഏറ്റവും കൂടുതൽ ബുക്ക് പ്രസിദ്ധീകരിച്ചത് മൂന്നാമത്തെ ആൾ എന്ന് പറയുന്നത് റാൽഫോ ആണ്, അല്ലെങ്കിൽ ജോൺ ഡോ ആണ്. ജോൺ ഡോ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ തൂലികാനാമാണ്. ആൻഡ് വാസ് ദ ഫസ്റ്റ് റോമൻ കാത്തലിക് പ്രീസ്റ്റ് ടു ഗെറ്റ് സോബർ ഇൻ AA. അദ്ദേഹമാണ് ആദ്യത്തെ തന്നെ റോമൻ കാത്തലിക് പ്രീസ്റ്റ്. ഇന്ന് ധാരാളം റോമൻ കാത്തലിക് പ്രീസ്റ്റുകളും പല സ്ഥലങ്ങളിലും ഞാൻ UK വെച്ച് കണ്ടിട്ടുണ്ട്. പള്ളിയിൽ അച്ഛൻ മീറ്റിങ്ങിൽ വരുന്നത്. അപ്പൊ ധാരാളം ആളുകൾ ഇന്നുണ്ട്. അന്നത്തെ കാലത്ത് ആദ്യത്തെ ആൾ ഇദ്ദേഹമാണ്. ഹി വാസ് ബോൺ ഇൻ ഇൻഡ്യാനാപോളിസ്. നമ്മൾ ആദ്യം പറഞ്ഞു അദ്ദേഹം ഇൻഡ്യാനാപോളിസിലാണ് ജനിച്ചത്. എഡ്യൂക്കേറ്റഡ് അറ്റ് സെന്റ് മെയ്നാർഡ് ആർക്ക്ബൈ ഇൻ സൗത്തേൺ ഇന്ത്യ. അദ്ദേഹം പഠിച്ചത് സെന്റ് മെയ്നാർഡ് ആർക്കബി എന്ന് പറയുന്ന സെമിനാരിയിലാണ്. സെർവ്ഡ് കാത്തലിക് ചർച്ചസ് ഓൾ ഓവർ ഇൻഡ്യാനാപോളിസ്. അദ്ദേഹം പല കത്തോലിക്ക പള്ളികളിലും അദ്ദേഹം സേവനം ചെയ്തു. ആസ് വെൽ ആസ് സഹോദർ ടൗൺസ് ഇൻ ഇന്ത്യാനയെ കൂടാതെ മറ്റ് പല ടൗണുകളിലും അദ്ദേഹം വർക്ക് ചെയ്തു. ആഫ്റ്റർ ടോക്കിംഗ് ഓഫ് ഫുൾ ടൈം AA വർക്ക്, അദ്ദേഹം പിന്നീട് ഫുൾ ടൈം, അതായത് പൂർണ്ണമായിട്ടും ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ജോലികൾ ഏർപ്പെട്ടു. ഹി മേഡ് ഹിസ് ഹെഡ് ക്വാർട്ടേഴ്സ് ഇൻ 3 റൂംസ് അറ്റ് ദ കോൺവെന്റ് ഓഫ് ദ ഗുഡ് ഷെപ്പേർഡ് ഇൻ ഇൻഡ്യാനാപോളിസ്. അദ്ദേഹത്തിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് 3 റൂമുകളായിരുന്നു. അത് ഗുഡ് ഷെപ്പേർഡ് എന്ന് പറയുന്ന നല്ല ഇടയൻ എന്ന് പറയുന്ന കോൺവെന്റിൽ വെച്ച് ഇൻഡ്യാനാപോളിസ് ആയിരുന്നു. വിത്ത് 3 nuns സെർവിങ് ആസ് ഹിസ് സെക്രട്ടറീസ് ആൻഡ് അസിസ്റ്റൻസ്. അദ്ദേഹത്തിന് 3
കന്യാസ്ത്രീകളായിട്ടുള്ള ആളുകൾ അസിസ്റ്റന്റ് ആയിട്ടും സെക്രട്ടറി ആയിട്ടും വർക്ക് ചെയ്തു. ഏർലി AA people from the South Bend area traveled to attend his weekend AA spiritual retreats. അപ്പോൾ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ആദ്യകാല അംഗങ്ങൾ സൗത്ത് ബെൻഡ് ഏരിയയിൽ നിന്നും അദ്ദേഹത്തിന്റെ ആഴ്ചകളുടെ അവസാനത്തിലുള്ള ആത്മീയ റിട്രീറ്റുകളിൽ പങ്കെടുത്തു. ആൻഡ് ഫോംഡ് സ്റ്റഡി ഗ്രൂപ്പ്സ് ടു റീഡ് ഹിസ് ബുക്സ്. അതുപോലെ തന്നെ സ്റ്റഡി ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ബുക്കുകൾ വായിച്ചുകൊണ്ട് സ്റ്റഡി ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്നു. ഹിയർ ഈസ് ആൻ എക്സെപ്റ്റ് ഫ്രം ദ ബുക്ക്. ഇതിന് ആ ബുക്കുകളിൽ പറഞ്ഞിരിക്കുന്ന കാര്യത്തിന്റെ സംക്ഷിപ്ത രൂപം ഇതാണ്: നോ വൺ എവർ റിയലി ഗോട്ട് ഓൺ ദ പ്രോഗ്രാം. ഒരാൾക്കും കൃത്യമായി പ്രോഗ്രാം കിട്ടുന്നില്ല ഓഫ് എ അൻറ്റിൽ ഹി ഹാഡ് ടേക്കൺ ദ ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പം ഒരാൾക്കും കൃത്യമായി ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പ്രോഗ്രാം കിട്ടുകയില്ല അൻറ്റിൽ ഹി ഹാഡ് ടേക്കൺ ദ ഫസ്റ്റ് സ്റ്റെപ്പ്. ആദ്യത്തെ സ്റ്റെപ്പ് കാരണം ഞാൻ ഇതിനകത്ത് ഫോണിൽ തന്നെ നോക്കി സംസാരിക്കണം. അപ്പൊ എനിക്ക് കോളിൽ ആർക്കുണ്ട് എന്തൊക്കെയാണെന്നൊന്നും എനിക്ക് മനസ്സിലാവില്ല. നിർത്തണേ പ്ലീസ്. താങ്ക് യു. ഞാൻ ഫോണിൽ തന്നെ നോക്കി ഇത് വായിക്കണതേ. അപ്പൊ എനിക്ക് പിന്നെ പുറകോട്ട് പോയി നിർത്താനൊന്നും പറ്റില്ല. പിന്നെ എനിക്ക് ഇത് കിട്ടത്തില്ല. പിന്നെ എന്റെ ഒഴുക്കും നഷ്ടപ്പെടും. ഭയങ്കര ഇംഗ്ലീഷിലുള്ള സംസാരമാണല്ലോ, ഭയങ്കര ജ്ഞാനമാണല്ലോ. സോറി. അപ്പൊ ആൻഡ് ഫോർമഡ് സ്റ്റഡി ഗ്രൂപ്പ്സ് ടു റീഡ് ഹിസ് ബുക്സ്. അപ്പൊ അത് പിന്നെ ഇപ്പൊ നമ്മൾ അവിടെ നോ വൺ എവർ റിയലി ഗോട്ട്. അപ്പൊ അതായത് ആദ്യത്തെ പടി അംഗീകരിക്കുന്നത് വരെ ആർക്ക് ഈ പ്രോഗ്രാം ലഭിക്കും. ലൈക്ക് വേസ് അതുപോലെ നോ വൺ എവർ മറ്റേ ഒരു ഫോണിൽ നിന്ന് കയറണോ? ഞാൻ കയറാന്ന്. ഞാൻ ഓഫ് ചെയ്യാം. ചേട്ടാ എന്നെ പ്ലീസ്. ആന്റോനെ ഒന്ന് ഫോക്കസ് ആക്കിയേ പ്ലീസ്. ഞാൻ ഈ പുസ്തകം വായിച്ചിട്ട് പിന്നെ ഇതിനെ തിരിച്ചു പോകാൻ പറ്റത്തില്ല. ഞാനൊന്ന് വളരെ വിഷമിച്ച കയറിയത് തന്നെ. ഞാന് കമോൺ സാർ. ഓക്കെ, താങ്ക് യു ആന്റോ. നോ വൺ എവർ റിയലി ഗോട്ട്. അതായത് ആദ്യത്തെ പടി അംഗീകരിക്കുന്നത് വരെ ആർക്കും ഈ പ്രോഗ്രാം കിട്ടിയില്ല. അതുപോലെ തന്നെ നോ വൺ എവർ സ്റ്റേഡ് ഓൺ ദ പ്രോഗ്രാം അൺലെസ് ഹി കണ്ടിന്യൂഡ് ദ 12 സ്റ്റെപ്സ്. അതായത് ഒരിക്കലും, അതായത് വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ട രണ്ട് കാര്യങ്ങളാണ് ആ ബുക്കിൽ പറഞ്ഞിരുന്നത്. ഒന്ന്, ആദ്യത്തെ പടി സ്വീകരിക്കാത്ത ഒരാൾക്ക് പ്രോഗ്രാം ലഭിക്കില്ല. അതുപോലെ തന്നെ ഒരാൾ സുബോധാവസ്ഥയിൽ നിലനിൽക്കണമെങ്കിൽ അൺലെസ് ഹി കണ്ടിന്യൂഡ് ദ 12 സ്റ്റെപ്പ്, അതായത് 12 പടി തുടർച്ചയായിട്ട് ചെയ്തില്ലെങ്കിൽ അദ്ദേഹത്തിന് സുബോധാവസ്ഥയിൽ നിൽക്കാൻ സാധിക്കുകയില്ല. ഫോർ ഇൻ ദ 12 സ്റ്റെപ്പ് ഇസ് ഓൾ ദ ആക്ടിവിറ്റി ദാറ്റ് ഇൻഫ്ലുവൻസ്. അതായത് ഈ 12 പടികളിൽ നമ്മളുടെ എല്ലാ പ്രവൃത്തികളുടെയും ഇൻഫ്ലുവൻസ് ചെയ്തിരിക്കുകയാണ്. എല്ലാർജസ് അപ്പോൺ ആൻഡ് മാച്വേഴ്സ് അവർ സബറിറ്റി ആൻഡ് അവർ സെറനിറ്റി. അതായത് നമുക്കറിയാം, നമ്മൾ ഈ 12 പടികളിലൂടെ കടന്നു പോകുമ്പോൾ അതൊരു ഇൻഫ്ലുവൻസ് ആണ്. അതുകൂടാതെ എല്ലാർജ്, അത് വളരെ വലിപ്പം കൂട്ടുകയാണ്. നമ്മുടെ സുബോധാവസ്ഥയെ വലിപ്പം കൂട്ടുന്നു. മച്ചുവർ ഒരു മച്യൂരിറ്റിയിലേക്ക് എത്തുന്നു. അവർ സോബറിറ്റി ആൻഡ് അവർ സെറനിറ്റി. അപ്പൊ നമ്മുടെ സെറനിറ്റി ഓക്കെ. ഞാൻ ആ സെറനിറ്റിയുടെ ഇംഗ്ലീഷ് വാക്കാണ്. ആൻഡ് സെറനിറ്റി എന്നാ? ഓക്കെ ഓക്കെ. ആൻഡോ LPS ടീച്ചറാണ്. ഓക്കെ, പിന്നീട് പറഞ്ഞാൽ മതി. കാരണം സുബോധം സോബറേറ്റി ആണ്. സെറനിറ്റി എന്ന് പറഞ്ഞത് നീ പറയണ്ടടാ വച്ച. നീ പറഞ്ഞു പ്രാർത്ഥന. അപ്പൊ നിങ്ങളെ ഇടയ്ക്ക് ചെക്ക് ചെയ്യണ്ട. ഞാൻ ഇത് എല്ലാവരും കേക്കട്ടോ. ഞാൻ അവിടെ ഇരുന്ന് ഒറ്റയ്ക്കിരുന്ന് കൊണ്ട് മധുരെ പോലെ പറയുമെന്ന് അറിയൂ. താങ്ക് യു. അപ്പൊ പ്രശാന്തത, ഹാവിങ് ഹാഡ് എ സ്പിരിച്വൽ അവേക്കണിങ്, അതായത് ആത്മീയതയുടെ ഉണർവ്. വി ട്രൈഡ് ടു ക്യാരി ദ മെസ്സേജ് ടു ആൽക്കഹോളിക്സ് അനോണിമസ്. മറ്റുള്ളവരിലേക്ക് ആൽക്കഹോളിക്സിലേക്ക് എത്താനായിട്ട് നമുക്കൊരു ആത്മീയ ഉണർവുണ്ടാവണം. ഇൻ ദിസ് വി ഹാവ് എക്സ്പ്രസ്ഡ്, ഇതുവഴി നമ്മൾ മറ്റുള്ളവരെ കാണിക്കുന്നു. എഗെയിൻ ഇൻ എ ലിറ്റിൽ ഡിഫറെന്റ് വേ ദ സോ കോൾഡ് പാരഡോക്സ് ഓഫ് ലിവിങ്. അതായത് ജീവിതത്തിന്റെ സങ്കീർണത എന്നല്ലേ പാരഡോക്സ് എന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ ലിറ്റിൽ ഡിഫറെന്റ്, അതായത് നമ്മൾ ഈ ജീവിതത്തിലെ കുഴപ്പങ്ങളുണ്ടല്ലോ, അല്ലെങ്കിൽ ഈ പ്രശ്നങ്ങളെ നമ്മൾ ചെറിയൊരു മറ്റൊരു വഴിക്കാണ്, ഡിഫറെന്റ് വേയിലാണ്, ലിറ്റിൽ ഡിഫറെന്റ് വേ ാണ് നമ്മൾ ഫേസ് ചെയ്യുന്നത്. വി കീപ് ഓൺലി വാട്ട് വി ഗീവ് അവേ. നമ്മൾ എന്താണ് കൊടുക്കുക, നമ്മൾ പറയും സുബോധം കൊടുക്കുന്നതോടും നമ്മുടെ ഇതിൽ കൂടും. അപ്പൊ
വി കീപ്, നമ്മൾ സൂക്ഷിക്കും, only what we give away, നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിനനുസരിച്ചാണ് നമുക്കിത് for it is in the giving that we receive, അതായത് മറ്റുള്ളവർക്ക് കൊടുക്കുന്നതനുസരിച്ചാണ് നമുക്ക് കിട്ടുകയുള്ളൂ. In the 12th step also we have indicated to us the value of gratitude in action. അപ്പോൾ 12 പടികളുടെ മൊത്തം ഇൻഡിക്കേറ്റ് ചെയ്യുന്ന വാല്യൂ എന്താണെന്ന് വെച്ചാൽ ഗ്രാറ്റിറ്റ്യൂഡ് ഇൻ ആക്ഷൻ, കൃതജ്ഞത വരേണ്ടത് പ്രവൃത്തികളിലൂടെയാണ്. In it we have enunciated to us the principle that all gifts are given to us by Almighty God in order that we may give them in turn to our fellow man. അതായത് നമ്മളിൽ ഒരുത്തനെ, നമ്മളുടെ കൂടെയുള്ള ഒരു സഹോദരന് നമ്മൾ ഇത് കൊടുക്കും തോറും അതികരുണയുള്ള ദൈവം നമുക്ക് ധാരാളം സമ്മാനങ്ങൾ നൽകും എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പം ഗോൾഡൻ ബുക്സിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അദ്ദേഹത്തിന് ഇൻ ദ ഫസ്റ്റ് 10 years who spent working to spread AI, അതായത് ആദ്യത്തെ 10 വർഷം അദ്ദേഹം ഈ AI ലോകം മുഴുവൻ അറിയിക്കാനായിട്ട് അദ്ദേഹം സ്പെൻഡ് ചെയ്തു. ഐ ഹാവ് ട്രാവൽഡ് നിയർലി 7,000 7,50,000 മൈൽസ്. അത് അദ്ദേഹം നിയർലി 7,50,000 മൈൽസ് കേട്ടോ. ഈ 10 വർഷം കൊണ്ട് അദ്ദേഹം 7,50,000 മൈലുകളാണ് സഞ്ചരിച്ചത്. ഐ ഹാവ് സ്പോക്കൺ ബിഫോർ നിയർലി 200,000 മെമ്പേഴ്സ് ഓഫ് AA അറ്റ് റിട്രീറ്റ്സ്. അദ്ദേഹം ഏകദേശം 200,000 പീപ്പിളോട്, 20,000 അംഗങ്ങളോട് റിട്രീറ്റിൽ, ധ്യാന കേന്ദ്രത്തിൽ സംസാരിച്ചു. മീറ്റിംഗ്സ് ആൻഡ് കൺവെൻഷൻ, അദ്ദേഹം ധാരാളം മീറ്റിംഗ്സിലും കൺവെൻഷനിലും പങ്കെടുത്തു. ആൻഡ് പേഴ്സണലി ഡിസ്കസ്ഡ് പ്രോബ്ലംസ് വിത്ത് മോർ ദാൻ 10,000 ആൾക്കഹോളിക്. അദ്ദേഹത്തിൻ്റെ പേഴ്സണലി സ്വകാര്യമായി അദ്ദേഹം പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്തു, പ്രശ്നങ്ങൾ ഡിസ്കസ് ചെയ്തു. മോർ ദാൻ 10,000 ആൽക്കഹോളിക്, 10,000 ആൽക്കഹോളിക്കുമായിട്ട് അവരുടെ പ്രശ്നങ്ങൾ പേഴ്സണലായിട്ട് അദ്ദേഹം സംസാരിച്ചു. ഹി പ്രൊഡ്യൂസ്ഡ് 14 എക്സ്ട്രീംലി പോപ്പുലർ ബുക്സ്. അദ്ദേഹം 14 വളരെ പ്രശസ്തമായി, നമുക്ക് ഈ ഗോൾഡൻ ബുക്സ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇത് വളരെ ഫേമസ് ആണ്, പ്രത്യേകിച്ച് സോബർ കമ്പനിയിലേക്ക് മാത്രമല്ല, മറ്റേ 200 ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ബുക്കുകളിൽ ഈ സോബറിറ്റി ബിയോണ്ട്, സോബറിറ്റി വിത്ത് എൻഡ് എന്ന് പറയുന്ന ഈ 2 ഗോൾഡൻ ബുക്സ് ആണ് ഏറ്റവും കൂടുതൽ പ്രസിദ്ധിയുള്ളതാണ്. ഇപ്പൊ നമുക്ക് നാട്ടിലൊക്കെ നമ്മുടെ സ്പീക്കർമാരൊക്കെ പലപ്പോഴും പറയാറുണ്ട്, പ്രത്യേകിച്ച് ജോസഫ് മാഷ്, സണ്ണി ചേട്ടനൊക്കെ ഈ പുസ്തകത്തെ കുറിച്ച് ഞങ്ങളുടെ തുടക്കകാലത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പോപ്പുലർ ബുക്സ് കോൾഡ് ദ ഗോൾഡൻ ബുക്സ് അണ്ടർ ദ പെൻ നെയിം ഫാദർ ജോൺ ഡോ. ഫാദർ ഫൂവിന്റെ ഇതാണ് തൂലികാ നാമാണ് ഫാദർ ജോൺ ഡോ. എലോങ് വിത്ത് അതർ ബുക്സ് ആൻഡ് റെക്കോർഡിങ്സ്. അദ്ദേഹത്തിന് ധാരാളം ബുക്കുകൾ മാത്രമല്ല, അദ്ദേഹത്തിന്റെ ഇത്തരം ടോക്കുകളുടെ റെക്കോർഡിങ്ങുകളും നമുക്ക് ലഭ്യമാണ്. ഹി തോട്ട് ദ സ്പിരിച്വാലിറ്റി ഓഫ് ഇംപെർഫെക്ഷൻ. അദ്ദേഹത്തിന്റെ അപരിപൂർണമായ അല്ലെങ്കിൽ പൂർണ്ണതയില്ലാത്ത സ്പിരിച്വാലിറ്റിയെ കുറിച്ചാണ് അദ്ദേഹം പഠിച്ചത്. ഡ്രോയിങ് ഫ്രം Send the residue of Lesiuk's little way at St. Augustine's teaching of God as truth itself. അപ്പൊ സെന്റ് അഗസ്റ്റിന്റെയും മറ്റ് സെന്റ് റസ് എന്ന് പറയുന്ന വിശുദ്ധന്റെയും ഒക്കെ ഉള്ള ചില ആശയങ്ങൾ അദ്ദേഹം ഇതിനകത്ത് എടുത്തിട്ടുണ്ട്. ദ ഫോർ ഗിവിംഗ് ഗോഡ് ഹു ടച്ചസ് അസ് ഇൻ അവർ ഫോൾനെസ്, അതായത് നമ്മളോട് ക്ഷമിക്കുന്ന ഒരു ദൈവത്തെ കുറിച്ച്. ഇൻ ആക്ട്സ് ഓഫ് സഡൻ സൈക്കോളജിക്കൽ ഇൻസൈറ്റ്. അപ്പോൾ സൈക്കോളജിക്കൽ, അതായത് നമ്മളുടെ ഒരു സൈക്കിക് ചേഞ്ചിന്റെ വീക്ഷണത്തിൽ, ഇൻ വിച്ച് അവർ ഹോൾ പെർസ്പെക്റ്റീവ് ഓൺ ലൈഫ് അണ്ടർഗോസ് സ്വപ്പിംഗ് പോസിറ്റീവ് ക്വാണ്ടം ചേഞ്ചസ്. അതായത് നമ്മളുടെ ജീവിതത്തിന്റെ കാഴ്ചപ്പാടിൽ നമുക്ക് പൂർണ്ണമായിട്ടുള്ളൊരു ചേഞ്ച്, ക്വാണ്ടം ചേഞ്ച്, പോസിറ്റീവ് ക്വാണ്ടം ചേഞ്ച്, അതായത് നല്ല രീതിയിലുള്ള ചേഞ്ചസ് നമുക്ക് വരുന്നു. ഓവർ ആൻഡ് ഓവർ ഹി ക്ലെയിംഡ് പീപ്പിൾ, അതായത് പിന്നീടും ഓവർ ആൻഡ് ഓവർ, പിന്നീട് എപ്പോഴും അദ്ദേഹം കാംഡ് പീപ്പിൾസ് ഫിയർ. അദ്ദേഹം ആളുകളുടെ ഭയത്തെ ആശ്വസിപ്പിച്ചിരുന്നു. ഓഫ് ഗോഡ് ബൈ റിമൈൻഡിങ് ദം ദാറ്റ് പെർഫെക്ഷൻ വാസ് എ മിത്ത്. അദ്ദേഹം എപ്പോഴും എല്ലാവരോടും പറയുന്നു, പെർഫെക്ഷൻ, പരിപൂർണത എന്നത് ഒരു മിത്താണ്. ആൻഡ് ദാറ്റ് നോ ഹ്യൂമൻ ബീയിങ് കുഡ് ഡു ഇറ്റ് ഓൾ. അതുകൊണ്ട് ഒരു മനുഷ്യനും ഈ പരിപൂർണതയിൽ എത്തിച്ചേരാനായിട്ട് സാധിക്കില്ല. ഹി വാസ് വൺ ഓഫ് ദ മോസ്റ്റ് ക്രിയേറ്റീവ് ആൻഡ് ഇൻട്രസ്റ്റിംഗ് അമേരിക്കൻ കാത്തലിക് തിയോളജിയൻസ് ഓഫ് ഹിസ് ഇറ. അദ്ദേഹത്തിന്റെ നൂറ്റാണ്ടിൽ, അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന അമേരിക്കയിലെ തന്നെ ഏറ്റവും വലിയ കാത്തലിക് തിയോളജിയനാണ്, അതായത് കത്തോലിക്ക തിയോളജിയനാണ് അദ്ദേഹം.
വെൻ ഹി ജോയിൻഡ് ആൽക്കഹോളിക്സ് അനോണിമസ് 1943, അദ്ദേഹം 1943 ആൽക്കഹോളിക്സ് അനോണിമസിൽ ജോയിൻ ചെയ്ത്. ഹി ബിക്കേം ദ ഫസ്റ്റ് റോമൻ കാത്തലിക് പ്രീസ്റ്റ് ടു ഗെറ്റ് സോബർ ഇൻ ദ ന്യൂലി ഫോംഡ് മൂവ്മെന്റ്. നമുക്കറിയാം 1943 എന്നൊക്കെ പറയുന്നത് നമ്മുടെ മൂവ്മെന്റിന്റെ 1939 നമുക്ക് പേര് കിട്ടുന്നത്. അപ്പോൾ 3-4 വർഷത്തിന് ശേഷമാണ് ഈ പറയുന്ന റോമൻ കാത്തലിക് പ്രീസ്റ്റ് നമ്മുടെ ഇടയിൽ വന്നത്. അദ്ദേഹത്തിന് ഈ മൂവ്മെന്റിന്റെ അപ്പൊ കടന്നു വരുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ ആദ്യത്തെ പുരോഹിതനാണ്. ആൻ ആൽക്കഹോളിക് ആൻഡ് ഡ്രഗ് അഡിക്ട്. ഹി ഹാഡ് സ്പെൻഡ് ദ പ്രീവിയസ് 10 years ബീങ് റിമൂവ്ഡ് ഫ്രം പാരിഷ് ആഫ്റ്റർ പാരിഷ്. അദ്ദേഹം ആൽക്കഹോളിക് മാത്രമല്ല, ഒരു ഡ്രഗ് അഡിക്റ്റ് കൂടിയായിരുന്നു. ഹി ഹാഡ് സ്പെൻഡ് ദ പ്രീവിയസ് 10 years, അതിനു മുമ്പുള്ള 10 വർഷങ്ങൾ, അതായത് എത്തുന്നതിന് മുമ്പുള്ള 10 വർഷങ്ങളിൽ അദ്ദേഹം പാരിഷ് ആഫ്റ്റർ പാരിഷ്, പല പാരിഷുകളിൽ നിന്ന്, ഇടവകളിൽ നിന്നും ഒഴിവാക്കപ്പെട്ടു. ആസ് ഹിസ് ഡ്രിങ്കിങ് ആൻഡ് അഡിക്ഷൻ ടു ഡൗണേഴ്സ് ഗോട്ട് ഔട്ട് ഓഫ് കൺട്രോൾ ഓവർ ആൻഡ് ഓവർ അഗെയിൻ. അങ്ങനെ അദ്ദേഹം ഈ പറയുന്ന അഡിക്ഷനിലേക്ക് ഒരുപാട് കാലം മുങ്ങിത്താണ് അദ്ദേഹത്തിന്റെ നിയന്ത്രണം വിട്ടു, പലപ്പോഴും നിയന്ത്രണം വിട്ടു. അതർ ടോപ്പിക്സ് ഇൻക്ലൂഡ് ഹിസ് ഫൗണ്ടിങ് ഓഫ് ദ നാഷണൽ കാത്തലിക് കൗൺസിൽ ഓഫ് ഓൺ ആൽക്കഹോളിസം. ഇപ്പൊ ഇദ്ദേഹത്തെ പറ്റി പറയുമ്പോൾ മറ്റൊരു കാര്യം പറയാനുള്ളത്, അമേരിക്കയിലെ തന്നെ നാഷണൽ കാത്തലിക് കൗൺസിൽ ഓൺ ആൽക്കഹോളിസം എന്ന് പറയുന്ന NCCA എന്ന് പറയുന്ന സംഘടനയ്ക്ക് ഇദ്ദേഹം രൂപം കൊടുത്തു. അവരുടെ പുസ്തകം ദ NCCA ബ്ലൂ ബുക്ക് എന്ന് പറയുന്ന ഒരു ബ്ലൂ ബുക്ക് എല്ലാ വർഷവും അവർ അടിച്ചിരുന്നു. ദ മേജർ ഇൻഫ്ലുവൻസ് ഓഫ് സ്പാനിഷ് ട്രാൻസ്ലേഷൻ ഓഫ് ഹിസ് റൈറ്റിംഗ്സ്. അപ്പൊ ഇതിനകത്തെല്ലാം അദ്ദേഹത്തിന് ഒരു സ്പാനിഷ് ട്രാൻസ്ലേഷൻ കൂടി കൊടുത്തിരുന്നു. ഓണർലി ഇൻ ദ സ്പാനിഷ് കാത്തലിക് വേൾഡ്. നമുക്കറിയാം ഇവിടെ നമ്മുടെ ഇംഗ്ലീഷ് ബുക്ക് ഒക്കെ പ്രസിദ്ധീകരിക്കുന്നതിനോടൊപ്പം തന്നെ ഇപ്പൊ നമുക്ക് ഉദാഹരണം പറയുകയാണെങ്കിൽ ഗ്രേപ്പ് വൈൻ നമ്മുടെ ഒരു മന്ത്ലി മാഗസിനാണ്. അതിന്റെ സ്പാനിഷ് വേർഷൻ ഉണ്ട്. ഇപ്പോൾ സ്പാനിഷ് ഇദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ സ്പാനിഷ് വേർഷൻ കൂടി പ്രസിദ്ധീകരിച്ചിരുന്നു. അതായത് സ്പാനിഷ് കാത്തലിക് വേൾഡിലെ, അതായത് അല്ലെങ്കിൽ കത്തോലിക്ക സമൂഹത്തിലെ അല്ലെങ്കിൽ കത്തോലിക്ക ലോകത്ത്. സ്ക്രിപ്റ്റ്ലെസ്ലി ആൻഡ് ഒബ്സസീവ് കമ്പൽഷൻ പെർഫെക്ഷനിസം. അതായത് നമുക്കറിയാം എപ്പോഴും നമുക്ക് പൂർണ്ണത എന്നുള്ളത് വലിയ കാര്യം നേടിയെടുക്കുന്നതിനായിട്ടുള്ള ഒരു ആഗ്രഹം കമ്പൽഷൻ ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ഒബ്സസീവായിട്ട് കമ്പൽസീവായി ചെയ്യാറുണ്ട്. അതായത് നമ്മുടെ കാത്തലിക് വേൾഡിൽ ദ പ്രോബ്ലം ഓഫ് ഗിൽറ്റ് ആൻഡ് ഷെയിം. അപ്പൊ അത് വരുത്തി തീർക്കുക നമുക്കൊരു ഗിൽറ്റ്, കുറ്റബോധവും നാണക്കേടുമാണ് ഈ പെർഫെക്ഷനിസം എന്ന് പറയുന്ന കത്തോലിക്ക വേൾഡിൽ നിന്നുള്ള ഈ വല്ലാത്ത നിർബന്ധം കൊണ്ട്, കമ്പൾസീവാണ്, വല്ലാത്ത നിർബന്ധം കൊണ്ട് സംഭവിക്കുക. ദ ഇൻഫ്ലുവൻസ് ഓഫ് സെന്റ് അഗസ്റ്റിൻസ് ആന്റി പെലജിയൻ റൈറ്റിംഗ്, ദ തിയോളജിക്കൽ ഡിസഗ്രിമെന്റ്സ് വിത്ത് ഫാദർ എഡ്ഡൗളിംഗ്. പലപ്പോഴും ഫാദർ എഡ്ഡൗളിങ്ങിനോട് തിയോളജിയൻസ് എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഫാദർ റാൽഫ്സ് ആർഗ്യുമെന്റ് ദാറ്റ് എ ഡെൽറ്റ് ഓൺലി വിത്ത് ദ പൊർഗേറ്റീവ, അതിന്റെ അർത്ഥം ആൻഡ് വാസ് നോട്ട് ഇൻവോൾവ്ഡ് ഇൻ ദ വൈ ഇലിമിനേറ്റീവ് ഓർ വൈ യൂണിറ്റീവ. അപ്പൊ റാൽഫാന്റെ ആർഗ്യുമെന്റ് എന്ന് പറയുന്നത് എയെ ഡീല് ചെയ്യുന്നത് ബിഗ് ബുക്കിന്റെ തോട്ട് വെച്ചിട്ടാണ്. ഓൺലി നാച്ചുറൽ തിയോളജി, അതൊരു നാച്ചുറൽ ആയിട്ടുള്ള ദൈവശാസ്ത്രം, നാച്ചുറൽ ലോ ഓഫ് മൊറാലിറ്റി, അത് വളരെ നാച്ചുറൽ ആയിട്ടുള്ള ധാർമ്മിക നിയമങ്ങളാണ്. ഹിസ് വർക്ക് to spread the teachings of the early cognitive behaviorist psychiatrist Dr. Abraham Law and the Recovery Agency, which used the modern study of semantics to counter fraud and Schopfnesser. അതായത് ഇദ്ദേഹത്തിന്റെ ഈ ബുക്കുകൾ ഇദ്ദേഹം ഡോക്ടർ എബ്രാഹാം ലോയ്ക്കും അവർക്കെല്ലാം സൈക്കാട്രിസ്റ്റുകളാണ് അവർക്ക് അയച്ചു കൊടുത്തു. അവര് അത് പിന്നീട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഹിസ് തിയറി ഓഫ് സിന്നേഴ്സ് സയൻസ്, അദ്ദേഹത്തിന്റെ അതായത് സിന്നർ സയൻസ്, പാപിയായ വിശുദ്ധർ എന്ന് പറയുന്ന, ബിക്കോസ് ദർ വില്ലിങ്നെസ് ടു കീപ് ഓൺ ട്രൈങ് ഹാഡ് ബിൻ സാങ്ഷൻഡ് ബൈ ഗോഡ്. അദ്ദേഹം പറയുന്നത് പാപികൾ ആയിട്ടുള്ള വിശുദ്ധരാണ് ഇവർക്ക് ദൈവം ഇവരെ അനുവദിച്ചിട്ടുണ്ട്. ഹിസ് കമ്പൈൻ ടു വിൻ സൈൻ ഗുഡ് ഫോർ മാർട്ടോബൾട്ട്. മാർട്ട് ആൽബർട്ട് നിങ്ങൾക്ക് അറിയാവുന്ന അറിയത്തില്ല, കത്തോലിക്ക സഭയില് ഒരു വിശുദ്ധനുണ്ട്, അദ്ദേഹത്തിന്റെ പേരാണ് മാർട്ട് ടാൽബോട്ട്. അദ്ദേഹം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ യുണൈറ്റഡ് കിങ്ഡം UK-യിലെ നോർത്തേൺ അയർലൻഡിൽ ജനിച്ച ഒരാളാണ്. അദ്ദേഹമാണ് കത്തോലിക്ക സഭയിലെ വിശുദ്ധൻ. നിങ്ങൾക്ക് അത് ഗൂഗിൾ ചെയ്ത് കിട്ടും, മാർട്ട് ടാൽബോട്ട് എന്ന്
അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്ത് അദ്ദേഹത്തിന്റെ ചരിത്രം കിട്ടും. അപ്പോൾ കത്തോലിക്ക സഭയിലെ മദ്യപാനികളുടെ വിശുദ്ധനാരാണ്? മാറ്റ് ആൽബോർട്ട്. ദ തേർഡ് കൺവനന്റ് കൺട്രവേഴ്സി അറ്റ് ദ എ ഇന്റർനാഷണൽ 1950. ഈ മൂന്നാമത്തെ കോൺട്രവേഴ്സി ആയിരുന്നു ഇന്റർനാഷണൽ 1950 ഇതിനെപ്പറ്റി ഒരു കോൺട്രവേഴ്സി അവിടെ ഉണ്ട്. ഹിസ് falling out with Bill W over anonymity and they are making peace in Toronto in 1965. അപ്പോൾ നമുക്കറിയാം ഈ ഫാദർ ജോൺ ഡോയും ബിൽ ഡബ്ല്യൂയും തമ്മിൽ ചെറിയ കോൺട്രവേഴ്സികൾ ഉണ്ടായി. അതിനകത്ത് ഒരു കോൺട്രവേഴ്സിയാണ് ഈ സെയിന്റ്ഹുഡ്, ഈ വിശുദ്ധന്റെ കാര്യങ്ങൾ പറയുന്നതിനെ പറ്റി. പിന്നെ അത് അദ്ദേഹം പിന്നീട് പറയുന്നത് വെച്ചാൽ 1965 മറ്റൊരു കൺവെൻഷൻ, ടൊറന്റോയിൽ നടന്ന കൺവെൻഷനിൽ വെച്ചിട്ട് ദേ ആർ മേക്കിംഗ് പീസ് ഇൻ ടൊറന്റോ. അവർ തമ്മിൽ അനുരഞ്ജനത്തിൽ ഏർപ്പെട്ടു, ബിൽ ഡബ്ല്യു ഈ അച്ഛനും. ഓൾസോ അറ്റ് ദ എൻഡ് ഓഫ് ദ ബുക്ക് a detailed study of the first Roman Catholics who joined AA during its first 5 years. അപ്പോൾ 1935 മുതൽ 1940 വരെയുള്ള കാലഘട്ടത്തിൽ നമ്മുടെ മീറ്റിങ്ങിൽ അല്ലെങ്കിൽ എയിൽ വന്ന ആദ്യത്തെ കത്തോലിക്ക പുരോഹിതനെ കുറിച്ചാണ് ബുക്കുകൾ പറഞ്ഞത്. എ സെലക്ടഡ് സെക്ഷൻ ഓഫ് ദ ബുക്ക്. അതായത് ഒരുപാട് ബുക്കുകളുണ്ട്. ദ മിത്ത് ഓഫ് പെർഫെക്ഷൻ. പെർഫെക്ഷനെ കുറിച്ച് Ralph first gave a long discussion of his new understanding of the issue in the Golden Book of Sentiments. അതായത് ഈ മിത്ത് ഓഫ് പെർഫെക്ഷൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ പരിപൂർണതയുടെ മിത്ത് എന്ന് പറയുന്ന കാര്യത്തിൽ അദ്ദേഹം ഗോൾഡൻ ബുക്സ് പറഞ്ഞിരിക്കുന്ന നീരസത്തെക്കുറിച്ചും വിച്ച് ഹി പബ്ലിഷ്ഡ് ഇൻ 1955, 1955 പറഞ്ഞിരിക്കുന്ന നീരസത്തെക്കുറിച്ചും 12 years ആഫ്റ്റർ ജോയിനിങ് ആൽക്കഹോളിക്സ് അനോണിമസ് അദ്ദേഹം അത് പ്രസിദ്ധീകരിച്ചത് 12 വർഷങ്ങൾക്ക് ശേഷമാണ്. He gave that section of the booklet the provocative title The Myth of Perfection. അദ്ദേഹം കൃത്യമായിട്ട് ഒരു പ്രൊവോക്കേറ്റീവ്, മറ്റുള്ളവർക്ക് പ്രൊവോക്കേഷൻ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ എതിർപ്പുണ്ടാക്കുന്ന ഒരു ഹെഡിങ് ആണത്, ദ മിത്ത് ഓഫ് പെർഫെക്ഷൻ. നമ്മൾക്കറിയാം ആ കാലത്ത് കത്തോലിക്ക സഭ എല്ലാം ഒരു പെർഫെക്ഷനെ കുറിച്ചാണ് പഠിച്ചിരുന്നത്. പക്ഷെ ആൽക്കഹോളിക്സ് അനോണിമസ് പറയുന്നത് പുരോഗതിയാണ്, അല്ലെ, പ്രോഗ്രഷൻ റാദർ ദാൻ പെർഫെക്ഷൻ, അങ്ങനെയുള്ള നമ്മൾ. ആൻഡ് ബിഗാൻ ഇറ്റ് വിത്ത് എ കോട്ട് ഫ്രം സെന്റ് അഗസ്റ്റിൻ. ഈ പുസ്തകം തുടങ്ങുന്നത് തന്നെ സെന്റ് അഗസ്റ്റിൻ എന്ന് പറയുന്ന വിശുദ്ധന്റെ ഒരു നോട്ടോടുകൂടി. ലെറ്റ് us admit our imperfections so we can then begin to work toward perfection. അതായത് സെന്റ് അഗസ്റ്റിൻ ഇങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്, നമുക്ക് നമ്മളുടെ പുരോഗതിയെ അല്ലെങ്കിൽ ഇംപെർഫെക്ഷനെ അംഗീകരിക്കാം. സോ വി ക്യാൻ ദെൻ ബിഗിൻ ടു വർക്ക് ടുവാർഡ് പെർഫെക്ഷൻ. ഇത് ഇങ്ങനെയുള്ള ഒരു അംഗീകാരം നമ്മളെ പുരോഗതിയിലേക്ക് നയിക്കും. Then he explained what that statement meant in the simple, easier language of the small towns and countryside of India. അങ്ങനെ അദ്ദേഹം ഈ വാക്കുകൾ ഇന്ത്യാന എന്ന് പറയുന്ന ചെറിയ സ്ഥലത്ത്, ടൗണിൽ, there ain't nobody perfect in this world. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, ഇവിടെ ഈ ലോകത്ത് ആരും പെർഫെക്റ്റ് അല്ല. All of our lives we expected perfection. നമ്മൾ പെർഫെക്ഷൻ ആണ്, പുരോഗതിയാണ്, അല്ല പരിപൂർണതയാണ് ആഗ്രഹിക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ജീവിക്കുന്നത് തന്നെ. And when we again and again found instead of imperfection, പക്ഷേ നമ്മൾ വീണ്ടും വീണ്ടും കാണുന്നത് ഇംപെർഫെക്ഷൻ ആണ്, പുരോഗതി മാത്രമാണ്, പരിപൂർണത കാണുന്നില്ല. ഫോൾട്ട്സ്, കാരണം കുറ്റങ്ങൾ, ഫെയിലിംഗ്, തോൽവികൾ, ഈവൻ സീരിയസ് വൺസ്, ചിലപ്പോൾ വളരെ സീരിയസ് ആയിട്ടുള്ള ഗൗരവപൂർണമായ കുറ്റങ്ങളും പരാജയപ്പെടുകയും became disillusioned, which in reality was only a vicarious form of self-pity. അപ്പം എന്താണ് സത്യം? വിച്ച് ഇസ് എ റിയാലിറ്റി വാസ് ഓൺലി എ വിക്കറിയസ് ഫോം ഓഫ് സെൽഫ് പിറ്റി. സ്വയം സഹതാപത്തിലേക്ക് നമ്മളെ നയിക്കും. വി ഫസ്റ്റ് തോട്ട് അവർ പേരൻസ് വെയർ പെർഫെക്റ്റ്. നമ്മൾ ആദ്യം ചിന്തിച്ചു നമ്മുടെ മാതാപിതാക്കൾ പെർഫെക്റ്റ് ആണ്. ദെൻ വി ഫൗണ്ട് ഔട്ട് ദേ വെയർ. പിന്നീട് നമ്മൾ കണ്ടുപിടിച്ചു അവരല്ല. ഫ്രസ്ട്രേഷൻ നമ്പർ 1. അവിടെ നമ്മുടെ നിരാശയുടെ ആദ്യത്തെ നിരാശ അവിടെ വന്നു തുടങ്ങി. ദെൻ വി മെറ്റ് ദ ഗാൾ ഓർ ഗായ് ഓഫ് അവർ ഡ്രീംസ്. പിന്നെ നമ്മൾ നമ്മുടെ സ്വപ്നത്തിലെ കാമുകനെയും കാണാൻ തുടങ്ങി. അവരും തിങ്ക് വി ടു ആസ് ഹിയർ ഈസ് പെർഫെക്ഷൻ. അപ്പൊ പിന്നെ നമ്മൾ ചിന്തിക്കാൻ തുടങ്ങി, നമ്മുടെ പരിപൂർണമായിട്ട് 2 പേര് വന്നിരിക്കുന്നു, എൻ്റെ കാമുകി അല്ലെങ്കിൽ കാമുകൻ വന്നിരിക്കുന്നു. ആൻഡ് ദെൻ വി മാരീഡ് ഹെർ. അങ്ങനെ നമ്മൾ അവളെ കല്യാണം കഴിച്ചു, അല്ലെങ്കിൽ മാരീഡ് ഹിം, അവനെ കല്യാണം കഴിച്ചു. ഫ്രസ്ട്രേഷൻ നമ്പർ 2. അവിടെ രണ്ടാമത്തെ ഫ്രസ്ട്രേഷൻ തുടങ്ങി. ദെൻ എലോങ് കെയിം അവർ ചിൽഡ്രൻ. പിന്നീട് നമ്മുടെ ജീവിതത്തിലേക്ക് കുട്ടികൾ കടന്നു വന്നു. ആൻഡ് വിത്തൗട്ട് ഡൗട്ട് ദേ വെർ പെർഫെക്റ്റ്. അപ്പൊ നമ്മൾക്ക് ഒരു സംശയവും ഉണ്ടായിരുന്നില്ല, അവര് പരിപൂർണരാണ്. ഈസ് ഇൻ ഹി ദ മോസ്റ്റ് പെർഫെക്റ്റ് തിങ് ദാറ്റ് എവർ ലിവ്ഡ്. അതുകൊണ്ട് തന്നെ നമ്മൾ പറഞ്ഞു, നമ്മൾ ഏറ്റവും മോസ്റ്റ് പെർഫെക്റ്റ്
തിങ് ദാറ്റ് എവർ ലിവ്ഡ്. ഇപ്പൊ നമ്മൾ ഏറ്റവും പരിപൂർണമായിട്ടുള്ള ജീവിതത്തിലെ ഏറ്റവും പരിപൂർണനാണ് അവരെന്ന്. ആൻഡ് ദെൻ ദ പോലീസ്മാൻ ബ്രോട്ട് ടു ടി ജോനാഥൻ ഹോം വൺ ഡേ അവർ ചൈൽഡ് നെവർ ബട്ട് ഇറ്റ് വാസ് അവർ ചൈൽഡ് മോർ ഫ്രസ്ട്രേഷൻ. അപ്പം വീണ്ടും പോലീസ് നമ്മുടെ വീട്ടിൽ വന്നു. പോലീസ്മാൻ, അദ്ദേഹത്തിന്റെ പേര് ടി ജോനാഥൻ. അപ്പൊ അത് കഥയിൽ ഇങ്ങനെ പറയുന്ന ടി ജോനാഥൻ ഹോം വൺ ഡേ. അങ്ങനെ പോലീസുകാരനായിട്ടുള്ള ഒരു ജോനാഥൻ വന്നപ്പോ അവർ ചൈൽഡ് നമ്മൾ ചോദിച്ചു, എന്റെ കുട്ടിയോ? നെവർ, ഒരിക്കലും ഇല്ല. ബട്ട് ഇറ്റ് വാസ് അവർ ചൈൽഡ്, പക്ഷെ അത് നമ്മുടെ കുട്ടി തന്നെയായിരുന്നു. മോർ ഫ്രസ്ട്രേഷൻ. അച്ഛൻ പറയാണ് വീണ്ടും പരിപൂർണരല്ല, കുട്ടികളും പരിപൂർണ. ബട്ട് വി ഹെൽഡ് ഓൺ ടു ദ മിറാജ് ടു ദി വെരി ലാസ്റ്റ്. വി വെയർ പെർഫെക്റ്റ് ആൻഡ് ഇഫ് യു ഡോണ്ട് ബിലീവ് ഇറ്റ് ഓൾ യു ഹാഡ് ടു ഡു വാസ് ടു ആസ്ക് അസ്. അപ്പൊ നമ്മളെപ്പോഴും പെർഫെക്റ്റ് ആകും അല്ലേ? നമ്മൾ അങ്ങനെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ എന്നതാ, നമ്മൾ മറ്റുള്ളവർ പറയുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ പറയുമ്പോൾ ചെയ്യുവാണെങ്കിൽ നമ്മൾ പെർഫെക്റ്റ് ആണ്. ദ ട്രൂത്ത്, അത് ശരിയാണ്. നോ വൺ ഈസ് പെർഫെക്റ്റ്. പക്ഷെ അതൊരിക്കലും സംഭവിക്കില്ല. ലൈക്ക് എ ലിറ്റിൽ സ്ക്രിപ്ചറൽ പ്രൂഫ്. അതുകൊണ്ട് തന്നെ അതൊരു പ്രൂഫ് ഇല്ല. ഇഫ് എനിവൺ എമോങ് യു സേസ് ഹി ഈസ് വിത്തൗട്ട് എ സിൻ, ഹി ഈസ് എ ലയർ ആൻഡ് ദ ട്രൂത്ത് ഈസ് നോട്ട് ഇൻ ഹിം. ജസ്റ്റ് എ ലോങ്ങർ വേ ഓഫ് സേയിങ് ദേർ ain't nobody perfect. അപ്പൊ നമ്മൾ അവൻ പാപമൊന്നും ചെയ്യുന്നില്ല, അവനൊരു നുണക്കാരനല്ല. പക്ഷെ സത്യം എന്താ? അത് സത്യം ഇത് തന്നെയാണ്, ആരും പെർഫെക്റ്റിൽ എത്തുന്നില്ല. പെർഫെക്ഷൻ ഈസ് എ മിത്ത് ബേസ്ഡ് ഓൺ സ്പിരിച്വൽ പ്രൈഡ്. അതായത് ആത്മീയമായിട്ടുള്ള ആത്മാഭിമാനത്തിലേക്ക് കടന്നു വരുന്ന ഒരാളുടെ ഉള്ളിലുണ്ടാകുന്ന മിത്താണ് പെർഫെക്ഷൻ. അതായത് ആത്മീയ, ഇപ്പൊ നമ്മുടെ ബിബുക്ക് തന്നെ പറയുന്നുണ്ട്, ആത്മീയ പുരോഗതിയുടെ ചിറകിലേറി ആകാശത്തുകൂടെ പറന്നു നടന്നാലും നിങ്ങളുടെ കാലുകൾ നിലത്ത് തൊട്ടിരിക്കണം, അവിടെയാണ് നിങ്ങളുടെ സഹോദരന്മാരുള്ളത്. അപ്പൊ ഒരാൾക്ക് തോന്നുവാണ് ആത്മീയ പുരോഗതി ഉണ്ടായി ആകാശത്തൂടെ പറന്നു നടക്കണം, അയാൾക്ക് തോന്നും, അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഒരു മിത്തായിട്ട് തോന്നും, ഞാൻ പെർഫെക്റ്റ് ആണ്. ബട്ട് ഇൻ ഫാക്ട് വി വിൽ നെവർ ഹാവ് എ പെർഫെക്റ്റ് ഫാമിലി. അതുകൊണ്ട് തന്നെ നമ്മൾ ചിന്തിക്കണം, സത്യം എന്താണെന്ന് വെച്ചാല് നമ്മൾക്ക് ഒരിക്കലും പരിപൂർണമായ ഒരു കുടുംബമില്ല, പെർഫെക്റ്റ് ഫാമിലി, പെർഫെക്റ്റ് ഫ്രണ്ട്സ്, നമുക്ക് ഒരിക്കലും പരിപൂർണരായ കൂട്ടുകാരില്ല. പെർഫെക്റ്റ് ബിസിനസ് അസോസിയേറ്റ്സ്, നമുക്ക് ഒരിക്കലും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ബിസിനസ് അസോസിയേറ്റ്സ് ഇല്ല, അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് കൂട്ടുകാരില്ല, വ്യാപാര കൂട്ടുകാരില്ല. ഓരോ പെർഫെക്റ്റ് ബോഡി, നമുക്ക് ഒരിക്കലും എല്ലാം തികഞ്ഞ ഒരു ശരീരമില്ല. സംടൈംസ് വി വിൽ ഗെറ്റ് സിക്ക്, നമുക്ക് ചിലപ്പോഴൊക്കെ സിക്കാവും, നമുക്ക് അസുഖമുള്ളവരും. ഓർ ഹാവ് ഏക്സ് ആൻഡ് പെയിൻസ്, പലപ്പോഴും നമുക്ക് വേദനകളും അസുഖങ്ങളും ഉണ്ടാവും. വി വിൽ ഓൾസോ നെവർ ഹാവ് പെർഫെക്റ്റ് ഇമോഷണൽ ലൈഫ്സ്, നമുക്ക് എപ്പോഴും കൃത്യമായിട്ടുള്ള ഒരു വൈകാരിക അവസ്ഥയില്ല, ഫാദർ ഇല്ല. ഹൗ മെനി comes to us and complain, I have been trying so long. How many comes to us and complain? പല ആളുകളും നമ്മുടെ അടുത്ത് വരികയും കംപ്ലൈൻ ചെയ്യുകയും ചെയ്തു. I have been trying so long, അതായത് ഞാൻ വീണ്ടും തുടരുകയാണ്. ഓക്കെ, ഐ ഹാവ് ബീൻ ട്രൈങ് സോ ലോങ്, ഞാൻ ഒരുപാട് കാലം, ദീർഘകാലം ശ്രമിച്ചു. ഫോർ ഇയേഴ്സ്, ഞാൻ വർഷങ്ങളോളം ശ്രമിച്ചു. ടു കൺട്രോൾ മൈസെൽഫ്, എന്നെ തന്നെ നിയന്ത്രിക്കാൻ. ആൻഡ് ഐ സ്റ്റിൽ ഗെറ്റ് അപ്സെറ്റ്, ഞാൻ ഇപ്പോഴും അപ്സെറ്റ് ആവുന്നു. ഐ സ്റ്റിൽ ഗെറ്റ് ജിറ്ററി, ഞാൻ ഇപ്പോഴും ജിറ്ററി ആവുന്നു. ഐ സ്റ്റിൽ ഗെറ്റ് ആംഗ്രി, ഞാൻ ഇപ്പോഴും ദേഷ്യക്കാരൻ. ആൻഡ് ഐ സ്റ്റിൽ ഗെറ്റ് നെർവസ്, ഞാൻ ഇപ്പോഴും നെർവസ് ആവുന്നു. വെൽ, വാട്ട് ഡിഡ് ദേ എക്സ്പെക്ട്, എന്താണ് അവർ പ്രതീക്ഷിക്കുന്നത്? പെർഫെക്റ്റ് കൺട്രോൾ, പെർഫെക്ഷൻ, അത് നമ്മൾ എന്താണ് പ്രതീക്ഷിക്കുന്നത്? ഇതിന്മേൽ നമുക്കൊരു പൂർണ്ണമായ കൺട്രോൾ ആണോ, പൂർണ്ണതയാണോ? ദിസ് ഈസ് ദ ആൽക്കഹോളിക് മൈൻഡ് അറ്റ് വർക്ക്. ഇതാണ് ഒരു ആൽക്കഹോളിക് മൈൻഡിന്റെ ജീവിത പ്രവൃത്തികളിൽ മൈൻഡ് വർക്ക് ചെയ്യുന്നത്. ഫാദർ റാൽഫ് സേസ്, അതായത് റാൽഫ് പറയാണ്, ദ പെർസിസ്റ്റന്റ് സ്ട്രഗിൾ ടു റീച്ച് ദാറ്റ് സ്മൂത്ത് ഫീലിംഗ്, അതായത് നമുക്ക് ആ സ്മൂത്ത് ഫീലിംഗിലേക്ക് എത്തിച്ചേരണമെങ്കിൽ വെൻ ആൽക്കഹോൾ സ്റ്റോപ്സ് ഡൂയിങ് ഇറ്റ്, അതായത് പലപ്പോഴും മദ്യം നമുക്ക് തരാത്ത പെർഫെക്ഷനിലേക്ക് എത്തിച്ചേരണമെങ്കിൽ സം പീപ്പിൾ ദം ടേൺ ടു ഡ്രഗ്സ്. ബട്ട് അപ്പൊ അങ്ങനെ ആൽക്കഹോൾ ആ പെർഫെക്ഷൻ നമുക്ക് തരാത്തപ്പോൾ പലരും ഡ്രഗ്സിലേക്ക് തിരിഞ്ഞു പോകും. റാൽഫ് ട്രൈ ടു യൂസ് കോമ്പിനേഷൻ ഓഫ് ആൽക്കഹോൾ, ബാർബിറ്റുറേറ്റ്സ് ആൻഡ് ബോർമേഡ് കോമ്പൗണ്ട് ടു ഹെൽപ്പ് ഹിം ഗെറ്റ് ത്രൂ ഈച്ച് ഡേ. അപ്പൊ റാൽഫ് ഇത്തരം ആൽക്കഹോളും മദ്യവും ബാർബിറ്റുറേറ്റ്സ് ആൻഡ് ബ്രോമൈഡ് കോമ്പൗണ്ട്സ്, അങ്ങനെയുള്ള കോമ്പൗണ്ടുകൾ ഡ്രഗ്സിന്റെ പേരാണ്. സോ ഹെൽപ്പ് ഹിം ഗെറ്റ് ത്രൂ ഈച്ച് ഡേ. അങ്ങനെ പല ദിവസങ്ങളും കടന്നു പോകാൻ വേണ്ടി നെവർ ടു കീഡ് അപ്പ്, നെവർ ടു ഡിപ്രസ്, അങ്ങനെ പലപ്പോഴും അദ്ദേഹത്തിന് വലിയ
ഡിപ്രഷൻ വന്നില്ല, നെവർ അപ്സെറ്റ്, അദ്ദേഹം ഒരിക്കലും ഓർ ഡിസപ്പോയിന്റഡ് ബൈ എനിത്തിങ് ദാറ്റ് ഹാപ്പൻ, അദ്ദേഹം ഒരിക്കലും നിരാശനാകാതിരിക്കാൻ അത് ചെയ്തു. ബട്ട് ജസ്റ്റ് സെയിലിംഗ് അലോങ്, ബട്ട് അങ്ങനെ അദ്ദേഹം ഒഴുകി തുടങ്ങി. ആസ് ഇറ്റ് വെയർ ഓൺ എ വേവ്ലെസ് സീ അണ്ടർ എ ക്ലൗഡ് സ്കൈ. അതുകൊണ്ട് അദ്ദേഹത്തിന് ഇത് ചെയ്തത് എന്തുകൊണ്ടാ? തിരമാലകളില്ലാത്ത ഒരു സമുദ്രം ഈ നീലാകാശത്തിന് കീഴിൽ അദ്ദേഹത്തിന് വേണം. ബട്ട് ദാറ്റ് വാസ് നോട്ട് ദ വേ ദ റിയൽ വേൾഡ് എവർ വർക്ക്ഡ്. പക്ഷെ അങ്ങനെയല്ല, തിരമാലകളില്ലാത്ത സമുദ്രം ഉണ്ടാകില്ല. ഈ ആകാശത്തിന് കീഴിൽ എല്ലാ സമുദ്രങ്ങളും തിരമാലകളുണ്ടാകും. ബട്ട് ദാറ്റ് വാസ് നോട്ട് ദ വേ ദ റിയൽ വേൾഡ് എവർ വർക്ക്ഡ്. നോ മാറ്റർ ഹൗ ഹാർഡ് വി ട്രൈ ടു മേക്ക് കണ്ടിന്യൂവൽ മിസ്കോഡ് അഡ്ജസ്റ്റ്മെന്റ്സ് ഇൻ അവർ മൂഡ് വിത്ത് ആൽക്കഹോൾ ആൻഡ് അതർ കെമിക്കൽസ്. അതായത് നമ്മൾ പലപ്പോഴും ആൽക്കഹോളും മറ്റ് ഡ്രഗ്സുകളും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ മൂഡ് സൃഷ്ടിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോഴും അതൊരിക്കലും സംഭവിച്ചില്ല. ദർ വിൽ ബി ഡേയ്സ് വെൻ വി വിൽ ബി ഫീലിംഗ്സ് വണ്ടർഫുൾ ആൻഡ് ദർ വിൽ ബി ഡേയ്സ് വെൻ വി വിൽ ബി ഫീലിംഗ് ലൂസി. അതായത് നമ്മളുടെ ജീവിതം എത്ര അതിമനോഹരമാണെന്നും എത്ര നിരാശജനകമാണെന്നും ചിന്തിക്കുന്ന ദിവസങ്ങൾ പലപ്പോഴും മാറി മാറി കടന്നു വരും. ആൻഡ് ദർ വിൽ ബി ഡേയ്സ് വെൻ വൺ ഈസ് ക്വിക്ക് ടു ആങ്കർ ആൻഡ് ഡേയ്സ് വെൻ നത്തിങ് അപ്സെറ്റ്സ്. ചിലപ്പോൾ പെട്ടെന്ന് ദേഷ്യം വരുന്ന ദിവസങ്ങളുണ്ട്, എന്നാൽ ഒരിക്കലും ഒരു കാര്യവും നമ്മൾ അപ്സെറ്റ് ചെയ്യാത്ത ദിവസങ്ങളുണ്ട്. ദർ വിൽ ബി ഡേയ്സ് വെൻ വി ഫീൽ മീൻസ് ആസ് വെൽ ഗെറ്റ് ഔട്ട് ആൻഡ് ഡേയ്സ് വെൻ വി ഫീൽ ലൈക്ക് ഡൂയിങ് എ ഗുഡ് ടേൺ ഈവൻ ഫോർ അവർ വേസ്റ്റ് എനിമി. അപ്പോൾ നമ്മുടെ ശത്രുക്കൾ, നമ്മുടെ ഏറ്റവും അതിപ്രധാനമായിട്ടുള്ള ശത്രുക്കളോട് പോലും നന്നായി പെരുമാറുന്ന ദിവസങ്ങളും നമ്മൾക്ക് വെൻ വി ഫീൽ മീൻസ് വളരെ മീനായിട്ട് പെരുമാറുന്ന, വളരെ ദേഷ്യത്തിൽ പെരുമാറുന്ന ദിവസങ്ങളുണ്ട്. ബട്ട് ദെൻ ലൈഫ് ആൻഡ് ഇമോഷൻസ് ആർ ലൈക്ക് ദാറ്റ്. അതുകൊണ്ട് ജീവിതവും വികാരങ്ങളും അങ്ങനെ തന്നെയാണ്, വെരി അൺഈവൻ. അതൊരിക്കലും സ്റ്റഡി ആയി പോകുന്ന ഒരു കാര്യമല്ല. ആൻഡ് ഇംപെർഫെക്റ്റ് ഈവൻ ഇൻ ദ ബെസ്റ്റ് ഓഫ് മെൻ. ഏറ്റവും നല്ല മനുഷ്യനിൽ പോലും ഇത്തരം കാര്യങ്ങൾ സംഭവിക്കാം. വി ഓൾസോ നീഡ് എ റിമെമ്പർ ദാറ്റ് പെർഫെക്ഷൻ ഈസ് എ മിത്ത് വെൻ വി ഗെറ്റ് ടു വറീഡ് അബൌട്ട് ദ വാണ്ടറിങ്. അപ്പൊ ഇത് നമ്മൾ ഒരിക്കൽ കൂടി നമ്മൾ ചിന്തിക്കണം. അതായത് പെർഫെക്ഷൻ, പരിപൂർണത എന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു മിത്താണ്. നമ്മൾ അതിനെക്കുറിച്ച് ടു വറീഡ് അബൌട്ട് ദ വാണ്ടറിങ് തോട്ട്സ് റണ്ണിങ് ത്രൂ അവർ ഹെഡ്സ്. അതായത് ഇത്തരം ചിന്തകൾ നമ്മുടെ തലയോടെ ചുറ്റിക്കറങ്ങുമ്പോൾ നമ്മൾ ചിന്തിക്കണം, പെർഫെക്ഷൻ എന്ന് പറയുന്നത് മിത്താണ്. വി മേ ഈവൻ ബി നീലിംഗ് ഇൻ ചർച്ച്. നമുക്ക് പള്ളിയിൽ മുട്ടുകുത്തി നിൽക്കാം. ആൻഡ് ട്രൈങ് അവർ ബെസ്റ്റ് ടു മെയിൻറ്റെയിൻ എ വർഷിപ്പുൾ ആൻഡ് പ്രയർഫുൾ സ്റ്റേറ്റ് ഓഫ് മൈൻഡ്. നമുക്ക് പള്ളിയിൽ പോയി മുട്ടുകുത്തി നിൽക്കുകയും നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ ആരാധിക്കുകയും പ്രാർത്ഥനാ നിർഭരമായിരിക്കുന്ന മനസ്സോടുകൂടിയൊക്കെ നമുക്ക് നിൽക്കാൻ കഴിയും. നമുക്ക് പരിശ്രമിക്കാം. ട്രൈങ് അവർ ബെസ്റ്റ് ടു മെയിൻറ്റെയിൻ, അതായത് നമ്മൾ അത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമുക്ക് ശ്രമിക്കാം. വെൻ എ wildly inappropriate train of thought suddenly pops into our heads and threatens to lead us into total destruction. അങ്ങനെ ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ നമ്മൾ ശ്രമിക്കുമ്പോഴും പെട്ടെന്ന് തന്നെ നമ്മൾക്ക് ഒരു ട്രെയിൻ ഓഫ് തോട്ട്സ്, അതായത് ചിന്തകളുടെ ഒരു ട്രെയിൻ സഡൻലി പോപ്സ് നമ്മുടെ തലയിലേക്ക് ബ്രെയിനിലേക്ക് വരികയും into our heads and threatens to lead us into total destruction. അതായത് അത്തരം മാനസികാവസ്ഥയെ ഡിസ്ട്രാക്ട് ചെയ്യുകയും ചെയ്യും. ആംഗ്രി തോട്ട്സ്, അത് ചിലപ്പോൾ ദേഷ്യം വരുന്ന ഒരു ചിന്തയാകാം. എൻവീസ് തോട്ട്സ്, ചിലപ്പോൾ ശത്രുത ഉണ്ടാകുന്ന ചിന്തകൾ. സെക്ഷൽ തോട്ട്സ്, പലപ്പോഴും അത് ലൈംഗിക ചിന്തകളായിരിക്കും. ഏണിങ്സ് ഓഫ് വേൾഡ്ലി അംബിഷൻസ്, അതായത് ഈ ലോകത്ത് നമുക്ക് നേടിയെടുക്കാം പല കാര്യങ്ങളും, വീടുണ്ടാകണം, കാറുണ്ടാകണം, നല്ല വസ്ത്രങ്ങൾ വേണം, സമ്പാദ്യം വേണം, ജോലി വേണം, അങ്ങനെയുള്ള വേൾഡ്ലി അംബിഷൻസ്, നല്ല ഭാര്യ വേണം, മക്കൾ വേണം, ഇങ്ങനെയുള്ള അംബിഷൻസ് ആയിരിക്കാം. ആൻഡ് ടെംപ്റ്റേഷൻസ് ഓഫ് എവരി അതർ സോർട്സ്, അതുപോലെ തന്നെ മറ്റ് പല ടെംപ്റ്റേഷൻ മേ എറപ്റ്റ് വിത്തൗട്ട് വാണിംഗ് ഇൻ ദ മൈൻഡ്സ്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരും, ഒരു വാണിംഗും കൂടാതെ, മുന്നറിയിപ്പും കൂടാതെ കടന്നു വരും. ഓഫ് ഈവൻ ദ ഹോളിയസ്റ്റ് ഓഫ് us, എത്ര പരിശുദ്ധരായ നമ്മളിലേക്ക് അത് വരും. ആൻഡ് ത്രൂ us into at least a brief spiritual struggle before we can lay them once more to rest. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? ബ്രീഫ് സ്പിരിച്വൽ സ്ട്രഗിൾ ആണ്. അതായത് ഒരു ആത്മീയതയിലേക്കുള്ള ആ ഒരു സ്ട്രഗിളിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു പക്ഷേ ഇത്തരം കാര്യങ്ങൾ വൺസ് മോർ ടു റെസ്റ്റ്, അതായത് ഇത്തരം ചിന്തകളെ മാറ്റിവിടുമ്പോൾ നമുക്ക് കിട്ടും. ഈവൻ ജീസസ് ഹിംസെൽഫ് വാസ് നോട്ട് അക്സെപ്റ്റ്. ക്രിസ്തു പോലും ഇതിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടില്ല. ദ സ്റ്റോറി ഓഫ് ദിസ് ആക്റ്റീവ് മിനിസ്ട്രി ബിഗാൻ വിത്ത് ദ സ്റ്റോറി ഓഫ് ദ ടെംപ്റ്റേഷൻ ഇൻ ദ wilderness and ended the story of his temptation in the garden of
ഗെറ്റ്സമൻ, അതായത് ഗെറ്റ്സമൻ തോട്ടത്തിലുണ്ടായ ക്രിസ്തുവിനുണ്ടായ ആ പരീക്ഷണം നോക്കിയാൽ മതി. അദ്ദേഹത്തിന് ആ, അടുത്തു വരികയും ചില ചോദ്യങ്ങൾ ചോദിക്കുകയൊക്കെ ചെയ്യണം നമ്മൾ ബൈബിൾ വായിച്ചിട്ട്. അപ്പൊ അതിനകത്തേക്ക് ഞാൻ കൂടുതൽ പോകുന്നില്ല. അപ്പോൾ ആൻഡ് ആസ് ഫോർ ദ റെസ്റ്റ് ഓഫ് അസ്, അപ്പൊ റാഫ് പറയുന്നു നമുക്ക് പോയിന്റ് അറൌട്ട് വി മേ ലൈവ് ടു ബി 100 ബട്ട് വി ഷാൽ സ്റ്റിൽ ഹാവ് ഡിസ്ട്രാക്ഷൻ. നമ്മൾ ഇനി ഒരു 100 വയസ്സ് വരെ ജീവിച്ചിരിക്കാം, പക്ഷെ അപ്പോഴും നമുക്ക് ഈ ഡിസ്ട്രാക്ഷൻസ് ആൻഡ് ബാഡ് തോട്ട്സ്, ആ ചീത്ത ചിന്തകളുണ്ടാവും. ആൻഡ് സ്ക്രൂവി തോട്ട്സ്, അങ്ങനത്തെ ചിന്തകൾ നമ്മളെ ചെയ്യും. ആൻഡിൽ വി ആർ ഡെഡ്, നമ്മൾക്ക് മരിക്കുന്നത് പോലെ ചിന്തകളുണ്ടാവും. റാൽഫ് വാസ് സ്പീക്കിംഗ് പാർട്ട്ലി ടു ഹിസ് ഓൺ സ്പിരിച്വൽ പ്രോബ്ലം ഓഫ് കോഴ്സ്. അദ്ദേഹത്തിന് ഉണ്ടായ ആത്മീയ പ്രശ്നങ്ങളാണ് ഇവിടെ പറയുന്നത്. ഹിസ് ടെൻഡൻസി ടു സ്ക്രപ്ലിസിറ്റി, ദ സെൻസ് ഓഫ് പേഴ്സണൽ ഫെയിലിയർ, അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ പരാജയങ്ങളെ കുറിച്ചും വിച്ച് ഹി ഹാഡ് വെൻ ഹി ഫസ്റ്റ് എൻറ്റേർഡ്. ഇപ്പോൾ ആൽക്കോഹോളിക്സ് അനോണിമസിലേക്ക് ആദ്യം കടന്നു വരുന്നതിന് മുമ്പ് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ പരാജയങ്ങളെ കുറിച്ച് അദ്ദേഹം പറയുന്നു. ആൻഡ് സോ ഓൺ, അങ്ങനെ തന്നെയാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ട്. ബട്ട് ഹി ഫൗണ്ട് ദാറ്റ് ദിസ് മെസ്സേജ് ഓൾസോ സ്പോക്ക് ടു എ സെൻട്രൽ സ്പിരിച്വൽ പ്രോബ്ലം, അതായത് നമ്മുടെ ആത്മീയ പ്രശ്നത്തിന്റെ കേന്ദ്രം അതേക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. ഫൗണ്ട് എമോങ് ലാർജ് നമ്പേഴ്സ് ഓഫ് കാത്തലിക് ആൽക്കഹോളിക്സ്. അതായത് ഇപ്പം ഞാൻ കാത്തലിക്കാണ്. അപ്പം ഞാനൊക്കെ ചെറുപ്പത്തിലെ പള്ളിയിൽ പോകുമ്പോഴും ഒക്കെ പഠിച്ചുകൊണ്ടിരുന്നത്, ഞാൻ 10-11 വരെ വേദപാഠ ക്ലാസ്സിലും ബൈബിൾ കോളേജിലും ഒക്കെ, ഇവരുടെ ബൈബിൾ കോളേജിലേക്ക് ഒരു വർഷമൊക്കെ പോയിട്ട്, അപ്പം അവിടെ പഠിപ്പിച്ചിരുന്ന കാത്തലിക് ആൽക്കഹോളിക്സ് ആയിട്ടുള്ള ആളുകൾക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള ആത്മീയ പ്രശ്നത്തെ കുറിച്ചാണ് ഇദ്ദേഹം പറയുന്നത്. പ്രത്യേകിച്ച് എയിലെ ലാർജ് നമ്പർ ഓഫ് കാത്തലിക് ആൽക്കഹോളിക്സ്. ഇറ്റ് ഈസ് അമേസിങ് ഹൗ മെനി ന്യൂ കമേഴ്സ്, അദ്ദേഹം അത്ഭുതപ്പെടും എത്ര ന്യൂ കമേഴ്സ് ടു എ ഹു ആർ ഓഫ് ആ കാത്തലിക് ബാക്ക്ഗ്രൗണ്ട്, എത്രയോ ആളുകൾ കടന്നു വരുന്നു. കാത്തലിക് ബാക്ക്ഗ്രൗണ്ട് ഉള്ള എത്രയോ ആളുകൾ ആർ ഇനിഷ്യലി ടെറിഫൈഡ് ബൈ ദ സ്പിരിച്വൽ ഡയമെൻഷൻസ് ഓഫ് ദ പ്രോഗ്രാം, ബിക്കോസ് ഓഫ് ദ പ്രോഗ്രാം. അതായത് അവർ പലപ്പോഴും ടെറിഫൈഡ്, ഭയചകിതരാകുന്നു. സ്പിരിച്വൽ ഡയമെൻസ്, അതായത് ആത്മീയതയെ കുറിച്ചുള്ള നമ്മുടെ പ്രോഗ്രാം പറയുന്നതിനെ കുറിച്ച് അവർ ഇതാകുന്നു. ബിക്കോസ് ഓഫ് ദെയർ ബിലീഫ് ദാറ്റ് ദേ ഹാവ് സിൻഡ് സോ വിക്കഡ്ലി അഗെയിൻസ്റ്റ് ഗോഡ്. കാരണം അവരങ്ങനെ ചിന്തിക്കുന്നതിനുള്ള ഒരു കാരണം, അവർ പാപം ചെയ്തിരിക്കുന്നു. അവരുടെ പാപചിന്തകൾ, അല്ലെങ്കിൽ പാപബോധം, അവർ വിശ്വസിക്കുന്നത് ദൈവത്തിനെതിരായി എന്നെ കൊണ്ട് അത് ചെയ്യിപ്പിച്ച് പ്രവർത്തിപ്പിച്ച് ഞാൻ ദൈവത്തിന് അകന്നു നിൽക്കുന്നു എന്ന്. നോട്ട് ജസ്റ്റ് ബൈ ദയർ ഔട്ട് ഓഫ് കൺട്രോൾ ഡ്രിങ്കിങ് ബട്ട് ഇൻ മെനി അതർ വേസ്. അപ്പൊ മദ്യപിക്കുക എന്നുള്ള ഔട്ട് ഓഫ് കൺട്രോൾ ആയിട്ട് മദ്യപിക്കുക എന്നുള്ള കാര്യങ്ങളിൽ മാത്രമല്ല, മറ്റ് പല കാര്യങ്ങളിലും ദൈവത്തിനെതിരായി പാപം ചെയ്യുന്നുള്ള ഒരു കുറ്റബോധം അവരിൽ നേരിടുന്നു. ദാറ്റ് ഗോഡ് വുഡ് നെവർ ഹിയർ ദയർ പ്രേയേഴ്സ് ഫോർ ഹെൽപ്പ്. അതുകൊണ്ട് തന്നെ അവർ ചിന്തിക്കുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, അങ്ങനെയുള്ള ഒരു ദൈവം, അതായത് പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നു പോയ ആൾക്ക് ദൈവം സഹായിക്കുകയില്ല എന്നുള്ള മറ്റൊരു ചിന്തയാണ് അവരിലേക്ക് കടന്നു വരുന്നത്. മോസ്റ്റ് ഓഫ് ദ നീഡ്, എല്ലാവർക്കും ഒരു കാര്യം ആവശ്യമുണ്ട്, നോട്ട് ബീയിങ് സ്കോൾഡഡ്, അതായത് വഴക്ക് പറയാത്ത, ആൻഡ് ബെറേറ്റഡ് ഓഫ് ദെയർ വീക്ക്നെസ്. അപ്പൊ അതായത് ആൻഡ് സപ്പോസ്ഡ് ലാക്ക് ഓഫ് വിൽ പവർ ആൻഡ് ഓർഡിനറി റെസ്പോൺസിബിലിറ്റി. അപ്പൊ അദ്ദേഹം പറയുന്നതെന്ന് വെച്ചാൽ, അദ്ദേഹം ഈ എല്ലാവർക്കും ആവശ്യമുള്ളത് വഴക്ക് പറയാത്ത, അവരുടെ ഈ പറയുന്ന ലാക്ക് ഓഫ് വിൽ പവറിന്, അതായത് മനഃശക്തിക്ക് സഹായിക്കുന്ന, ഓർഡിനറി സാധാരണ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ കഴിയുന്ന, ബട്ട് കോൺസ്റ്റന്റ് റീഅഷുറൻസ്, തുടർച്ചയായിട്ട് അത് അവർക്ക് കിട്ടുന്ന, ദാറ്റ് ഗോഡ് ലവ്സ്, അതായത് സ്നേഹിക്കുന്ന ഒരു ദൈവം, ദം ആൻഡ് ഈസ് ഗോയിങ് ടു കീപ് ഓൺ ഹെൽപ്പിംഗ് ദം റിക്കവർ. അങ്ങനെയുള്ള ഒരു ദൈവമാണ് അവരെ സുബോധാവസ്ഥയ്ക്ക് സഹായിക്കുള്ളൂ, അല്ലെങ്കിൽ വീണ്ടെടുക്കലിന് സഹായിക്കും. ഈവൻ ഇഫ് ഇറ്റ് ടേക്സ് മന്ത്സ് ആൻഡ് ഇയേഴ്സ്, ചിലപ്പോൾ ഇത് മാസങ്ങളോളം വർഷങ്ങളോളം എടുത്തേക്കാം. ബിഗിൻ ഗെറ്റിംഗ് ദെയർ ലൈഫ്സ് ബാക്ക് ഇൻ ഓർഡർ അഗൈൻ, അവരുടെ ജീവിതം വീണ്ടും തിരിച്ച് ബാക്ക് ഇൻ ഓർഡർ, പഴയ പോലെ ആകും. ആൻഡ് ദെൻ റാൽഫ് ഡിസ്കവേർഡ് ടു ഹിസ് അമേസ്മെന്റ് ദാറ്റ് അപ് ടു 60% ഓഫ് ദ പീപ്പിൾ അറ്റൻഡിങ് ഹിസ് വീക്കെൻഡ് സ്പിരിച്വൽ റിട്രീറ്റ്സ് വെർ പ്രൊട്ടസ്റ്റൻസ്. അപ്പൊ അദ്ദേഹം പറയുന്നത്, അദ്ദേഹത്തിന്റെ വീക്കെൻഡ്സിലുണ്ടായ റിട്രീറ്റ് പങ്കെടുത്തിരുന്ന 60% ആളുകൾ പ്രൊട്ടസ്റ്റന്റുകാരായിരുന്നു. ദേ വർ ജസ്റ്റ് ആസ് ടെറിഫൈഡ് ഓഫ് ഗോഡ്, അവർ ദൈവത്തെ ഭയപ്പെട്ടു, ആൻഡ് ഓഫ് ദ ഡിമാൻഡ്സ് ഓഫ് റിയൽ ഹോളിനെസ്, അതായത് ശരിയായ വിശുദ്ധിക്ക് വേണ്ടി കിട്ടാൻ വേണ്ടി അവർ പരിചയപ്പെട്ടു. ആസ് ദ കാത്തലിക് വയർ, അതായത് കത്തോലിക്കില് പറയുന്നത് പോലെ തന്നെ. അങ്ങനെ
അദ്ദേഹം അതിനെപ്പറ്റി നമ്മളെ ഇംപെർഫെക്ഷനെ പറ്റിയാണ് പറയുന്നത്. One of the people whom Dorothy Sherrin brought into the program was the first, അതായത് ഡൊറോത്തി ഷെറിൻ എന്ന് പറയുന്ന നമ്മുടെ ലയ മെമ്പറാണ്, കത്തോലിക്ക പുരോഹിതനായ റാൽഫിൽ നമ്മുടെ മീറ്റിംഗ്. ഹി വാസ് the Bishop of Indianapolis sent him to pastor congregations all the way from Snake Run, Indiana to the nice Indianapolis suburbs. അപ്പം ഇന്ത്യനാപോളിസിലേക്ക് അല്ലെങ്കിൽ ആ സെമിനാരിയിലേക്ക് കടന്നു വന്നപ്പോൾ ബിഷപ്പ് അദ്ദേഹത്തിന് പല സ്ഥലങ്ങളിലേക്കും പറഞ്ഞു വിട്ടു. ഹി വാസ് ഗുഡ് പാസ്റ്റർ, അദ്ദേഹം ഒരു നല്ല പാസ്റ്ററാണ്. ഹി ഡിഡ് എ വെരി ഗുഡ് ജോബ് എവരി ടൈം. അദ്ദേഹം എപ്പോഴും എല്ലാ കാര്യങ്ങളും നന്നായി ചെയ്തിരുന്നു. ആൻഡ് അൺലൈക്ക് മെനി റോമൻ കാത്തലിക് പ്രീസ്റ്റ് ബിഫോർ വത്തിക്കാൻ സെക്കൻഡ്, ഹി കുഡ് പ്രീച്ച് എ റൗസിംഗ് ഗുഡ് സർമൺ. അദ്ദേഹം സുവിശേഷത്തെ കുറിച്ച് നന്നായി പ്രചരിപ്പിച്ചിരുന്നു. ബട്ട് എവറി ടൈം ഹിസ് ഡ്രിങ്കിങ് വുഡ് ഈവൻച്വലി ക്രിയേറ്റ് സച്ച് എ പബ്ലിക് സ്കാൻഡൽ ദാറ്റ് ദ ബിഷപ്പ് വുഡ് ഹാവ് ടു പുൾ ഹിം ഔട്ട്. അപ്പോൾ ഇദ്ദേഹത്തിന്റെ ഈ മദ്യാസക്തി കൊണ്ട് പലപ്പോഴും ഇത് പൊതുജനങ്ങൾക്ക് പ്രശ്നം ഉണ്ടാക്കിയിരുന്നു. അതുകൊണ്ട് പലപ്പോഴും ബിഷപ്പിന്, അതായത് ഈ തരം സുവിശേഷ പ്രചരണത്തിനൊക്കെ ഇദ്ദേഹത്തിന് വിടാനായിട്ട് സാധിച്ചില്ല, അല്ലെങ്കിൽ മാറ്റി നിർത്തപ്പെട്ടു. സെൻഡ് ഹിം ഓഫ് ടു എ സാനിറ്റോറിയം ടു ഡ്രൈവ് ഹിം ഔട്ട്. അങ്ങനെ ബിഷപ്പ് ഇദ്ദേഹത്തിന് ഒരു സാനിറ്റോറിയത്തിലേക്ക് പറഞ്ഞു വിടുക. ആൻഡ് ദെൻ ഗീവ് ഹിം എ സ്റ്റേൺ ലെക്ചർ. അങ്ങനെ ഒരു ലെക്ചർ, ഒരു പഠനം. ആൻഡ് സെൻഡ് ഹിം ടു serve as priest of some other parish. അപ്പോൾ മറ്റ് പല പുരോഹിതർക്കും ഇങ്ങനെ ഈ പ്രശ്നമുള്ള മറ്റ് പുരോഹിതരെ പഠിപ്പിക്കാനായി അദ്ദേഹത്തെ പറഞ്ഞു വിട്ടു. ഹി ഹാഡ് ഗോൺ ത്രൂ ഇനഫ് ചർച്ചസ് ദാറ്റ് വേ. അങ്ങനെ പല പള്ളികളിലും അദ്ദേഹം പോയി. ദാറ്റ് ഹിസ് ബിഷപ്പ് ആൻഡ് ദ ഹോൾ ഡയോഷൻ അഡ്മിനിസ്ട്രേഷൻ വേർ ഇൻ ടോട്ടൽ ഡിസ്പെയർ. അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ അതിരൂപതയിലുള്ള അഡ്മിനിസ്ട്രേഷനും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ഫാദർ റാൽഫ് വാസ് ബാക്ക് ഇൻ ഇന്ത്യനാപോളിസ്, ഷെയ്ക്കി ആൻഡ് അബൌട്ട് റെഡി ടു ഫോൾ ടു പീസ് അഗെയിൻ. ഫാദർ റാൽഫ് വീണ്ടും ഇങ്ങനെ പറഞ്ഞു വിട്ടപ്പോഴും അദ്ദേഹത്തിന് പലപ്പോഴും ഷെയ്ക്ക്, വളരെ വെറുതെയാർന്ന ശരീരവുമായിട്ട് വീണ്ടും ഞാൻ തകർക്കപ്പെടുന്ന രീതിയിൽ അദ്ദേഹം ഇന്ത്യനാപോളിസ്. വെൻ ഹി സോ സം എ ലിറ്ററേച്ചർ ആൻഡ് ടെലിഫോൺ ഡൊറോത്തി ഷെറിൻ. അദ്ദേഹം പിന്നീട് ആൽക്കോളിസത്തിന്റെ ബുക്ക് കാണുകയും ഡൊറോത്തി ഷെറിൻ എന്ന് പറയുന്ന ആൾക്ക് ഫോൺ ചെയ്യുകയും ചെയ്തതിനു ശേഷം ഡൊറോത്തി കെയിം ഓവർ. ഫാദർ റാൽഫ് സെഡ്, ഐ ആം നോട്ട് ആൻ ആൽക്കഹോളിക്. ഓഫ് കോഴ്സ് അദ്ദേഹത്തോട് പറയാണ്, എ മെമ്പറോട് പറയാണ്, ഐ ആം നോട്ട് ആൻ ആൽക്കഹോളിക്, ഞാനൊരു ആൽക്കഹോളിക് അല്ല, ഓഫ് കോഴ്സ്, ബട്ട് ഐ ഹാഡ് ലൈക്ക് ടു നോ എ ലിറ്റിൽ മോർ അബൌട്ട് ദിസ് പ്രോഗ്രാം. പക്ഷേ എനിക്ക് ഈ പ്രോഗ്രാമിനെ കുറിച്ച് കുറച്ചുകൂടി അറിയണം. ആൻഡ് ഡൊറോത്തി, എ വെരി വൈസ് മാൻ, വലിയ ബുദ്ധിശാലിയായ അയാൾ, ജസ്റ്റ് സ്മൈൽഡ് ജെന്റ്ലി ആൻഡ് പ്രോംപ്റ്റ്ലി ഡ്രാഗ്ഡ് ഫാദർ റാൽഫ് ഓഫ് ഹിസ് ഫസ്റ്റ് എ മീറ്റിംഗ്. അങ്ങനെ അദ്ദേഹത്തിന് വളരെ സാവധാനം, വളരെ മാന്യതയോടുകൂടി ആദ്യത്തെ എ മീറ്റിംഗ് കൊണ്ടുപോയി. ഡോർ കണ്ടിന്യൂ ടു ബി റാഫ് സ്പോൺസർ. അങ്ങനെ റാൽഫിന്റെ സ്പോൺസറായി അദ്ദേഹം മാറി. അൻറ്റിൽ ദ എൻഡ് ഓഫ് ഡോർസ് ലൈഫ്. അദ്ദേഹത്തിന്റെ ജീവിത അവസാനം വരെ, അതായത് ഡോർ മരിക്കുന്നത് വരെ റാൽഫിന്റെ അച്ഛന്റെ സ്പോൺസറായിരുന്നു അദ്ദേഹം. ആഫ്റ്റർ വാർഡ് റാൽഫ്, ഹു വാസ് എ റോമൻ കാത്തലിക് പ്രീസ്റ്റ് ആൻഡ് അണ്ടർസ്റ്റുഡ് ദ സ്റ്റാൻഡേർഡ്സ് ആൻഡ് വുഡ് നോട്ട് ഹാവ് മേഡ് സച്ച് എ സ്റ്റേറ്റ്മെന്റ് ലൈറ്റ്ലി, said simply that in knowing Dor, he had the privilege of knowing one of the real saints. അപ്പം അദ്ദേഹം പറയണം, അയാൾ അറിഞ്ഞിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വിശുദ്ധനായ മനുഷ്യനായിരുന്നു ഡോർ, അതായത് ഇദ്ദേഹത്തിന്റെ സ്പോൺസർ. അദ്ദേഹത്തിന് ആ പ്രിവിലേജ്, അങ്ങനത്തെ ഒരു പ്രിവിലേജ് കൊടുക്കേണ്ടതുണ്ടായിരുന്നു എന്ന് ജെ.ഡി. ഹോംസ് സെഡ് സംതിങ് വെരി സിമിലർ. അതുപോലെ തന്നെയാണ് ജെ.ഡി. ഹോംസ് എന്ന് പറയുന്ന ആള് പറയുന്നത്, ദാറ്റ് ഡോർ വാസ് ദ ഓൺലി മാൻ ഹി ഹാഡ് എവർ നോൺ whom he would put on the same level as ഡോക്ടർ ബോബ്. അപ്പൊ അദ്ദേഹത്തിന്റെ അറിവിൽ വെച്ച് ഡോക്ടർ ബോബിന്റെ അതേ ലെവലിൽ വെക്കാവുന്ന ഒരാളെന്ന് പറയുന്നത് ഈ അച്ഛനെ നമ്മുടെ മീറ്റിംഗ് കൊണ്ടുവന്ന ആളാണ്. ഹി മസ്റ്റ് ഹാവ് ബീൻ എ ട്രൂലി എക്സ്ട്രാ ഓർഡിനറി മാൻ. അദ്ദേഹം ഒരു അസാധാരണമായ മനുഷ്യനായിരുന്നു. റാൽഫ് ലേറ്റർ ഓർഗനൈസ്ഡ് ദ കാത്തലിക് ക്ലർജി കോൺഫറൻസ് ഓഫ് ആൽക്കഹോളിസം. പിന്നീട് ഈ ക്ലർജി എന്ന് പറഞ്ഞ അച്ഛന്മാരെ കൂട്ടിക്കൊണ്ട് അദ്ദേഹം ആൽക്കഹോളിസത്തിന് വേണ്ടിയിട്ട് ഒരു കോൺഫറൻസ് സംഘടിപ്പിച്ചു. ആൻഡ് പ്ലേഡ് എ മേജർ റോൾ ഇൻ ഗെറ്റിംഗ് ദ റോമൻ കാത്തലിക് ചർച്ച് ഇൻ ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ടു അപ്രീഷിയേറ്റ് ആൻഡ് സപ്പോർട്ട് ദ ന്യൂ എ മൂവ്മെന്റ്. അങ്ങനെ ഇദ്ദേഹമാണ് അമേരിക്കയിലെ റോമൻ കാത്തലിക് ചർച്ചിന്റെ ഇടയിൽ ഇത് എ മൂവ്മെന്റിന്, എ ചലനത്തിന് ഒരു സാധ്യത ഉണ്ടാക്കി കിട്ടുന്ന ആൾ. ഇൻ ജൂൺ 1950 ആണ് വീക്കൻ സ്പിരിച്വൽ റിട്രീറ്റ് ഫോർ റിമെമ്പർ ഓഫ് എ അറ്റ് സെന്റ് ജോസഫ് കോളേജ് ഇൻ റെൻസ്ലർ, ഇന്ത്യാന. അദ്ദേഹം 1946 വീക്കൻ സ്പിരിച്വൽ റിട്രീറ്റ്, എല്ലാ ആഴ്ചയിലെ അവസാനത്തിലുള്ള സ്പിരിച്വൽ റിട്രീറ്റ് നടത്തിയിരുന്നു. അവിടെ നോർത്തിൽ നിന്നും സൗത്തിൽ നിന്നും ഒക്കെ ധാരാളം ആളുകൾ
കടന്നു വന്നിരുന്നു. ഇതൊരു റോമൻ കാത്തലിക് റിട്രീറ്റ് ആയിരുന്നു. ബട്ട് വിത്തൗട്ട് ദ ലെക്ചർ ആൻഡ് റെഫറൻസ് ഓഫ് റോമൻ കാത്തലിക് ഡോഗ്മ ആൻഡ് പ്രാക്ടീസ്. അതായത് ആ റിട്രീറ്റ്, ആ ധ്യാനം അവർ നടത്തിയിരുന്നത് റോമൻ കത്തോലിക്കർ നടത്തിയിരിക്കുന്ന പോലത്തെ കാര്യങ്ങളായിരുന്നില്ല. ഓഫ് ദ 90 AAs who showed up for this first retreat, 80% were non-Roman Catholic. കാരണം 90 പേര് പങ്കെടുത്ത 80 പേരും റോമൻ കത്തോലിക്കരായിരുന്നില്ല. ഇറ്റ് വർക്ക്ഡ് സോ വെൽ ദാറ്റ് ദ റിട്രീറ്റ്സ് കണ്ടിന്യൂഡ് എവരി ഇയർ. അതുകൊണ്ട് തന്നെ എല്ലാ വർഷവും ഈ റിട്രീറ്റ് നല്ല രീതിയിൽ പോയതുകൊണ്ട് എല്ലാ വർഷവും ആൻഡ് റാഫ് ഡിസ്കവേർഡ് ദാറ്റ് ഹി കുഡ് ഇൻ എഫക്ട് ടേക്ക് ഓഫ് ഹിസ് ക്ലറിക്കൽ കോളർ ആൻഡ് സ്പീക്ക് അബൌട്ട് ദ സ്പിരിച്വൽ ലൈഫ്. അതായത് അദ്ദേഹത്തിന്റെ അച്ഛൻ എന്ന് പറയുന്ന കോളർ, നമുക്കറിയാം ഇവിടെ അച്ഛന്മാർ ഈ കോളർ ഉപയോഗിക്കും, അതെടുത്ത് കളഞ്ഞിട്ട് സ്പീക്ക് അബൌട്ട് ദ സ്പിരിച്വൽ ലൈഫ്, ആത്മീയ ജീവിതത്തെ കുറിച്ച് സംസാരിക്കുക ഇൻ വേസ് ദാറ്റ് കുഡ് ബി അണ്ടർസ്റ്റുഡ് ബൈ എനിവൺ ഹൂ ഹാഡ് കം ടു നോ എ ഹയർ പവർ ത്രൂ ദ പ്രവചനം. അങ്ങനെ സംസാരിച്ചാൽ മാത്രമാണ് അവർക്ക് ഈ ആൽക്കോളിസംസിന്റെ സ്പിരിച്വൽ ആത്മീയ ജീവിതത്തെ പറ്റി പറയാനും മനസ്സിലാക്കാനും സാധിക്കും. ഈച്ച് ഓഫ് ദ 40 little books that made up his Golden Books series was based on Ralph's remark at one year's St. Joseph's retreat. അദ്ദേഹത്തിന്റെ 14 പുസ്തകങ്ങളിലെ ഓരോ പുസ്തകവും ആ റിട്രീറ്റിൽ നടന്ന പ്രസംഗങ്ങൾ, അദ്ദേഹത്തിന്റെ സംഭാഷണങ്ങളിൽ ചേർക്കപ്പെട്ടാണ്. They are called the Golden Books because when they did the first one, they were looking around for a fancy cover to put it on it. അപ്പൊ ഗോൾഡൻ കളറിലുള്ള ബുക്ക് ബൈൻഡ്, അതായത് പുറംചട്ട സ്വർണ്ണ കളറിലായതുകൊണ്ടാണ് അത് ഗോൾഡൻ ബുക്ക് എന്നറിയപ്പെടുന്നത്. They found some cardboard covered with gold foil. അതായത് കാർഡ്ബോർഡ് കവർ ഉണ്ടായിരുന്നത് ഗോൾഡ് ഫോയിൽ ഉപയോഗിച്ചിട്ടാണ്. Made the covers out of that, and like that result so much that each subsequent booklet was published with shiny gold foil cover. അത് വളരെ ഷൈനി, തിളങ്ങുന്ന ഗോൾഡ് ഫോയിൽ കവർ ആയിരുന്നു. ഇൻ റെസ്പെക്ട് ഓഫ് ദ പ്രിൻസിപ്പിൾ ഓഫ് അനോണിമിറ്റി പാലിക്കാൻ വേണ്ടി he published them under the pen name Father John. ഈ അനോണിമിറ്റി പാലിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഫാദർ ജോൺ ഡോ എന്ന പേരിലാണ് തൂലികാ നാമത്തിലാണ് അറിയപ്പെടുന്നത്. വിച്ച് ഈസ് ദ നെയിം അണ്ടർ വിച്ച് മോസ്റ്റ് പീപ്പിൾ നോ ഹിം. ആ നെയിമിലാണ് ധാരാളം ആളുകൾ അദ്ദേഹത്തെ അറിയപ്പെടുന്നത്. ഹി ഓൾസോ റോട്ട് ആൻ ഓട്ടോബയോഗ്രഫി, പ്രൊഡിഗൽ ഷെപ്പേർഡ്. അദ്ദേഹത്തിന്റെ ആത്മകഥയുടെ പേര് പ്രൊഡിഗൽ ഷെപ്പേർഡ് ആണ്. ടെല്ലിംഗ് അബൌട്ട് ഹിസ് ഓൺ ബാറ്റിൽ വിത്ത് ആൽക്കഹോളിസം. ആ ആത്മകഥയിൽ അദ്ദേഹത്തിന്റെ മദ്യാസക്തിക്കെതിരായിട്ടുള്ള അല്ലെങ്കിൽ മദ്യാസക്തിയുടെ യുദ്ധം വിവരിക്കുന്നുണ്ട്. വിച്ച് സോ പാഷനേറ്റ് ദാറ്റ് ലുക്ക് മാഗസിൻസ് പബ്ലിഷ്ഡ് ലോങ് എസേർട്സ് ഫ്രം ദ ബുക്ക് ഇൻ എ 3-part series. ആ ബുക്ക് 3 പാർട്ട് സീരീസിലാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഇൻ ടേംസ് ഓഫ് പീപ്പിൾ ഹൂ വെയർ themselves members of AA and who wrote about AA and alcoholism. The 4 most published authors during the early days, Bill Wilson of course, which Richmond Walker in the number 2 place. അപ്പോൾ റിച്ച്മണ്ട് വാക്കറും ബിൽ വിൽസനും ശേഷം ഏറ്റവും കൂടുതൽ പുസ്തകം എഴുതിയ ഒരാൾ കൂടിയാണ് ജോൺ ഡോ. റിച്ച്, who lived in Daytona Beach, Florida, wrote the meditational book called 24 Hours a Day in 1948. 1948 റിച്ച് എന്ന് പറയുന്ന ആള് നമ്മുടെ 24 മണിക്കൂർ ഡേ എന്ന് പറയുന്ന പുസ്തകം എഴുതുന്നത്. He printed and distributed it himself for many years. അദ്ദേഹം അത് പ്രിന്റ് ചെയ്യുകയും ധാരാളം വർഷങ്ങൾ അത് വിതരണം ചെയ്യുക. until the job became too much for him and Hazelden volunteered to take over the task. അങ്ങനെ ഹേസൽഡൻ എന്ന് പറയുന്ന പുസ്തക കമ്പനി, നമുക്കറിയാം റിക്കവറിയുടെ ഒരു പുസ്തക കമ്പനി ഹേസൽഡൻ, അവരത് ഏറ്റെടുക്കുകയും ചെയ്തു. The other 2 most published AA authors were Father Ralph and Ed Webster. പിന്നീടുള്ള 2 എഴുത്തുകാരിൽ ഏറ്റവും പ്രസിദ്ധിയുള്ളവര് ഫാദർ റാൽഫും എഡ് വെബ്സ്റ്ററുമാണ്. എഡ് വെബ്സ്റ്റർ ഹു ലിവ്ഡ് ഇൻ മിനപ്പോളിസ്, മിനസോട്ട. ഈ എഡ് വെബ്സ്റ്റർ ആകട്ടെ മിനപ്പോളിസിലാണ് ജീവിച്ചിരുന്നത്. പുറോട്ട് ദ ലിറ്റിൽ റെഡ് ബുക്ക്, നമുക്കറിയാം 1948 ഏറ്റവും ഏയിലെ തന്നെ ഏറ്റവും പ്രസിദ്ധമായ പുസ്തകമാണ് ലിറ്റിൽ റെഡ് ബുക്ക്. സ്റ്റൂൾസ് ആൻഡ് ബോട്ടിൽസ് 1955 പ്രസിദ്ധീകരിച്ചത്. ബാർ റൂംസ് റിവറീസ് 1958 ആൻഡ് അവർ ഡെവിലിഷ് ആൽക്കഹോളിക് പേഴ്സണാലിറ്റീസ് 1970 അദ്ദേഹം പ്രസിദ്ധീകരിച്ചു. ആൻഡ് he and Barry Collins called themselves the Call Webco Publishers. അവർ Call Webco Publishers എന്ന് പറയുന്ന പേരിലാണ് ബുക്ക് പ്രസിദ്ധീകരിച്ചത്. ആൻഡ് പ്രിന്റഡ് ദ ലിറ്റിൽ റെഡ് ബുക്ക് themselves at the beginning. ദ ലിറ്റിൽ റെഡ് ബുക്ക് എന്ന് പറയുന്ന ഈ പുസ്തകം വളരെ പ്രസിദ്ധിയുള്ള പുസ്തകമാണ്. ആൽക്കഹോളിസം അംഗങ്ങൾ ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ ആ ബുക്ക് കാണാൻ കഴിയും. ഫാദർ റാഫ് also printed his own books and distributed them himself in Indianapolis for years. അദ്ദേഹം ധാരാളം പുസ്തകങ്ങൾ ഇന്ത്യാനാപോളിസിൽ പ്രസിദ്ധീകരിക്കുകയും വിതരണം ചെയ്യുകയും ചെയ്തു. ഫോളോയിങ് ഹിസ് ലിറ്റിൽ പബ്ലിഷിംഗ് ഓപ്പറേഷൻ, ദ SMT ഗിൽഡ്
Hazelden has now taken over printing and distributing them as a service to the AA program. Alcoholics Anonymous പ്രോഗ്രാമിനെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് ഹേസൽഡൻ കമ്പനി ആ പുസ്തകങ്ങൾ ഏറ്റെടുക്കുകയും വീണ്ടും വിതരണം ചെയ്യുന്നുണ്ട്. സോ ദേ ആർ സ്റ്റിൽ ഇൻ പ്രിന്റ് നൗ എ ഡേയ്സ്. ഇപ്പോഴും അത് പ്രസിദ്ധീകരിക്കുന്നുണ്ട്. ആൻഡ് ഓൾ ഹിസ് റൈറ്റിംഗ്സ് ആർ സ്റ്റിൽ അവൈലബിൾ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ എഴുത്തുകൾ ഇന്നും നമുക്ക് കിട്ടും. ദേ ആർ ഗുഡ് സ്റ്റഫ്. അത് നല്ലൊരു പുസ്തകങ്ങളാണ്. ഫാദർ റാഫ് വാസ് ദ ഓൺലി വൺ ഓഫ് ദിസ് ഫോർ ഹൂ വാസ് എ പ്രൊഫഷണലി ട്രെയിനഡ് തിയോളജിൻ. അങ്ങനെ ഒരു പ്രൊഫഷണലി ട്രെയിനർ ആയിട്ടുള്ള ഒരു തിയോളജിനാണ്. ഹിസ് റൈറ്റിംഗ്സ് വെർ വൈറ്റലി ഇമ്പോർട്ടൻറ്റ് ഇൻ കീപ്പിംഗ് എ. ഇപ്പൊ എ കീപ്പ് ചെയ്യാനായിട്ട് ഇദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ വളരെ ഉപകാരം ചെയ്യും. ഓൺ ട്രാക്ക് ഡ്യൂറിങ് ദ എയർലി പീരീഡ്, പ്രത്യേകിച്ച് എയുടെ ആദ്യ കാലഘട്ടത്തിൽ. വി സംടൈംസ് ലൈക്ക് ടു തിങ്ക് ഓഫ് എയർലി എ ആസ് എ ടൈം വെൻ പീപ്പിൾ വെർ ഡൂയിങ് എവറിഥിങ് എക്സാക്ട്ലി റൈറ്റ്. നമ്മൾ പലപ്പോഴും ചിന്തിക്കും ആദ്യകാലങ്ങളിലെ അംഗങ്ങൾ എല്ലാം കറക്റ്റ് ആയിട്ടാണ് ചെയ്തിരുന്നത്. ആൻഡ് ദെൻ വി ഗെറ്റ് നൊസ്റ്റാൾജിക് അബൌട്ട് ദ ഗുഡ് ഓൾഡ് ഡേയ്സ്. പലപ്പോഴും നമുക്ക് അത്തരം ഗുഡ് ഓൾഡ് ഡേയ്സിനെ കുറിച്ച് നമുക്ക് നൊസ്റ്റാൾജിയ തുടങ്ങുന്നു. ആൻഡ് സ്റ്റാർട്ട് ടോക്കിംഗ് അബൌട്ട് ഹൗ ബാഡ് തിങ്സ് ആർ നൗ. അങ്ങനെ പലപ്പോഴും നമ്മൾ ഇന്നത്തെ കാലത്തെക്കുറിച്ച് നമ്മൾ ചീത്തയായിട്ട് സംസാരിക്കും. ബട്ട് ഐ ഹാഡ് ആൻ ഇൻട്രസ്റ്റിംഗ് കോൺവെർസേഷൻ അറ്റ് ദ നാഷണൽ AA ആർച്ചീവ്സ് കോൺഫറൻസ് ഇൻ ചിക്കാഗോ ലാസ്റ്റ് ഇയർ. കഴിഞ്ഞ വർഷം ഞാൻ ചിക്കാഗോയിൽ നടന്ന കോൺഫറൻസിൽ വെച്ച് സംസാരിച്ചു വിത്ത് ചിക്കാഗോയൻ നെയ്മഡ് ടെക്സ് ഹു ഹാസ് ബീൻ ഇൻ ദ പ്രോഗ്രാം 50 years. And he started telling stories about some of the AA groups that were operating in the Chicago area back in. അവിടെ 1940-50 ചിക്കാഗോയിൽ നടന്ന ഗ്രൂപ്പുകളെ കുറിച്ച് സംസാരിച്ചു. There were some absolutely crazy people. അവിടെ പലപ്പോഴും വളരെ ക്രേസി പീപ്പിൾ ആയിട്ടുള്ള who were trying to jump on board this movement. അങ്ങനെ ഒത്തിരി ആളുകൾ ക്രേസി ആയിട്ടുള്ള പീപ്പിൾ നമ്മുടെ AA മൂവ്മെന്റിൽ ഉണ്ടായിട്ടുണ്ട്. There were self-styled ഗുരുസ്, അതായത് സ്വയം ഗുരുക്കളായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ടിരുന്ന ആളുകളുണ്ടായിരുന്നു. ഹു വെയർ സെറ്റിംഗ് അപ്പ് ദെയർ ഓൺ വിയേർഡ് ഇന്റർപ്രിട്ടേഷൻ ഓഫ് ദ പ്രോഗ്രാം. അവര് നമ്മുടെ ഈ പ്രോഗ്രാമിനെ കുറിച്ച് വളരെ വിയേർഡായിട്ട് ഇന്റർപ്രറ്റ് ചെയ്തിരുന്നു. ആൻഡ് ബിൽ ഡബ്ല്യു വാസ് ഡ്രൈവിംഗ് ഹിംസെൽഫ് ഓൾമോസ്റ്റ് ക്രേസി അറ്റ് ടൈം ടു കീപ്പ് എ. പലപ്പോഴും ബിൽ ഡബ്ല്യുവിന് പോലും ഈ ക്രേസി പീപ്പിളെ ഫേസ് ചെയ്യേണ്ടി വന്നു. ഫ്രം സെൽഫ് ഡിസ്ട്രാക്ടിങ് ഫ്രം ദയർ ഇൻഫ്ലുവൻസ്. അവരുടെ ഈ സെൽഫ് ഡിസ്ട്രാക്ടിങ് വ്യക്തിപരമായിട്ടുള്ള ഈ ഇൻഫ്ലുവൻസിന് പലപ്പോഴും ബില്ലിന് പോലും കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞില്ല. ടെക്സ് told about one of these gurus who came to give a speech in which he started proclaiming that Moses had been sent by God to set up the first convent. അപ്പൊ ഇങ്ങനെയുള്ളൊരു അതായത് സ്വയം ഗുരുവായിട്ട് പ്രഖ്യാപിച്ച ഒരാള് ദൈവം മോസസിനെ അയച്ചത് the second covenant and found a new and better religion. അപ്പൊ നല്ലൊരു മതത്തെ കണ്ടുപിടിക്കാനെന്നൊക്കെ പറഞ്ഞു. ആൻഡ് ബിൽ ഡബ്ല്യു ആൻഡ് ഡോക്ടർ ബോബ് ഹാഡ് ബീൻ സെൻഡ് ബൈ ഗോഡ്. ബിൽ ഡബ്ല്യുവും ഡോക്ടർ ബോബും ദൈവത്താൽ അയക്കപ്പെട്ടതാണെന്ന് അയാൾ പറഞ്ഞു. ന്യൂ വേൾഡ് റിലീജിയൻ, ഒരു ലോകത്തിൽ പുതിയൊരു മതം ഉണ്ടാക്കാനാണ്. വിച്ച് വുഡ് റീപ്ലേസ് ക്രിസ്ത്യാനിറ്റി, അതായത് ക്രിസ്ത്യാനിറ്റി ആൻഡ് ജൂതിസം ആസ് ദ ട്രൂ റെവലേഷൻ ഓഫ് ഗോഡ്. അങ്ങനെയൊക്കെ പറഞ്ഞ് പറയുന്നത്. ഇപ്പൊ 2-3 വാക്കുകളൂടെ അത് കഴിഞ്ഞിട്ട് ഞാൻ നിർത്താൻ, എനിക്കറിയാം സമയമായിരുന്നു. പിന്നെ അടുത്ത ആഴ്ച ഇത് പിടിക്കണ്ടല്ലോ, അതുകൊണ്ടാണ്. ടെക്സ് സെഡ് ദാറ്റ് ഫാദർ റാഫ് വാസ് സിറ്റിംഗ് ഇൻ ദ ബാക്ക് ഓഫ് ദ റൂം. അപ്പം ടെക്സ് കണ്ടു റാൽഫ് ആ റൂമിന്റെ പുറകിലിരുന്നു. ആൻഡ് സ്റ്റാർട്ടഡ് ഷൗട്ടിങ്, അദ്ദേഹം ഷൗട്ട് ചെയ്യാൻ തുടങ്ങി അറ്റ് ദ മാൻ ദാറ്റ് ദിസ് വാസ് ടോട്ടൽ നോൺസെൻസ് ആൻഡ് ദ വേഴ്സ്റ്റ് റബ്ബിഷ് ഹി ഹാഡ് എവർ ഹിയർഡ് ഇൻ ഹിസ് ലൈഫ്. അതേപോലെ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും മോശമായി കേട്ടിട്ടുള്ള ഒരു വാക്കുകളാണിത്. ആൻഡ് ബൈ ദ ടൈം ഇറ്റ് വാസ് ഓൾ ഓവർ the man had to go home without giving the rest of his speech. അങ്ങനെ അദ്ദേഹം വീട്ടിലേക്ക് തിരിച്ചു പോകേണ്ടി വന്നു. ആ ഗുരു വീട്ടിലെ ഫാദർ റാൽഫ് നെവർ ലെറ്റ് ഹിം ഗെറ്റ് അനദർ വേർഡ് ഇൻ അൺഇൻറ്റർപ്രറ്റഡ്. അതായത് പിന്നീട് ഒരിക്കലും ആ സ്പീക്കർക്ക് സംസാരിക്കാൻ കഴിഞ്ഞില്ല, കാരണം റാൽഫ് അവിടെ ഒച്ചെടുത്തു. ഫാദർ റാൽഫ് വാസ് വൺ ഓഫ് ദ പീപ്പിൾ ഹു ഫൗട്ട് ആൻഡ് വർക്ക്ഡ് ടു കീപ് ദ പ്രോഗ്രാം സ്റ്റേബിൾ. അതുകൊണ്ട് തന്നെ ഈ ഫാദർ റാൽഫാണ് നമ്മുടെ പ്രോഗ്രാമിനെ സ്റ്റഡി ആയിട്ട് നിർത്താൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുള്ള ഒരു മനുഷ്യൻ. ഹി വാസ് എ ട്രെയിൻഡ് തിയോളജിയൻ ഹിംസെൽഫ്. വളരെ പരിശീലനം ലഭിച്ച ഒരു തിയോളജിനായിരുന്നു. ആൻഡ് ഇൻ ദോസ് 14 ഗോൾഡൻ ബുക്സ്, ആ 14 പുസ്തകങ്ങൾ, സ്വർണ്ണ പുസ്തകങ്ങൾ, അതുകൂടാതെ അദ്ദേഹത്തിന്റെ റെക്കോർഡിങ്സ്, ഹി ലേഡ് ഔട്ട് ദ ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് ദ സ്പിരിച്വൽ സൈഡ് ഓഫ് ദ പ്രോഗ്രാം. അദ്ദേഹം ആൽക്കോഹോളിക്സ് അനോണിമസിന്റെ സ്പിരിച്വൽ പ്രോഗ്രാമിനെ കുറിച്ച് പറയുന്നതാണ് വിത്ത് ഗുഡ് സോളിഡ് കോമൺ സെൻസ്. അതായത് സാധാരണ മനുഷ്യന് മനസ്സിലാകുന്ന, സാമാന്യ ബുദ്ധിക്ക് നിരക്കുന്ന തരത്തിൽ അദ്ദേഹം അത് വിശ്വസിച്ചു. ബേസ്ഡ് ഓൺ എ ലോട്ട് ഓഫ് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ്, ധാരാളം അനുഭവ സമ്പത്ത് നിറഞ്ഞ, ആസ് എ പാസ്റ്റർ ആയിട്ടുള്ള അനുഭവ വാട്ട് റിയലി വർക്ക്സ്
അപ്പൊ അത് തികച്ചും വർക്ക് ചെയ്യുന്ന പോലെ. ഹൗ ഡു വി കീപ് ഇറ്റ് സിമ്പിൾ, ലളിതമായി സൂക്ഷിക്കുന്നു. ഹൗ ഡു വി ആക്ച്വലി ഗോ അബൌട്ട് ദിസ്, എങ്ങനെ നമ്മൾക്കത് ലഭിക്കുന്നു. ആൻഡ് ഐ തിങ്ക് that he deserve a lot of credit. അദ്ദേഹം ധാരാളം അഭിനന്ദനങ്ങൾ അർഹിക്കുന്നു ആസ് വൺ ഓഫ് ദ പീപ്പിൾ ഹു ഹെൽപ്ഡ് കീപ് എ ടുഗദർ ഡ്യൂറിങ് ദാറ്റ് ക്രൂഷ്യൽ പീരീഡ്. അങ്ങനെ ആൽക്കോളിക്സ് അനോണിമസിന്റെ അതിസങ്കീർണമായ സമയത്ത് പ്രോഗ്രാമിനെ മുറുകെ പിടിച്ച ഒരാളെന്ന രീതിയിൽ അദ്ദേഹം കൂടുതൽ അനുമോദനം അർഹിക്കുന്നു. പീരിയഡ് ബിഫോർ വി ഗോട്ട് ദ 12 സ്റ്റെപ്സ് ആൻഡ് 12 ട്രഡീഷൻ ബുക്ക് ഔട്ട്. അതായത് 12 സ്റ്റെപ്സ് ആൻഡ് 12 ട്രഡീഷൻ ബുക്ക് ആ സമയത്ത് വന്നിട്ടില്ല. ആൻഡ് ദാറ്റ് സോർട്ട് ഓഫ് തിങ്, അതായത് ആ സാധനം പുറത്ത് വരുന്നതിന് തൊട്ട് മുമ്പ് എനെ മുറുക്കെ പിടിച്ച പ്രോഗ്രാമിനെ നിലനിർത്തിയ, സ്റ്റേബിൾ ആയിട്ട് നിർത്തിയ ഒരു അച്ഛനാണ് ഫാദർ റാവ്. ആൻഡ് ഹി ഈസ് വൺ ഓഫ് അവർ ഓൺ ഇന്ത്യാന ഫോക്ക് ഹിയർ. അത് ഇന്ത്യാനയിലുള്ള നമ്മൾക്ക് ഓരോരുത്തർക്കും പ്രൗഡ് ആവുന്ന, അഭിമാനം തോന്നുന്ന ഒരാളാണത്. ഇത് എഴുതിയിരിക്കുന്നത് ഗ്ലെൻ സി എന്ന് പറയുന്ന ഹിസ്റ്റോറിയനാണ്. അദ്ദേഹത്തിനോടും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്ന് എൻ്റെ ഈ അച്ഛനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ അവസാനിപ്പിക്കുന്നു. ബാക്കി അടുത്ത ആഴ്ച അച്ഛനെ കുറിച്ച് കുറച്ചും കൂടി അധികം അദ്ദേഹത്തിന്റെ പുസ്തകത്തിലുള്ള ഭാഗങ്ങൾ പറയാം. ഓക്കെ, താങ്ക് യു. താങ്ക് യു ശ്രീ ചേട്ടാ, താങ്ക് യു. ഞങ്ങളോടൊപ്പം ഇത്രയും സമയം